أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي لا تحيط به مدارك العدة ولا تتقيد بحياته الأبدية الأزلية طوال المدة. وهو الذي خلق السماوات والأرض والشمس والقمر والليل والنهار والشجر والدواب وأمر بعبادته فلا نجد من عبادته بدا. وأحمده وحده وأشكر على نعماته شكرا يفوق الشاكرين أبدا. وأستزيده من الفضل والكرم والعطية لما أن كل حمد يشعر على وجوب الحمد تارة أخرى. وأشهد أن لا إله إلا الله وحده لا شريك له. أشهد أن محمدا عبده ورسوله المبعوث بالآيات السنية والمعجزات الرقية والاعتقادات السمحة الثنية. صلى الله على سيدنا محمد وعلى آله وأصحابه وأتباعه ومن تبعهم بإحسان إلى يوم الجزاء والدين. صلاة وسلاما دائمين متلازمين كلما قر الجديدان ومر الفرقدان. أما بعد. മൂന്നിലല്ലോ ഈ മോണിറ്റർ മൂന്നിലും ബേസ് ബാസല്ല ബേസ് رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد أرسلنا إلى أمم من قبلك فأخذناهم بالبأساء والضراء. ഇങ്ങനെ മോണിറ്റർ ഉഷാറാക്കി തന്നാൽ നമുക്ക് പറയാൻ പറ്റും. മൂന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉഷാറാക്കി തരുന്നതാണ്. فأخذناهم بالبأساء والضراء لعلهم يتضرعون. فلولا إذ جاءهم بأسنا تضرعوا ولكن قست قلوبهم وزين لهم الشيطان ما كانوا يعملون. فلما نسوا ما ذكروا به فتحنا عليهم أبواب كل شيء حتى إذا فرحوا بما أوتوا أخذناهم بغتة فإذا هم مبلسون. صدق الله العلي العظيم. ശരിയായിട്ടില്ലട്ടോ ഒന്നും പോയത്. صدق الله العلي العظيم وصدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين. الحمد لله رب العالمين. ബഹുമാന്യരായ സയ്യിദ് അവർകളെ, നമ്മുടെ ഈ ഒരു പരിപാടിയുടെ
രണ്ടാം ദിവസമായ ഇന്ന് നമ്മുടെ ഒരു പരിപാടിക്ക് മഹനീയ സാന്നിധ്യം നൽകി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഉസ്താദുമാർ, എൻ്റെ പ്രിയപ്പെട്ട ഹുദവി ഉസ്താദുമാർ, അതേപോലെ നമ്മുടെ ഈ നാട്ടിൽ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ചുണക്കുട്ടികളും കർമ്മോത്സുകരും കർമ്മനിരതരുമായ ചെറുപ്പക്കാരെ, ഈ ഒരു പരിപാടിയിലേക്ക് വേണ്ടി കടന്നു വന്ന നല്ലവരായ ഉമ്മമാരെ, രക്ഷിതാക്കളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു സംഗമം ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നഫിയായ ഇൽമും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമ്മൾക്ക് പുറത്തു തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ, മൈക്ക് പോരട്ടെ, തീരെ പോരട്ടെ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, നമ്മുടെ നാട്ടിൽ നിന്ന് മരിച്ചുപോയ സകലമാന ആളുകൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ഖബറിടങ്ങൾ സ്വർഗീയമാക്കി കൊടുക്കുമാറാവട്ടെ. ഇതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്ന ഇതിന്റെ സംഘാടകർ, ഇതിന്റെ ഭാരവാഹികൾ, അവരിൽ നിന്ന് മരിച്ചുപോയ അവരുടെ മാതാപിതാക്കൾ, അവരുടെ കുടുംബക്കാർ, ഇവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ഇഹപര വിജയം നൽകി അല്ലാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട ആളുകളെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സോഷ്യൽ മീഡിയ യുവത്വത്തെ കാർന്നു തിന്നുന്നു എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾക്കിവിടെ ചർച്ച ചെയ്യേണ്ടത്. സോഷ്യൽ മീഡിയയെ കുറിച്ചോ അല്ലെങ്കിൽ മീഡിയകളെ കുറിച്ചോ ഒന്നും നമ്മളിവിടെ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. 3 ഇതുണ്ടല്ലോ, ബോക്സ് ഉണ്ടല്ലോ ഇവിടെ, ക്ലിയർ ആവാതുണ്ട്. ഇതൊന്നും ഇതിൽ തന്നെ ഉഷാറാവുന്ന എനിക്ക് ഇതൊറ്റൊരു ബോക്സ് മതി ഉഷാറാവണം. ഇത് നിങ്ങൾ ഉഷാറാക്കിയാൽ തന്നെ ഉഷാറാവുന്ന. അത് അമ്മിങ് വരുന്നുണ്ടല്ലോ സംഭവം. അപ്പോ ഇൻഷാ അല്ലാഹ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഫുള്ള് പറഞ്ഞിട്ട് ഒന്നുമില്ലാതെ ഇവിടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹങ്ങളും സൗകര്യങ്ങളും ഒക്കെ നമ്മൾക്ക് ഒരുപാട് നൽകിയിട്ടുണ്ട്. ആ ഒരു സൗകര്യം അല്ലാഹുവിന് ശുക്ർ ചെയ്യുവാനും അല്ലാഹുവിന് നന്ദി ചെയ്യുവാനുമാണ് അല്ലാഹു നമ്മെ ഏൽപ്പിച്ചത്. വഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്താൽ ലഅസീദന്നകും, നിങ്ങൾക്ക് ഞാൻ അധികരിപ്പിച്ചു തരാമെന്ന്. നിങ്ങൾ നന്ദി ചെയ്യണം. എൻ്റെ നിഅമത്തുകൾ, എൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ ആ ഒരു അനുഗ്രഹങ്ങൾ നിങ്ങൾ അള്ളാഹുവിന് നന്ദി ചെയ്യാനാണ് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ അതുകൊണ്ട് അത് മിസ്യൂസ് ചെയ്യുകയോ അള്ളാഹുവിന് എതിരായ രീതിയിൽ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല എന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, إذا رأيت الله يعطي العبد ما يحب. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അടിമകളായ ആളുകൾക്ക് അവർ ആഗ്രഹിക്കുന്നതൊക്കെ നൽകുന്നത് കണ്ടാൽ, നമ്മൾ ഇച്ഛിക്കുന്നതും നമ്മൾ താല്പര്യപ്പെടുന്നതും നമ്മൾ ആഗ്രഹിക്കുന്നതുമൊക്കെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുന്നത് നമ്മൾ കാണാനിടയായ فإنما وهو مقيم على معصيته. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഒരുപാട് ലഭിച്ചിട്ടും അല്ലാഹുവിന് നന്ദി ചെയ്യാതെ തിന്മയിൽ തന്നെ വ്യാപൃതരാവുന്ന ആളുകളെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം, അവനോട് സ്നേഹമുള്ളത് കൊണ്ടല്ല അല്ലാഹു അവർക്ക് അങ്ങനെ ഒരു സുഖങ്ങളും സൗകര്യങ്ങളും നൽകുന്നത്. വഹുവ മുഖീമുൻ അലാ മഅസിയതിഹി. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നന്മകൾ ചെയ്തു എന്നിട്ടൊരു തൃപ്തികരമായ രീതിയിൽ അല്ലാഹുവിന് നന്ദി ചെയ്യാതെ തെറ്റ് ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ ഫഇന്നമാ ദാലിക ഇസ്തിദ്റാജ്, അത് മത്സ്യങ്ങൾക്ക് ചൂണ്ടയിട്ട് കൊടുക്കുന്നത് പോലെ
അവനെ പെട്ടെന്നൊരു പിടികൂടാൻ വേണ്ടി, പെട്ടെന്ന് അവനെ കൊണ്ടുപോകാൻ വേണ്ടി, അവൻ അപകടത്തിലേക്ക് നയിക്കാൻ വേണ്ടി അള്ളാഹു അവന് ചൂണ്ടയിട്ട് കൊടുക്കുന്നതാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു ഹദീസിന്റെ സാരം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾക്കറിയാം, സൗകര്യങ്ങൾ പലതും നമ്മുടെ മുമ്പിലുണ്ട്, ഒരുപാട് സൗകര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ സൗകര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത് നന്മയ്ക്ക് വേണ്ടിയാണ്. പ്രത്യേകിച്ച് നമ്മളെ തിന്മയിലേക്ക് നയിക്കുവാനും ദുഷിച്ച മാർഗങ്ങളിലൂടെ കടന്നു പോകുവാനും പൈശാചികമായ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാനും പിശാച് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുമെന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അദുവ്വും മുബീൻ, നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് പിശാച്. അതുകൊണ്ട് പിശാചിന്റെ ഗൂഢമായ തന്ത്രങ്ങളിൽ നിന്നും ശല്യങ്ങളിൽ നിന്നും കുതറി മാറാതെ നിങ്ങൾക്ക് രക്ഷയില്ല എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇടയ്ക്കിടെ നമ്മളെ ഉണർത്താറുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَلَقَدْ خَلَقْنَاكُمْ ثُمَّ صَوَّرْنَاكُمْ ثُمَّ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فسجدوا إلا إبليس لم يكن من الساجدين. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, വലഖദ് ഖലഖനാകും, നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചു. സുമ്മ സവ്വർനാകും, നിങ്ങളെ ഞാൻ വളരെ നല്ല രീതിയിൽ, വളരെ മാന്യമായ രീതിയിൽ, വളരെ സുന്ദരമായ രീതിയിൽ നിങ്ങളെ ഞാൻ രൂപം ചെയ്തു, ഭംഗിയാക്കി വെച്ചു. ثم قلنا للملائكة اسجدوا لآدم, എന്നിട്ട് മാലാക്കമാരോട് പറഞ്ഞു ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യണമെന്ന്. ഉസ്ജുദൂ ലിആദം ഫസജദൂ ഇല്ലാ ഇബ്ലീസ ലം യകുൻ മിനസ് സാജിദീൻ. ഇബ്ലീസ് അല്ലാത്ത, പിശാചല്ലാത്ത സകലരും മഹാനായ ആദം നബി അലൈഹിസ്സലാമിന് മുമ്പിൽ സുജൂദ് ചെയ്ത എന്തായാലും ഉണ്ടായിട്ടില്ല. ഇന്നത്തെ ഓപ്പറേറ്ററിനല്ലേ? അതെന്താ തുടക്കത്തിൽ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ്. തുടക്കത്തിൽ സലാം പറയുമ്പോൾ തന്നെ മൈക്ക് ക്ലിയർ ആണ്, അപ്പൊ അന്നൊരു മൂഡ് ഉണ്ടാവുക. ഇത് തുടക്കത്തിൽ തന്നെ ഫൈലായാലും പിന്നെ വേറെ പറയുന്ന ആളൊരു താല്പര്യം തന്നെ ഇഷ്ടപ്പെട്ടു. രണ്ട് കാര്യമാണ് വാല് ഉഷാറാവണമെങ്കിൽ, രണ്ട് കാര്യങ്ങൾ വേണമെന്നാണ്. ചെറിയൊരു മാറ്റം വന്നു. ഒന്ന് നല്ലൊരു മൈക്ക് വേണം, പിന്നെ നല്ല ഓഡിയൻസ് വേണം. ഈ രണ്ട് ഘടകങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വളരെ തൃപ്തികരമായ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന, മാറ്റാൻ പറ്റുന്ന, വല പറഞ്ഞൊരു ഉസ്താദിന് പറയാൻ പറ്റുന്ന. രണ്ടും ഇല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒന്നുണ്ടായിട്ട് കാര്യമില്ല. രണ്ടും വേണം, മൈക്കും വേണം, ഓഡിയൻസും വേണം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഏതായാലും നിങ്ങൾ കഴിയുന്നതിന്റെ പരമാവധി ശരിയാക്കി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവാ ഏതായാലും, അല്ലേ? അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത് വന്നത് നമ്മെ വഴിക്കേടിലേക്ക് നയിക്കാനും തിന്മയിലേക്ക് കൊണ്ടുപോകുവാനും പിശാച് നിരന്തരമായി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അല്ലാഹു പറയാണ്, വലഖദ് ഖലഖനാകും, നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചു. വസവ്വർനാകും, നിങ്ങളെ ഞാൻ ഭംഗിയാക്കി. സുമ്മ ഖുൽനാ ലിൽ മലായിക, പിന്നെ മലക്കുകളോട് പറഞ്ഞു ഉസ്ജുദൂ ലി ആദം, ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യണമെന്ന്. ഫസജദൂ ഇല്ലാ ഇബ്ലീസ ലം യകുൻ മിനസ് സാജിദീൻ, ഇബ്ലീസ് അല്ലാത്തവരെല്ലാം സുജൂദ് ചെയ്തു. അല്ലാഹു ചോദിക്കുകയാണ് ഇബ്ലീസിനോട്, ഖാല മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക ഖാല അന ഖൈറും മിൻഹു ഖലഖതനി മിൻ നാർ വഖലഖതഹു മിൻ തീൻ. ഇബ്ലീസിനോട് ചോദിച്ചു, മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക, ഞാൻ കൽപ്പിച്ചപ്പോൾ സുജൂദ് ചെയ്യാതെ മടങ്ങിയതെന്തേ? എന്റെ കൽപ്പനകൾ അനുസരിക്കാത്തതെന്തേ? പടച്ച റബ്ബ് സൃഷ്ടാവാണെന്ന് ഇബ്ലീസിന് അറിയാമല്ലോ.
ആ സമയത്തുള്ള പണ്ഡിതന്മാരിൽ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നുവല്ലോ ഇബ്ലീസ്. ഇബ്ലീസിനോടാണ് ചോദിക്കുന്നത്, മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക ഖാല അന ഖൈറും മിൻഹു ഖലഖതനി മിൻ നാർ വഖലഖതഹു മിൻ തീൻ. ഇബ്ലീസ് പറഞ്ഞു, അന ഖൈറും മിൻ, അവനേക്കാളും നല്ലവൻ ഞാനാണ്. ഇവിടെ ശ്രദ്ധിക്കണം, പണ്ഡിതന്മാര് പറയുന്നുണ്ട്, ഈ ഞാൻ എന്നൊരു പദം ഉപയോഗിക്കുന്നത് മുഅ്മിനീങ്ങളായ ആളുകൾക്ക് നല്ലതല്ല. ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ അങ്ങനെയുള്ളവനാണ്, ഞാൻ ഇന്നാലിന്നവനാണ്, അങ്ങനെ ഞാൻ എന്നൊരു പദം ഒരാൾ ഉപയോഗിക്കുന്നത് അത് അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. അങ്ങനെ ഉപയോഗിക്കാനേ പാടില്ല എന്നാണ്. എന്ന് പറയില്ല, അനാനിയത്ത് എന്ന് പറയും. സെൽഫ്. കുറെ ആള് എന്താ പറയാ, SP എന്ന് പറയുന്ന നാട്ടില് SP പറയാന്ന് പറയാ, സ്വന്തത്തെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്ന ആ ഒരു ട്രെൻഡ് നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. അന ഖൈറും മിൻ, ഇബ്ലീസ് പറയാൻ, അവനെക്കാളും നല്ലവൻ ഞാനാണ്, അവനെക്കാളും ഉത്തമൻ ഞാനാണ്, മഹത്വമുള്ളവൻ ഞാനാണ്, അതുകൊണ്ട് ഞാൻ സുജൂദ് ചെയ്യൂല. ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ, അവനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണെങ്കിൽ എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്. അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, ഇഹ്ബിത് മിൻഹാ ഫമാ യകൂനു ലക അൻ തതകബ്ബറ ഫീഹാ ഫഖ്റുജ് ഇന്നക മിനസ് സാഗിദീൻ. ഇബ്ലീസിനോട് പറഞ്ഞു, ഇറങ്ങിപ്പോയിക്കോ, സ്വർഗം അഹങ്കാരികൾക്ക് കയറാനുള്ള സ്ഥലമല്ല, അഹങ്കാരികൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഈ സ്വർഗത്തിലില്ല. ഫഹ്ബിത് മിൻഹാ, ഇറങ്ങിപ്പോയിക്കോ. ഫഹ്ബിത് മിൻഹാ ഫമാ യകൂനു ലക അൻ തതകബ്ബറ ഫീഹാ, ഇവിടെ അഹങ്കരിക്കാനുള്ള സ്ഥലമല്ല. അൻ തതകബ്ബറ ഫീഹാ ഫഖ്റുജ്, നീ പോയിക്കോ, നീ നിന്യന്മാരിൽപ്പെട്ടവനാണ്. ഇന്നക മിനസ് സാഗിരീൻ, അഹങ്കാരമുള്ള ആളുകൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റൂല. ബേസ് എന്തെന്ന് അറിയുന്നത്? ബേസ് അറിയാൻ കൂട്ടി, അഹങ്കാരികളും ധിക്കാരികളുമായ ആളുകൾക്ക് സ്വർഗത്തിലേക്ക് പോവാൻ പറ്റൂല. നിനക്ക് അഹങ്കരിക്കാനുള്ള സ്ഥലം ഈ സ്വർഗമല്ല. അഹങ്കാരത്തിന്റെ അണുമണി തൂക്കം ഞാൻ വല്ലാത്ത സംഭവമാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അവർക്ക് സ്വർഗത്തിലേക്ക് പോകൽ പ്രയാസമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. فليس لك أن تتكبر فيها فاخرج إنك من الساغرين. അപ്പോഴാണ് അല്ലാഹുവിനോട് പറയുന്നത്, പടച്ച റബ്ബേ, റബ്ബി അൻളിർനി ഇലാ യൗമി യുബ്അസൂൻ, പടച്ച റബ്ബേ, എനിക്ക് ഖിയാമത്ത് നാൾ വരെ ജീവിക്കാൻ അവസരം തരണം. ഞാൻ പോയിക്കോളാം, കുഴപ്പമൊന്നുമില്ല. സ്വർഗത്തിൽ ജീവിക്കാതെ ഭൂമിയിലേക്ക് നീ എന്നെ പറഞ്ഞേച്ചാൽ എനിക്ക് പ്രശ്നമല്ല. പക്ഷേ റബ്ബി അൻളിർനി ഇലാ യൗമി യുബ്അസൂൻ, ഖിയാമത്ത് നാൾ വരെ എനിക്ക് ജീവിക്കാൻ അവസരം തരണം. ഖാല ഇന്നക മിനൽ മുൻദരീൻ, നിനക്ക് ഖിയാമത്ത് നാൾ വരെ ജീവിക്കാൻ ഞാൻ അവസരം തരാം. അപ്പോഴാണ് അല്ലാഹുവിനോട് പറയുന്നത്, ഖാല ഫബിമാ അഗ്വൈതനി قال فبما أغويتني لأقعدن لهم صراطك المستقيم. പടച്ച റബ്ബേ, എന്നെ സ്വർഗീയ സുഖങ്ങളിൽ നിന്ന്, സ്വർഗീയ ആരാമങ്ങളിൽ നിന്ന്, സ്വർഗീയ അനുഭൂതികളിൽ നിന്ന് ഭൂമിയാകുന്ന ആ ഒരു വിശ്വാസവഞ്ചനയുടെ, അക്രമങ്ങളുടെ, കൊലപാതകങ്ങളുടെ ലോകത്തേക്ക് പറഞ്ഞേക്കാൻ കാരണം മനുഷ്യനാണല്ലോ. ആ മനുഷ്യനെ വഴിപിഴപ്പിക്കാൻ ഞാൻ തുടങ്ങുകയാണ് ഇന്നു മുതൽ. ഖാല ഫബിമാ അഗ്വൈതനി ലഅഖഉദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം. ഒരു കാര്യം ചെയ്യും, ആ ഒരു ബോക്സ് ഉണ്ടല്ലോ മുകളിലുള്ള, അതും കൊടുത്തിരിക്കാൻ പറ്റും? അത് തിരിച്ചാൽ അറിയില്ല, ശരിയാവുന്നു. قال فبما أغويتني لأقعدن لهم صراطك المستقيم. ഏതൊക്കെ ചൊവ്വായ പാതയിലൂടെ ആരൊക്കെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നുവോ
ആരൊക്കെ നന്മയുടെ ഭാഗത്തേക്ക് തിരിയാൻ ആഗ്രഹിക്കുന്നുവോ വഅലിന്റെ സദസ്സിൽ വരാൻ. ഏതായാലും പിശാചിന്റെ ആ ഒരു ദുർബോധനൊക്കെ വലിച്ചെറിഞ്ഞ് വഅലിന്റെ സദസ്സിൽ വന്നു. എന്നാൽ നമ്മൾ വിടുവോ? ഇല്ല. എന്നാ കുറച്ച് ബാക്കിൽ പോയിട്ടിരിക്കുക, പിന്നിൽ പോയിട്ടിരിക്കുക, അല്ലേ? അങ്ങനെ ചിന്തിപ്പിക്കും പിശാച്. ആദ്യം ഇരിക്കുന്ന ആളുകൾക്ക് ആദ്യം സ്വർഗത്തിലേക്ക് പോകുന്ന മുത്തക്കിങ്ങളിൽ പെടാനുള്ള അവസരമുണ്ടാകുന്ന പള്ളിയിലൊക്കെ അങ്ങനെയാണ്. നമ്മൾ പള്ളിയിൽ ചെന്നാലും ഒന്നാമത്തെ സഫിലിരിക്കൂല, ബാക്കിൽ പിന്നിൽ പോയിരിക്കാനാണ് നമ്മൾ മത്സരിക്കുക. മഹാന്മാർ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒന്നാം സഫിന്റെ ആ ഒരു ശ്രേഷ്ഠത നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ യുദ്ധം ചെയ്യുമായിരുന്നു. ഒന്നാമത്തെ സഫിന് വേണ്ടിയിട്ട്. അത് മലക്കുകളുടെ സഫാണ്. അവിടെ മലക്കുകൾ നിസ്കരിക്കുന്നു, അവർ ദുആ ചെയ്യുന്നു, അവരുടെ ദുആഇനൊക്കെ നമ്മൾക്ക് ഇജാബത്ത് ലഭിക്കും. അതേപോലെ ഇൽമിന്റെ സദസ്സ് എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിന്റെ സദസ്സാണ്, സ്വർഗത്തിന്റെ ഭാഗമാണിത്. ഇവിടെ നിന്നാണല്ലോ സുബഹിയുടെ സമയമാകുമ്പോ മലക്കുകൾ നാളെ ആഖിറത്തിലേക്ക് ചെല്ലുന്നത്, ഈ ഒരു സദസ്സിൽ നിന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന ലില്ലാഹി മലായികതൻ സയ്യാഹീൻ. അല്ലാഹുവിനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചില മലക്കുകളുണ്ട്. വഅലിന്റെ സദസ്സുകൾ കാണുമ്പോൾ, ദിക്റിന്റെ സദസ്സുകൾ കാണുമ്പോൾ, സ്വലാത്തിന്റെ മജ്ലിസ് കാണുമ്പോൾ അവർ ഓടിവരും, എന്നിട്ട് അവിടെ ഇരിക്കും. പിറ്റേ ദിവസം അല്ലാഹുവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹു അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങള് എന്താ നമ്മുടെ സ്ഥലത്തിന് വരുന്നത് മാങ്ങോട് അല്ലേ? മാങ്ങോട് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിന്ന് വന്നവരാണല്ലോ, എന്താണ് ഇവിടെയുള്ള നാട്ടുകാര് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്നാൽ ഇന്ന് ചെർപ്പുളശ്ശേരിയുടെ ഒരു ഹൃദയഭാഗമായ മാങ്ങോട് എന്നൊരു പ്രദേശത്ത് നിന്ന് വരികയാണല്ലോ, എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അല്ലാഹു നാളെ മലക്കുകളോട് ചോദിക്കും. അവര് പറയും, യുസബ്ബിഹൂനക, നിനക്ക് വേണ്ടി തസ്ബീഹ് ചെല്ലുന്നുണ്ട്, നിനക്ക് വേണ്ടി തഹ്മീദ് ചെല്ലുന്നുണ്ട്, നിനക്ക് വേണ്ടി തക്ബീർ ചെല്ലുന്നുണ്ട്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഒന്ന് ചൊല്ലി ഉറക്കെ നോക്കട്ടെ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയോ? സുബ്ഹാനല്ലാഹ് എന്നൊരാൾ ചൊല്ലിയാൽ അല്ലാഹു അവന് വേണ്ടി സ്വർഗീയ ലോകത്തൊരു മരം അവന് വേണ്ടി, അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലുമ്പോൾ മറ്റൊരു മരം, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുമ്പോൾ മറ്റൊരു മരം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുമ്പോൾ മറ്റൊരു മരം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നൊരാൾ ചൊല്ലിയാൽ അവന് വേണ്ടി സ്വർഗ്ഗലോകത്തൊരു പൂങ്കാവനം, ഒരു പൂന്തോട്ടം പണിയുമെന്ന്, ഒരു പൂന്തോപ്പ് പണിയുമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ ചെല്ലൂലല്ലേ? നമ്മൾക്ക് സമയം വേണ്ടേ? ഇപ്പൊ നമ്മൾക്കിതൊരു മനസ്സിലായി, ഈ ഒരു ദിക്ർ ചൊല്ലിയ അല്ലാഹു സ്വർഗ്ഗലോകത്തൊരു പൂന്തോപ്പ് നമ്മൾക്ക് വേണ്ടി പണിയുമെന്ന്. ആർക്ക് എന്ത് സ്വർഗം അല്ലേ? നമുക്കൊരു 10,000 രൂപ തരാം, നിങ്ങൾ ചെല്ലോ. പഠിച്ചാണ് ഞാൻ ചെല്ല, അപ്പ തയ്യാറാവും. 10,000 രൂപ തരാന്ന് പറഞ്ഞ അതാരാ പറയുന്നത്? നാട്ടിൽ ഏതെങ്കിലും ഒരു മുതലാളി പറയാൻ. പക്ഷെ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറല്ല, അള്ളാഹു പറഞ്ഞപ്പോ സ്വീകരിക്കാൻ തയ്യാറല്ല. നാട്ടുകാരെന്തെങ്കിലും ഒരു 1000 രൂപ തരുമ്പോ അവരുടെ പിന്നാലെ കൂടെ നമ്മൾ തയ്യാറാണ്. മുസ്ലിം ആണോ എന്ന കാര്യത്തിൽ ഒരു സംശയിക്കേണ്ട വിഷയമാണ് ഇതൊക്കെ. ഹബീബ് പറഞ്ഞാൽ ഇതങ്ങനെ നടന്നേ പറ്റൂ. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഏതായാലും മലക്കുകൾ അല്ലാഹുവിനോട് പറയുന്നുണ്ട്, പടച്ച റബ്ബേ നിനക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, അവർ അൽഹംദുലില്ലാഹ് ചൊല്ലുന്നുണ്ട്. അപ്പോഴാണ് അല്ലാഹു ചോദിക്കുന്നത്, അവരെന്നെ കണ്ടിട്ടുണ്ടോ? അല്ലാഹുവിനോട് പറയുന്നു, അവർ കണ്ടിട്ടില്ല. അവരെന്നെ അറിഞ്ഞിട്ടുണ്ടോ? എന്നെ കണ്ടിട്ടുണ്ടോ? എന്നെ കാണാതെ എനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുകയോ? എന്തോരം നല്ല അടിമകളാണവർ, എന്നെ കാണാതെ എനിക്ക് വേണ്ടി ആരാധന അർപ്പിക്കുന്നവർ. എന്താണ് അവർക്ക് വേണ്ടത്? എന്താണ് അവർ ചോദിക്കുന്നത്? അപ്പോഴാണ് മലക്കുകൾ പറയുന്നത്, യസ്അലൂനകൽ ജന്ന, അവർക്ക് സ്വർഗം വേണം റബ്ബേ, അവർക്ക് സ്വർഗം വേണം റബ്ബേ, അവർക്ക് സ്വർഗം വേണം റബ്ബേ. അല്ലാഹു നമ്മൾക്ക് സ്വർഗം നൽകുമാറാവട്ടെ. എന്താണ് അവർ ചോദിക്കുന്നത്? പടച്ച റബ്ബേ, അവർക്ക് വേണ്ടത് സ്വർഗമാണ്. എന്തിൽ നിന്നാണ് അവർ അഭയം തേടുന്നത്? അപ്പോഴാണ് മലക്കുകൾ പറയുന്നത്, അവർ നരകത്തിൽ നിന്ന് അഭയം തേടുന്നുണ്ട്. അല്ലാഹു നമ്മളെ നരകലോകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാവട്ടെ. അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, യാ മലായികതി, എന്റെ മലക്കുകളെ, നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ,
നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, ഇവിടെ ഒരുമിച്ചു കൂടിയ ആളുകൾക്ക് ഞാനിതാ സകലമാന ചെറുദോഷങ്ങളും പുറത്തു കൊടുത്തിട്ടുണ്ട്. ഇൽമിന്റെ സദസ്സിലേക്ക് വന്നവർ, വഅലിന്റെ സദസ്സിലേക്ക് വന്നവർ, ദിക്റിന്റെ മജ്ലിസിലേക്ക് വന്നവർ, സ്വലാത്തിന്റെ മജ്ലിസിലേക്ക് വന്നവർ, അവരുടെ തെറ്റുകുറ്റങ്ങൾ ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് അല്ലാഹു തആല മലക്കുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുമെന്ന് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയട്ടെ, ഉറക്കെ പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ഇതിനപ്പുറം പറയാൻ എനിക്ക് സൗണ്ട് കിട്ടുന്നില്ല, അതുകൊണ്ട് ഓപ്പണാക്കി തന്നാലേ ചെയ്യാൻ പറ്റൂ. എന്താ ഇൻഷാ അല്ലാഹ് നിങ്ങൾ സഹകരിക്കുക, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ ഹബീബ് പറഞ്ഞു, സ്വഹീഹായ ഹദീസാണ്, സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. ഇങ്ങനൊരു വഅലിന്റെ സദസ്സിലേക്ക് വന്നു, ഒരു ലക്ഷ്യം വേണ്ട, കുറക്കുന്നുണ്ട് കേട്ടോ, ടൈം പോകുന്ന പോലെ കുറഞ്ഞു അല്ലേ ഫീൽ ചെയ്യുന്നില്ലേ, ടൈം പോകും പോലെ കുറഞ്ഞു പോകുന്നുണ്ടല്ലോ, ദേഷ്യമുണ്ടൊന്നുമില്ലല്ലോ. അങ്ങനെയാണ് ചില സ്ഥലത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവും. 2 വിഭാഗം പരിപാടി നടത്തുമ്പോൾ ഒരു വിഭാഗം ഉണ്ടാവുമ്പോൾ ഉഷാറാക്കും, പിന്നെ ഒരു വിഭാഗം ആകുമ്പോൾ കുറച്ചു വെക്കും, അങ്ങനെയൊക്കെ നടക്കാറുണ്ട് വഅലിന്റെ സദസ്സിൽ. അങ്ങനൊന്നുമില്ലല്ലോ ഇൻഷാ അല്ലാഹ്. അപ്പോ എന്ത് ചെയ്യാ, അല്ലാഹു തആല ഒന്നും തീരില്ല. ഇതൊക്കെ ഇതൊന്നും വർക്ക് ചെയ്യില്ല. 3 ബോക്സ്, ഇവിടെ ഒരു ബോക്സ്, ഇവിടെ ഉണ്ട്, ഇവിടെ 3 ബോക്സ് ഉണ്ട്, ഇതൊന്നും വർക്ക് ചെയ്യേ. ആദ്യമായിട്ട് വരാണ് ഈ ഭാഗത്ത് അല്ലെ, എപ്പോഴും വരുന്ന ആളാണെങ്കിൽ കുഴപ്പമില്ല. അദ്ദേഹമായിട്ട് വന്നിട്ട് ഇവിടെ കാസർഗോഡ് വന്നിട്ട് വേദം പറയാതെ പോയി എന്ന് പറഞ്ഞ മോശം. ഏതായാലും സഹകരിക്കും എല്ലാവരും. എന്ത് ചെയ്യാം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നെ ഉറക്കെ പറഞ്ഞാ പിന്നെ നാളെ മുതൽ റെസ്റ്റ് ആയിരിക്കും, തൊണ്ട അനക്കാൻ പറ്റൂല. നാളെ വേദമുണ്ട് വളാഞ്ചേരിയില്, ഇനി ഏകദേശം പെരുന്നാൾ വരെ കണ്ടിന്യൂ വേദമാണ്. പിന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി മൈക്ക് ചതിച്ച് നമ്മളിങ്ങനെ ഒച്ച വെച്ചാൽ പിന്നെ നാളുള്ള വേദിയിൽ അങ്ങനെ കാണിക്കേണ്ടി വരും. അതുകൊണ്ട് ഓവർ സൗണ്ട് എടുക്കാൻ ഏതായാലും പറ്റൂല. ഇൻഷാ അല്ലാഹ് സഹകരിച്ചാൽ നമ്മൾക്ക് ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ മലക്കുകൾ അല്ലാഹുവിനോട് പറയുന്നു, പടച്ച ഇങ്ങനെ നിന്നോട്ട് ഇത്ര മതി, ഒന്നും തൊടണ്ട, ഇങ്ങനെ മതി. മലക്കുകൾ അല്ലാഹുവിനോട് പറയുന്നു, പടച്ച റബ്ബേ, നിന്നോട് സ്വർഗം ചോദിക്കുന്നു, നിന്നോട് നരകത്തിൽ നിന്ന് അഭയം തേടുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് പടച്ച റബ്ബ് പറയുന്നത്, യാ മലായികതി, എന്റെ മലക്കുകളെ, നിങ്ങളെ ഞാൻ സാക്ഷി നിർത്തിക്കൊണ്ട് പറയാണ്, അന്നി ഖദ് ഗഫർതു ലഹും, അവരുടെ തെറ്റുകുറ്റങ്ങൾ ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന്. മലക്കുകൾ ചോദിച്ചു, റബ്ബേ, അവിടെ എല്ലാവരും ബഅദ കേൾക്കാൻ വേണ്ടി വന്നവരല്ല, എല്ലാവരും നിന്നോടുള്ള താല്പര്യത്തിൽ വന്നവരല്ല, എന്തൊക്കെയോ വ്യക്തി താല്പര്യങ്ങൾ, മാനസിക ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് കടന്നു വന്നവരാണ് അവിടെയുള്ള പല ആളുകളും. അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, ഹുമുൽ ഖൗമു ലാ യഷ്ഖാ ജലീസുഹും, മലക്കുകളെ ഇവിടെ ഇരുന്ന ഒരാളും പരാജയപ്പെടൂല എന്ന് അല്ലാഹു വാഗ്ദാനം നൽകുന്നത്. ഇത് സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇത് സംഭവിക്കുമെന്ന കാര്യം മുഅ്മിനായ ആളുകൾ വിശ്വസിച്ചിരിക്കണം. അപ്പൊ ഈ ഒരു സദസ്സ് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോഴേക്കും നമ്മുടെ സകലമാന തെറ്റുകുറ്റങ്ങളും അല്ലാഹു, ചെറുദോഷങ്ങളൊക്കെ അല്ലാഹു പുറത്തു തന്നിട്ടുണ്ടാകും. പിന്നെ ബാക്കിയുള്ളത് വൻദോഷങ്ങളാണ്. അതിലേക്ക് അല്ലാഹുവിനോട് കൈ ഉയർത്തി ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു പുറത്തു തരും. മലക്ക് അല്ലാഹുവിനും ഇബ്ലീസ് അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹുവേ, എന്നെ അവൻ വഴിപിഴപ്പിച്ചത് കാരണം ലഅഖുദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. അല്ലാഹു പറയാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ, സുമ്മ ലആതിയന്നഹും, അവരുടെ മുൻഭാഗത്തിലൂടെ ഞാൻ കടന്നുവരും, അവരുടെ മുന്നിലൂടെ, അവരുടെ പിന്നിലൂടെ, അവരുടെ ഇടതുവശത്തിലൂടെ, അവരുടെ വലതുവശത്തിലൂടെ ഞാൻ കടന്നുവരും. എന്നിട്ടോ സുമ്മ ലആതിയന്നഹും, എല്ലാ ഭാഗങ്ങളിലൂടെയും നാനാഭാഗങ്ങളിലൂടെയും അവരിലേക്ക് ഞാൻ കടന്നുവരും. എന്നിട്ട് ഞാൻ അവരെ വഴികേടിലേക്ക് നയിക്കുമെന്ന് അല്ലാഹുവിനോട് ഇബ്ലീസ് പറയുമ്പോഴാണ് അല്ലാഹു പറയുന്നത്, ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ, നിങ്ങളെയും നിങ്ങളിൽ വിശ്വസിച്ച സകലമാന മനുഷ്യന്മാരെയും അല്ലാഹു നരകത്തിൽ നിറക്കുമെന്ന് അല്ലാഹു പറയുകയാണ്. എന്നിട്ട് ആദം നബി അലൈഹിസ്സലാം
അലൈഹിസ്സലാമിനെ വിളിച്ചു. വയാ ആദമുസ്കുൻ അൻത വസൗജുകുൽ ജന്ന, ആദം നബിയെ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും സ്വർഗ്ഗത്തിൽ താമസിക്കാം. ഉസ്കുൻ അൻത വസൗജുകുൽ ജന്ന വകുലാ മിൻ ഹൈതു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. നിങ്ങൾ ആ കാണുന്ന മരത്തിലേക്ക് അടുക്കാൻ പാടില്ല, അങ്ങനെ അടുത്തുപോയാൽ നിങ്ങൾ വഴിപിഴച്ചവരിൽ ആയിപ്പോകുമെന്ന് അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനോട് ഉണർത്തുകയാണ്. അപ്പോഴാണ് പിശാച് ഒന്നാമത്തെ തെറ്റുമായി കടന്നു വരുന്നത്. ആദ്യത്തെ തെറ്റ് മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കാൻ. നിങ്ങളുടെ 4 ഭാഗത്തു നിന്നും ഞാൻ ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചു. എന്നിട്ട് മനുഷ്യനെ വഴിപിഴപ്പിക്കാൻ വേണ്ടി ഒന്നാമത്തെ പ്രവർത്തനം തുടങ്ങുന്നു, ഉദ്ഘാടനം കുറിക്കുന്നു ആദം നബി അലൈഹിസ്സലാമിനെ കൊണ്ട്. فوسوس لهما الشيطان ليبدي لهما ما ولي عنهما من سوآتهما وقال ما نهاكما ربكما عن تلكما الشجرة عن هذه الشجرة إلا أن تكونا ملكين أو تكونا من الخالدين. അതിലേക്ക് അടുക്കണ്ട എന്നല്ലാഹു പറഞ്ഞത്, അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചാൽ നിങ്ങൾ മലക്കുകളാകുമോ എന്നല്ലാഹുവിന് ഭയമുള്ളതുകൊണ്ടാ. ആ മരത്തിന്റെ ഖനി, അതിന്റെ ഫലം നിങ്ങൾ കഴിക്കണ്ട എന്നല്ലാഹു പറയാനുള്ള കാരണം, നിങ്ങൾ അതിൽ നിന്ന് കഴിച്ചാൽ സ്വർഗലോകത്ത് ശാശ്വതരായി ജീവിക്കേണ്ടി വരുമെന്ന് അല്ലാഹുവിന് ഭയമുണ്ട്. അതുകൊണ്ടാണ് കഴിക്കണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ കഴിച്ചോ, നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾക്ക് സ്വർഗലോകത്ത് ശാശ്വതമായി ജീവിക്കാം. ഇസ്തിഖാമ ഈ വേള ഒഴിവാക്കണേ കഴിഞ്ഞ ഉടനെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ബോധം നൽകുമാറാവട്ടെ. ഏതായാലും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, ഒന്നാമത്തെ പിഴപിഴപ്പിക്കൽ തുടങ്ങി, അന്നു മുതൽ തുടങ്ങിയതാണ്. ഇന്ന് വരെ നന്മയിൽ നിന്ന് തിന്മയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പിശാചിന്റെ ശല്യങ്ങളുണ്ട്. അതാണ് അല്ലാഹു പറഞ്ഞത്, നേരത്തെ ഓതി വെച്ച ഹദീസ്, ഇദാ റഅയ്തല്ലാഹ യുഅതിൽ അബ്ദ മാ യുഹിബ്ബു. അടിമയ്ക്ക് ഇഷ്ടമുള്ളതെല്ലാം അല്ലാഹു കൊടുക്കാൻ തുടങ്ങി. എന്ത് വേണമെങ്കിലും അവന്റെ കയ്യിൽ 2 മൊബൈൽ ഫോണുകളുണ്ട്, മനോഹരമായ വാഹനങ്ങളുണ്ട്, അമ്പരചുംബികളായ വീടുകളുണ്ട്, നല്ല ജോലിയുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, എല്ലാമുള്ള ഒരാൾ തെറ്റിൽ തന്നെ അവൻ വ്യാപൃതനാവുന്നതായി നിങ്ങൾ കാണാൻ സാധിച്ചാൽ, അള്ളാഹുവിന്റെ അനുഗ്രഹം ഉപയോഗിച്ച്, അള്ളാഹു നൽകിയ സൗന്ദര്യം ഉപയോഗിച്ച്, അള്ളാഹു നൽകിയ ആരോഗ്യം ഉപയോഗിച്ച്, അള്ളാഹു നൽകിയ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ തെറ്റിൽ വ്യാപൃതരാവുന്നത് കണ്ടാൽ ഉടനെ നിങ്ങൾ കരുതണം, അത് തമാശയല്ല, അള്ളാഹു അവന് അപകടം നൽകുന്നതിന്റെ സൂചനയാണത്. അള്ളാഹുവിനെ കൊല്ലുവാനും അള്ളാഹുവിന് ശക്തമായ ശിക്ഷകൾ നൽകുന്നതിന്റെ സൂചനയാണ് അതെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുകയാണ്. എന്നിട്ടാണ് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ ഒരു പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ നമ്മൾ കോതിത്തരുന്നത്. വലഖദ് അർസൽനാ ഇലാ ഉമമിൻ ഖബ്ലിക ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വൽ ളറാ ലഅല്ലഹും യതളറഊൻ. അല്ലാഹു നമ്മുടെ മുൻകഴിഞ്ഞു പോയ സമൂഹങ്ങൾക്ക് ഒരുപാട് ശിക്ഷകളും പരീക്ഷണങ്ങളും നൽകിയത് വെറുതെയല്ല, അവർ പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണ്. നമ്മൾക്ക് മുമ്പിൽ കഴിഞ്ഞുപോയ ആളുകളുടെ കാലങ്ങളിൽ ഭൂകമ്പങ്ങൾ ഉണ്ടായത്, വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായത്, കൊടുങ്കാറ്റുകൾ ഉണ്ടായത്, ശക്തമായ ഇടിനാദങ്ങൾ ഉണ്ടായത്, ഒരുപാട് രോഗങ്ങൾ അല്ലാഹു നൽകിയത്, മാറാ രോഗങ്ങൾ അല്ലാഹു നൽകിയത് വെറുതെയല്ല. ലഅല്ലഹും യതളറഊൻ. ഈ അദാബുകൾ കാണുമ്പോ, ഈ ശിക്ഷകൾ കാണുമ്പോ അവരൊന്ന് നന്മയിലേക്ക് കടന്നു വരുമല്ലോ എന്ന് അവർക്ക് ഉണർത്താൻ വേണ്ടിയാണ് ശിക്ഷകൾ നൽകിയത്. അല്ലാഹു എന്തിനാണ് ശിക്ഷകൾ നൽകുന്നത്? നമ്മളെ നശിപ്പിക്കാനല്ലല്ലോ. നമ്മൾക്ക് അല്ലാഹു നൽകിയ ശിക്ഷയെ കാണുമ്പോൾ മറ്റുള്ള ആളുകൾ അത് കണ്ട് പഠിക്കണം. അല്ലാഹു അവർക്ക് ശിക്ഷ നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളും പഠിക്കണമല്ലോ. ആ ഒരു അദാബ് അല്ലാഹു നമ്മൾക്ക് നൽകുമല്ലോ. തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. എന്തിനാണ് അല്ലാഹു മരണത്തെ സൃഷ്ടിച്ചത്? എന്തിനാണ് അല്ലാഹു ജീവിതത്തെ സൃഷ്ടിച്ചത്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ.
അല്ലെങ്കിൽ അള്ളാഹുവിന് എല്ലാവരെയും ഒന്നിച്ച് ജീവിച്ചുകൂടായിരുന്നു? ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ ആളുകളെയും ഈ ഭൂമിയിൽ ഒന്നിച്ച് ജീവിപ്പിക്കുകയും ഒന്നിപ്പിച്ച് മരിക്കുകയും ചെയ്യാമായിരുന്നില്ലേ? ഒന്നിച്ച് മരിപ്പിക്കുകയും ചെയ്യാമായിരുന്നില്ലേ? എന്തേ അള്ളാഹു അങ്ങനെ ചെയ്യാത്തത്? ഒരു വീട്ടിലുള്ള കുടുംബങ്ങളെ ഒന്നിച്ച് നശിപ്പിക്കാത്തത്? ഉപ്പ മരിക്കുമ്പോൾ മകൾ പ്രസവിക്കുന്നു, ആ ഉമ്മ മരിക്കുമ്പോൾ അടുത്ത ആൾ ഇങ്ങനെ പ്രസവിക്കുന്നു, മരണം എല്ലാവരും കാണുന്നു, ജനനം എല്ലാവരും കാണുന്നു. എന്തിനാണിത്? ലിയബ്ലുവകും അല്ലദീ ഖലഖൽ മൗത, മരണത്തെ അല്ലാഹു സൃഷ്ടിച്ചത്, വൽ ഹയാത്ത്, ജീവിതത്തെ അല്ലാഹു സൃഷ്ടിച്ചത്, ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും വേണ്ടിയാണ് അല്ലാഹു മരണത്തെയും അല്ലാഹു ജീവിതത്തെയും സൃഷ്ടിച്ചത് എന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുൽക്കിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. മരണം കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഞാനും മരിക്കേണ്ടവനാണല്ലോ. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഞാനും ഇതേപോലെ ജനിച്ചു വീണതല്ലേ, എന്റെ ഉമ്മ എത്ര പ്രയാസം സഹിച്ചിട്ടുണ്ടാകും, എന്റെ ഉപ്പ എത്ര കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ടാകും എന്നയാൾ മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ജനനത്തെയും മരണത്തെയും അല്ലാഹു നമ്മൾക്ക് സൃഷ്ടിച്ചു തന്നത്. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നു, ലഅല്ലഹും യതളറഊൻ, നിങ്ങൾക്ക് ഒന്ന് താണുകേണ് അല്ലാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു ശിക്ഷകൾ നൽകിയത്, സൂര്യാഘാതങ്ങൾ നൽകി. ഇന്ന് നമ്മൾ വായിച്ചു, കോഴിക്കോട് നമ്മുടെ കേരളത്തിൽ ഒരു സഹോദരൻ ബൈക്കിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്റെ തലയിലുള്ള ഹെൽമെറ്റ് ഉരുകി അതിൽ നിന്ന് വെള്ളം വന്നുകൊണ്ട് തന്റെ മുഖവും തന്റെ ശരീരവും പൊള്ളലേറ്റപ്പോഴാണ് ഹെൽമെറ്റ് ഒന്ന് എടുത്ത് തുറന്നു നോക്കുമ്പോൾ ഹെൽമെറ്റ് പോലും ഒഴുകിത്തീർന്നിട്ടുണ്ട്. വെയിലിന്റെ താപം കാരണം, വെയിലിന്റെ ചൂട് കാരണം, സൂര്യാഘാതം കാരണം കോഴിക്കോട് ജില്ലയിൽ നിന്ന് 2 പേര് മരിച്ചൊരു വാർത്ത ഇപ്പൊ ഞാൻ വായിച്ചതേയുള്ളൂ. സൂര്യാഘാതങ്ങൾ, സൂര്യതാപങ്ങൾ, ശക്തമായ തീക്കാറ്റുകൾ എന്തിനാണ് അല്ലാഹു തന്നത്? പഠിക്കാൻ വേണ്ടിയാണ് നമ്മളെ പോലെയുള്ള ആളുകൾ. ലഅല്ലഹും യതളറഊൻ, ഇതൊക്കെ കാണുമ്പോ മുഅ്മിനീങ്ങളായ ആളുകൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചുകൊണ്ട് മടങ്ങേണ്ടതുണ്ട്, അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലാഹുവിനെ തിരിച്ചറിയേണ്ടതുണ്ട്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ തളറഊ, എന്റെ അപകടങ്ങൾ, ഞാൻ നൽകുന്ന ശിക്ഷകൾ അവരിലേക്ക് കടന്നു വരുമ്പോ അവർക്കൊന്ന് വിനയം കാണിച്ചുകൂടാമായിരുന്നില്ലേ? അവർക്കൊന്ന് എന്നെ മനസ്സിലാക്കാമായിരുന്നില്ലേ? വലാകിൻ ഖസത് ഖുലൂബുഹും, പക്ഷേ അവരുടെ ഹൃദയങ്ങൾ എന്തായി? കടുത്തമുള്ള ഹൃദയമായി പോയി, കഠിനമായ ഹൃദയമായി പോയി അവരുടെ ഹൃദയങ്ങൾ. എത്ര വഅദ പറഞ്ഞാലും മാറ്റം വരൂല, എത്ര ഉപദേശങ്ങൾ തന്നാലും മാറ്റം വരൂല. ഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. വസയ്യന ലഹുമുശ് ശൈത്വാനു അഅമാലഹും, അല്ലാഹു അവരുടെ അമലുകൾ, പിശാച് വന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് എന്ന് നമ്മളെ തോന്നിപ്പിച്ചു തരികയാണ്. നമ്മളടുത്തേക്ക് പിശാച് വന്നിട്ട് പറയാ, നീ ചെയ്യുന്നതൊക്കെ ശരിയാണ്, അതുകൊണ്ടല്ലേ നമ്മളൊക്കെ ന്യായീകരിക്കുക. നമ്മൾ ഓരോ ആളുകളും നമ്മൾ ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിക്കുകയാണ്. ഞാൻ ചെയ്തത് ശരിയാണ്, എന്നാൽ എന്ന കാരണത്താൽ ചെയ്തതാണ്, ന്യായീകരിക്കുന്നു. എന്തേ? സയ്യന ലഹുമുശ് ശൈത്വാനു അഅമാലഹും, അവരുടെ അമലുകൾ പിശാച് അവർക്ക് ഭംഗിയാക്കി കാണിച്ചു കൊടുത്തു. അതിന്റെ ന്യായീകരണങ്ങൾ അവർക്ക് പിശാച് നൽകാണ്. പക്ഷെ ഇവിടെ ആരാണ് വിജയിക്കുക? പിശാചിനെ ആരാണ് ദൂരീകരിക്കുന്നത്? പിശാചിൽ നിന്ന് ആരാണ് അകലുന്നത്? അവർക്കേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഞാൻ വരുന്നത് സോഷ്യൽ മീഡിയ എന്നൊരു വിഷയത്തിലേക്കാണ്. സയ്യന ലഹുമുശ് ശൈത്വാനു അഅമാലഹും, അല്ലാഹു സയ്യന ലഹുമുശ് ശൈത്വാനു മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനെ ഭംഗിയാക്കി പിശാച് അവർക്ക് കാണിച്ചു കൊടുത്തു. സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കുന്നവർ എപ്പോ നോക്കിയാലും ഓൺലൈൻ തന്നെ. 12 വയസ്സുള്ള കുട്ടി രാത്രി 2 മണിക്കും 1 മണിക്കുമൊക്കെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് മെസ്സേജ് അയക്കുക, സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് മെസ്സേജ് അയക്കുക. 12 വയസ്സുള്ള കുട്ടി രാത്രി 2 മണിക്ക്. നമ്മുടെ സഹോദരിമാർ, പെൺകുട്ടികളൊക്കെ ആർക്കൊക്കെയോ കിട്ടുന്ന നമ്പറുകളിലേക്കൊക്കെ മെസ്സേജ് അയച്ച് രാത്രി ഇങ്ങനെ ഉറങ്ങാതെ സമയം ചെലവഴിക്കുക. ഇതൊക്കെ തെറ്റില്ലല്ലോ, ഇതിലെന്താണ് കുഴപ്പമെന്ന് നമ്മുടെ ആളുകൾക്ക് തോന്നാൻ തുടങ്ങി. അത് കൈകൊണ്ടുള്ള 2 അനക്കമല്ലേ, മൂവ്മെന്റ് അല്ലേ, വിരലിന്റെ അനക്ക, ഇപ്പൊ എന്താ കുഴപ്പം? അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയല്ലേ? അങ്ങനെ ചോദിക്കാറുണ്ട് കുട്ടികളൊക്കെ. സാർ, അത് ചാറ്റ് ചെയ്താൽ കുഴപ്പമുണ്ടോ? ശബ്ദം ഔറത്താണെന്ന് അഭിപ്രായമുണ്ട്, കാണലോ ഹറാമാണ്, പക്ഷെ ചാറ്റിങ്ങിൽ ഇപ്പൊ എന്താ കുഴപ്പം? അത് വിരലിങ്ങനെ അനക്കി ഇങ്ങനെ വിരലണിക്കാൻ കുഴപ്പമുണ്ടോ? അങ്ങനൊക്കെ ചോദിക്കും. സയ്യന ലഹുമുശ് ശൈത്വാനു അഅമാലഹും, അവരുടെ പ്രവർത്തനം പിശാചവർക്ക് ഭംഗിയാക്കി കാണിച്ചു കൊടുക്കും. അതിനവർ മുടന്ത ന്യായങ്ങൾ കണ്ടെത്തും. ചാറ്റിംഗ് ഒക്കെ ഹറാം തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല.
فلما نسوا ما ذكروا به فتحنا عليهم أبواب كل شيء. അല്ലാഹു പറയാണ് ഫലമ്മാ നസൂ, അല്ലാഹുവിനെ മറക്കാൻ തുടങ്ങുമ്പോൾ, അല്ലാഹുവിനോടുള്ള ആ ഒരു ആത്മീയമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടാൻ തുടങ്ങുമ്പോ, ചഞ്ചലമായ വിശ്വാസം തകരാൻ തുടങ്ങുമ്പോ അല്ലാഹു നമ്മൾക്ക് നൽകുന്നത് ശിക്ഷയല്ല, അവന്റെ സൗകര്യങ്ങളാണ്. ഫലമ്മാ നസൂ മാ ദുഃഖിറൂ, അല്ലാഹുവിന്റെ ഉപദേശങ്ങൾ, അല്ലാഹു നൽകിയ സാരോപദേശങ്ങൾ, അല്ലാഹു നൽകിയ നിയമങ്ങളൊക്കെ മറക്കാൻ തുടങ്ങുമ്പോൾ ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈ, എല്ലാ സൗകര്യങ്ങളുടെ വാതായനങ്ങൾ ഞങ്ങൾ അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുമെന്ന് അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. എന്ത് വേണം? മൊബൈൽ വേണോ? സ്മാർട്ട് ഫോൺ, ഐഫോൺ 6 വേണമെന്ന് പറയുമ്പോൾ 6 ലഭിച്ചു. 6+ വേണമെന്ന് പറയുമ്പോൾ അതും ലഭിച്ചു. ബുള്ളറ്റ് വേണമെന്ന് പറയുമ്പോൾ അതും ലഭിച്ചു. വലിയ വലിയ വാഹനങ്ങൾ ലഭിച്ചു. മനോഹരമായ ജോലി ലഭിച്ചു. ഒരുപാട് കാമുകിമാർ, ഒരുപാട് കാമുകന്മാർ, ഒരുപാട് ചങ്ങാതിമാർ, ഒരുപാട് ശിങ്കിടികൾ, ഒരുപാട് കൂട്ടുകാർ. ഇതൊക്കെ എപ്പോഴാണ് അല്ലാഹു നൽകുന്നതെന്നറിയോ? ഫലമ്മാ നസൂ മാ ദുഃഖിറൂ ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈ. അല്ലാഹുവിനെ മറക്കാൻ തുടങ്ങുമ്പോൾ സൗകര്യങ്ങളുടെ വാതായനങ്ങൾ, സൗകര്യങ്ങളെല്ലാം അല്ലാഹു തുറന്നു കൊടുക്കും. ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതു, അങ്ങനെ ഞാൻ നൽകിയ സൗകര്യങ്ങളിലൂടെ, ഞാൻ നൽകിയ ഉപകരണങ്ങളിലൂടെ അവരിങ്ങനെ സുഖിക്കാനും ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനും തുടങ്ങുമ്പോ അല്ലാഹു പറയുന്നു അഖദ്നാഹും ബഗ്ത, അല്ലാഹു പെട്ടെന്നൊരു പിടിപിടിക്കുകയും അവന്റെ ഭയാനകമായ ശിക്ഷകൾ നമ്മളിലേക്ക് ഇറക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്, അല്ലാഹുവിന്റെ പിടുത്തം അത് ഭയാനകമായ പിടുത്തമാണല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള ശിക്ഷയെ ഓർത്തുകൊണ്ട് തോന്നിവാസങ്ങളിലേക്കോ തിന്മകളിലേക്കോ പോവാതെ നമ്മൾ സൂക്ഷിക്കുക. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അന്ത്യനാളെടുക്കുമ്പോ അതിന്റെ ചില ലക്ഷണങ്ങൾ, അതിന്റെ ചില സൂചനകൾ അല്ലാഹു പറയുന്നുണ്ട്. രാത്രിയുടെ ഇരുട്ടിങ്ങനെ വർദ്ധിക്കുന്നത് പോലെ, രാത്രിയുടെ ശക്തി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ മനുഷ്യ മനസ്സിലേക്ക് ഫിത്നകൾ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി കടന്നു വരും. ബാദിറൂ, അതുകൊണ്ട് നിങ്ങൾ നന്മ ചെയ്യണേ, നന്മയെ നിങ്ങൾ പിന്തിപ്പിക്കല്ല. ബാദിറൂ ബിൽ അഅമാലി ഫിത്ന, ഫിത്നകളെ നിങ്ങൾ കാത്തിരിക്കല്ല. രാത്രിയുടെ ഇരുട്ടുകൾ ശക്തി പ്രാപിക്കുന്നത് പോലെ ഫിത്നകളുടെ ശക്തികൾ പ്രാപിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് അല്ലാഹു പറയുന്നു, അല്ലാഹു തആല പറയുന്നു, യുസ്ബിഹുർ റജുലു മുഅ്മിനൻ വയുംസി കാഫിറാ. സുബഹിക്ക് ജമാഅത്തിന് വന്ന ഒരു ചെറുപ്പക്കാരൻ വൈകുന്നേരമാകുമ്പോൾ കാഫിറായി പോകുന്നൊരവസ്ഥ അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബഹിക്ക് പള്ളിയിലേക്ക് ജമാഅത്തിന് വന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ മഗ്രിബിന് മുമ്പ് കാഫിറായി പോകും. നമ്മൾ വായിച്ചുവല്ലോ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ തോക്ക് വെക്കാനുള്ള ലൈസൻസിന് വേണ്ടി മതം മാറി എന്നൊരു വാർത്ത. സുബഹിക്ക് പള്ളിയിൽ പോയിട്ടോ വീട്ടിലോ വെച്ചോ നിസ്കരിച്ച ആളാണ്. പക്ഷേ ഏതോ ഒരു റിവോൾവറിന്റെ, ഏതോ ഒരു തോക്കിന്റെ ലൈസൻസിന് വേണ്ടി മഗ്രിബിന് മുമ്പ് തന്നെ ഇസ്ലാം മാറുകയും മറ്റുള്ള മതങ്ങളിലേക്ക് ചേക്കേറുകയും ചെയ്യുന്നവർ, കാമുകിക്ക് വേണ്ടി മതം മാറുന്നവർ, കാമുകന്മാർക്ക് വേണ്ടി മതം മാറുന്നവർ, സുബഹിക്ക് അവർ നിസ്കരിച്ചവരാണ്, ഒരു പക്ഷേ ഖുർആൻ ഓതിയവരാണ്. സുബഹിക്ക് മുഅ്മിനായ ഒരാൾ വൈകുന്നേരമാകുമ്പോൾ കാഫിറായി പോവുകയാണ്. ബക്കറ്റ് ഉണ്ടെങ്കിൽ വേഗം പിന്നെ കൊടുത്തോളി. ബക്കറ്റില്ലേ? ശരിക്കോട്ടെ, ബക്കറ്റ് ഉണ്ടെങ്കിൽ കൊടുക്കി. പിന്നെ ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിയുമ്പോൾ ആരും ഉണ്ടാവില്ല. ബക്കറ്റൊക്കെ കൊടുക്കുക ഇൻഷാ അല്ലാഹ്. എല്ലാ ആളുകൾ എന്ത് ചെയ്യാം, വളരെ ഭംഗിയായി സഹകരിക്കുക. ഒരുപാട് ചെലവുണ്ടാകും. എത്ര വാട്സപ്പ്? 10,000 വാട്സപ്പ് ഉണ്ടാകും. 5,000 വാട്സപ്പിൽ 1.5 ലക്ഷത്താക്കി 10,000 ഇൻഷാ അല്ലാഹ്. ബക്കറ്റ് വരുന്നുണ്ട്. നല്ല ഉഷാറായിട്ട് സഹകരിച്ചു കൊടുക്കരുത്. 100എങ്കിലും മിനിമം ഇട്ട് കൊടുക്കുക. എല്ലാവരും മിനിമം ഇട്ടോ. മിനിമം ഒരു 100 ഇട്ട് കൊടുക്കുമ്പോൾ തലക്ക് കേൾക്കുന്നുണ്ടല്ലോ അടച്ചോനെ. 100 ഇട്ട് കൊടുക്കാനൊക്കെ പ്രയാസമുള്ള ആളുണ്ടോ? മത്തിക്ക് വരെ 160 രൂപയാണ് 1 കിലോ മത്തിക്ക്. പിന്നെ ചെറുനാരങ്ങ ഉണ്ടല്ലോ, അതിനെത്ര? 1 കിലോഗ്രാമിന് 140. അതൊക്കെ വില കൂടി വരിക. ഇതൊക്കെ നമ്മൾ വാങ്ങുന്നുണ്ട് ദിവസവും. പക്ഷെ ബക്കറ്റ് വരുമ്പോൾ ഒരു 10 രൂപ ഇട്ട് കൊടുക്കാൻ അർത്ഥമുണ്ടോ? ഒരർത്ഥമില്ല.
ജ്യൂസ് കുടിക്കുന്നതിലും നമ്മുടെ ഹോട്ടലുകളിലും ബേക്കറികളിലും പോയി 50, 100, 200, 500 ചെലവഴിച്ച് അൽഫാമും ഷവായും കഴിക്കുമ്പോൾ ഒരു വിഷമമില്ല. ബക്കറ്റിൽ 100 ഇട്ട് കൊടുക്കുമ്പോൾ വിഷമം. അതൊക്കെ ഒഴിവാക്കുക. അവിടെ കൊടുക്കാനുള്ള അതേ മനസ്സ് ബക്കറ്റ് വരുമ്പോഴും നമ്മൾക്കുണ്ടാവുക. എങ്കിലേ ജീവിതത്തിന് അർത്ഥമുള്ളൂ. നന്മയിലേക്ക് ചെലവഴിക്കുമ്പോൾ സന്തോഷം വേണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നമ്മൾ ചർച്ച ചെയ്തു വന്നത് സുബഹി നിസ്കാര സമയത്ത് രാവിലെ ഒരാൾ എണീറ്റതൊരു മുസ്ലിമായിട്ടാണ്, പക്ഷെ വൈകുന്നേരം ആകുമ്പോഴേക്കും അയാൾ കാഫിറായി പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തൊരു സഹാബിയുടെ ചരിത്രം പറയുന്നുണ്ട്. സഹാബിയല്ല, ഒരു സഹോദരന്റെ ചരിത്രം. മഹാന്മാരായ അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം ഷാമിലേക്ക് ഒരു യുദ്ധത്തിന് വേണ്ടി പറഞ്ഞയച്ചതാണ്. യുദ്ധത്തിന് വേണ്ടി പോയതാണ്. സ്വഹാബാക്കളായ ഒരുപാട് സംഘം അങ്ങനെ ഷാമുകാരായ ക്രൈസ്തവരായ സമൂഹവുമായിട്ട് രണാങ്കണത്തിലേക്ക് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിച്ചെല്ലുമ്പോ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു ചെറുപ്പക്കാരന് ശത്രുക്കളുടെ ബാൽക്കണിയിൽ ഒരു സുന്ദരിയായ പെണ്ണിനെ കാണാനിടയായി. ആ പെണ്ണിന്റെ ഭംഗി കണ്ടപ്പോൾ അതിൽ ആകൃഷ്ടനായി. ബാൽക്കണിയിൽ ഒരു പെണ്ണിരിക്കുന്നുണ്ട്. ആ പെണ്ണിങ്ങനെ വീക്ഷിക്കുന്നുണ്ട്. അപ്പോഴാണ് മുസ്ലിം സമൂഹത്തിൽപ്പെട്ട സൈന്യത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരന് ആ പെണ്ണിനോട് താല്പര്യം വരുന്നത്. അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഖൈഫൽ വുസൂലു ഇലൈഹാ, എങ്ങനെയാണ് ആ പെണ്ണിനൊന്ന് ലഭിക്കുക? ശത്രുപാളയത്തിന്റെ ബാൽക്കണിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സുന്ദരിയായ ഒരു പെണ്ണിനെ എങ്ങനെയാണ് എനിക്ക് ലഭിക്കുക എന്നയാൾ ആ മുസ്ലിം സൈന്യത്തിന്റെ അടുത്ത് നിന്ന് ചോദിക്കുമ്പോഴാണ് ആ പെണ്ണ് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞത്, നീ ക്രിസ്ത്യാനിയായാൽ, ഇസ്ലാം മതം വലിച്ചെറിഞ്ഞ് ക്രൈസ്തവതയിലേക്ക് നീ കടന്നു വന്നാൽ ഞാൻ നിനക്കുള്ളതാ. എന്നെ വേണോ എങ്കിലും മതം മാറിക്കോ. അപ്പോഴേക്കും മുസ്ലിമായിരുന്ന മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ സഹാബാക്കളുടെ കൂട്ടത്തിൽ യുദ്ധത്തിന് വന്നൊരു ചെറുപ്പക്കാരൻ അദ്ദേഹം ഒരു കുരിശണിയുകയും ക്രൈസ്തവ മതത്തിലേക്ക് ചേക്കേറുകയും ആ പെണ്ണിനെ കല്യാണം കഴിക്കുകയും ചെയ്തൊരു സംഭവം നമ്മുടെ മുസ്ലിം ചരിത്ര ലോകത്ത് കാണപ്പെടാൻ സാധിക്കുന്നുണ്ട്. മുസ്ലിമീങ്ങൾക്കൊക്കെ വേദനയായി, അവർക്കൊക്കെ ടെൻഷനായി, അവർക്കൊക്കെ ദുഃഖമായി. ഒരുപാട് 2, 3, 4 വർഷങ്ങൾക്ക് ശേഷം ആ വഴിയിലൂടെ സഹാബാക്കൾ യാത്ര ചെയ്യുമ്പോ ആ കൊട്ടാരം കാണുമ്പോഴാണ് അവർ ചോദിച്ചത്, ഒരുപാട് കാലം മുമ്പ് ഞങ്ങൾ ഇവിടെ യുദ്ധത്തിന് വന്നപ്പോ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ക്രൈസ്തവ മതത്തിലേക്ക് ചേക്കേറിയ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നല്ലോ, അയാളുടെ കഥ എന്താണ്? അയാൾ എവിടെയാണ്? അപ്പോഴാണ് അയാൾ അകത്തുനിന്ന്, വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അവരോട് സഹാബാക്കൾ ചോദിച്ചു, നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളാണല്ലോ, അൽ ബഖറ മനഃപ്പാഠമാക്കിയ ആളാണല്ലോ, ആലു ഇമ്രാൻ സൂറത്ത് മനഃപ്പാഠമാക്കിയ ആളാണല്ലോ. ഇത് സൂറത്തുൽ ഇഖ്ലാസ് അല്ല, ഖുൽ ഹുവല്ലാഹു അല്ല. എന്താണ്? അൽ ബഖറ സൂറത്തും ആലു ഇമ്രാൻ സൂറത്തും മനഃപ്പാഠമാക്കിയ ആളാണല്ലോ. പക്ഷേ നിങ്ങൾ പഠിച്ചു നിങ്ങളുടെ ഖുർആനെ, നിങ്ങളുടെ അമലുകൾ കൊണ്ട് നിങ്ങൾക്ക് വല്ല നേട്ടമുണ്ടായോ? ഒരുപാട് ഖുർആനിന്റെ ആയത്തുകൾ മനഃപ്പാഠമാക്കിയ ആളല്ലേ നിങ്ങൾ, അതുകൊണ്ട് നിങ്ങൾക്ക് വല്ല നേട്ടമുണ്ടായോ എന്ന് ചോദിക്കുമ്പോഴാണ് ആ ചെറുപ്പക്കാരൻ പറയുന്നത്, ഉൻസീതുഹാ, ഞാൻ പഠിച്ച ഖുർആനിന്റെ എല്ലാ ആയത്തുകളും ഞാൻ മറന്നുപോയിട്ടുണ്ട്. ഇല്ല ആയത്തുൻ വാഹിദ, ഒരൊറ്റൊരു ആയത്തൊഴികെ. എന്താണ് ആയത്തെന്നറിയോ? റുബമാ യവദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. റുബമാ യവദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. സത്യനിഷേധികളായ ആളുകളൊക്കെ ആഗ്രഹിച്ചു പോകുന്ന ഒരു കാലം വരാനുണ്ട്. എന്താണ് അവർ ആഗ്രഹിക്കുന്നത്? ലൗ കാനൂ മുസ്ലിമീൻ, ഞങ്ങൾ മുസ്ലിമായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് സത്യനിഷേധികളായ ആളുകൾ ആഗ്രഹിച്ചു പോകുന്നു എന്നൊരർത്ഥമുള്ള ആയത്തല്ലാതെ മറ്റുള്ള ആയത്തെല്ലാം അയാൾ മറന്നുപോയി. ഖുർആനിൽ 6000 ചില്ലാനും ആയത്തുകളുണ്ടല്ലോ, അതിന്റെ 6000 ചില്ലാനും ആയത്തുകളും മറന്നിട്ട് ഒരൊറ്റൊരു ആയത്ത് മാത്രമാണ് മനസ്സിലുള്ളത്. എന്താണ് ആ ആയത്ത്? റുബമാ യവദ്ദുല്ലദീന കഫറൂ. ഇസ്ലാമിൽ നിന്നൊരു പെണ്ണിന് വേണ്ടിയോ സമ്പത്തിന് വേണ്ടിയോ തോക്കിന്റെ ലൈസൻസിന് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ തോക്ക് ചൂണ്ടുമ്പോഴേക്കും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ മറ്റുള്ള മതങ്ങളിലേക്ക് ചേക്കേറുന്നവർ അവർ ആഗ്രഹിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. കല്യാണത്തിന്റെ മുമ്പോ പിമ്പോ സ്കൂൾ
സ്കൂളിൽ നിന്നോ വീട്ടിൽ നിന്നോ അന്യമതസ്ഥന്റെ കൂടെ ഒളിച്ചോടുന്ന പെണ്ണുങ്ങളൊക്കെ ഒരു കാലത്ത് കൊതിച്ചു പോകുന്ന, ആഗ്രഹിച്ചു പോകുന്ന ഒരു കൊട്ടേഷൻ ഉണ്ട്, ഒരു വാക്കുണ്ട്, ഒരു നിയമമുണ്ട്. എന്താണെന്നറിയോ? ഞങ്ങൾ മുസ്ലിമായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു, വേണ്ടായിരുന്നു ആ 17 വയസ്സുള്ള സമയത്ത് എന്റെ ആ ഒരു നിമിഷത്തെ നൈമിഷിക സുഖത്തിന് വേണ്ടി കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോന്നുവല്ലോ, ഇപ്പോൾ എനിക്ക് വിഷമം വെറുതെയായി പോയി, ഒരു മുസ്ലിമായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവർ ഖേദിക്കുന്ന ഒരു കാലം വരാനുണ്ട്. അത് ദുനിയാവിലുണ്ട്, ആഖിറത്തിലുണ്ട്. അവസാന കാലഘട്ടത്തിൽ അന്ത്യനാൾ നടക്കുമ്പോ നരകത്തിലേക്ക് തുരുതുരാ ശത്രുക്കളായ സത്യവിശ്വാസികളല്ലാത്ത സത്യനിഷേധികളായ ആളുകളെ നരകലോകത്തേക്ക് വലിച്ചെറിയുമ്പോ ഇങ്ങനെ തിന്മ ചെയ്ത് മറ്റുള്ള മതങ്ങളിലേക്ക് ചേക്കേറിയവരൊക്കെ വളരെ വിഷമത്തോടെ നഖം കടിച്ചുകൊണ്ട് വിഷമിക്കുന്ന ഒരു സംഭവമുണ്ട്. ഞങ്ങളൊന്ന് മുസ്ലിമായിരുന്നുവെങ്കിൽ വെറുതെയായി പോയി, ദുനിയാവിലുള്ള സുഖത്തിന് വേണ്ടി മതം മാറിയതൊക്കെ എന്ന് കരുതി വിഷമിക്കുന്നവരോ ആയത്തല്ലാതെ വേറൊരു ആയത്തും എനിക്ക് ഓർമ്മയില്ല എന്ന് ആ മനുഷ്യൻ പറയുന്നൊരു സംഭവം ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, സുബ്ഹി നിസ്കരിച്ചവൻ വൈകുന്നേരമാകുമ്പോഴേക്കും കാഫിറായി. മഗ്രിബിക്ക് വയുംസിർ റജുലു മുഅ്മിനാ, വൈകുന്നേരം മുഅ്മിനായി പള്ളിയിലേക്ക് വന്നവൻ, വൈകുന്നേരം മുഅ്മിനായി പള്ളിയിലേക്ക് വന്നവൻ വയുസ്ബിഹു കാഫിറാ, സുബ്ഹിയാകുമ്പോൾ കാഫിറായി പോയി. ഇല്ല, എത്ര സംഭവങ്ങളുണ്ട്. അങ്ങനൊരു കാലത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നത് എല്ലാവരും സൂക്ഷിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പെട്ടെന്ന് നിർത്തുട്ടോ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ഒന്നെണീറ്റിക്ക് ഇൻഷാ അല്ലാഹ്, ഒന്നെണീറ്റിക്ക് എല്ലാവരും ഒന്നെണീറ്റ് നിൽക്കുക. എന്നിട്ടൊന്ന് കൈയും കാലൊക്കെ കുടഞ്ഞിട്ടൊന്ന് ഇരിക്കുക നോക്കട്ടെ ഇൻഷാ അല്ലാഹ്. ജമ്പിങ് ആണോ? കുടിക്കാൻ വെള്ളം കിട്ടിയില്ല നിങ്ങൾക്ക്? എന്താ വെള്ളം കൊണ്ടിരുന്നുണ്ടല്ലോ. ആര് വെള്ളം കൊടുത്ത ആളാരാണ്? ഓഫറാണോ? ആരെങ്കിലും ഓഫർ ചെയ്താണോ? അല്ലാഹു ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു 3 പ്രാവശ്യം സ്വലാത്ത്. അപ്പൊ ഇൻഷാ അല്ലാഹ് അല്ലാഹു ഞാൻ കുറച്ച് സമയം പറയുന്നുള്ളൂ ഇനി. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇരിക്കുക, ഇനി പോകരുത് ദയവ് ചെയ്തിട്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഖൈർ ചെയ്യട്ടെ, അല്ലാഹു ഖൈർ ചെയ്യട്ടെ. അല്ലാഹു നമ്മൾക്ക് ബോധവും ഈമാനും ഇഖ്ലാസും നൽകുമാറാവട്ടെ. അപ്പൊ അങ്ങനെ ഒരു കാലമാണിത്. ഖാറൂനിനോട് അല്ലാഹു പറയുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു രംഗം നമ്മൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ചിട്ട് അവസാന കാലഘട്ടം വരുമ്പോ ചില സൂചനകൾ അല്ലാഹുവിന്റെ ഹബീബ് നമ്മളോട് സൂചിപ്പിച്ചു തന്നു. ഇദസ്തഹല്ലത്ത് ഉമ്മത്തി സിത്ത, 6 കാര്യങ്ങൾ എന്റെ ഉമ്മത്ത് അനുവദനീയമാക്കാൻ തുടങ്ങിയാൽ, 6 കാര്യങ്ങൾ എന്റെ ഉമ്മത്ത് അനുവദനീയമാക്കാൻ തുടങ്ങിയാൽ അവർക്ക് തകർച്ച നേരിടേണ്ടി വരുമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നോക്കി 6 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന്. ഒന്ന്, അവർക്ക് അപകടം, പരസ്പരം ആക്ഷേപിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ തുടങ്ങിയാൽ അവർക്ക് അപകടം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ വാട്സപ്പ് കൊണ്ടും ഈ ഫേസ്ബുക്ക് കൊണ്ടും ഈ സോഷ്യൽ മീഡിയകൾ കൊണ്ടും ചാനലുകളെ കൊണ്ടൊക്കെ ഇന്നുണ്ടായ നേട്ടം എന്താ? ഇത് തന്നെ, മറ്റുള്ളവരെ ആക്ഷേപിക്കുക. രാഷ്ട്രീയ പാർട്ടികൾ, സംഘടന, കുടുംബം, ചങ്ങാതിമാർ, ശത്രുക്കൾ എന്നില്ല, എല്ലാവരെയും ആവശ്യമില്ലാതെ ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കുക, തെറി പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഈ ഒരു സ്വഭാവം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു. അതുണ്ടായാൽ അപകടങ്ങൾ ഉണ്ടാകുമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ ളഹറ ഫീഹിം തലാഉൻ, അവരിൽ പരസ്പരം ആക്ഷേപങ്ങൾ ഉണ്ടായാൽ, പരസ്പരം ആക്ഷേപിക്കുന്ന ഒരു സ്വഭാവം, മറ്റുള്ളവരെ ചീത്ത പറയുന്ന ഒരു സ്വഭാവം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ,
അവസാന കാലഘട്ടത്തിൽ വരുന്ന ആളുകൾ, മുമ്പ് കഴിഞ്ഞു പോയ ആളുകളെ ശപിക്കുന്ന ഒരു കാലം വന്നാൽ, അപ്പൊ ഈ കാലത്ത് ജീവിക്കുന്ന നമ്മൾ മുൻകഴിഞ്ഞ മഹാന്മാരെ ശപിക്കുന്ന, അവരെ ചീത്ത പറയുന്ന, അവരെ കുറ്റം പറയുന്ന ഒരു കാലം വരും. അങ്ങനെ വന്നാലോ ശക്തമായ തീക്കാറ്റുകൾ നിങ്ങളിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. അതന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ, തീക്കാറ്റ്, ചൂട് കാറ്റുകൾ, സൂര്യാഘാതം, ശരീരത്തിൽ പൊള്ളലുകൾ, സൂര്യാഘാതം ഏറ്റു മരിച്ചു പോകുന്നത്, AC വർക്ക് ചെയ്യാതിരിക്കുന്നത്, ഫാൻ ഓൺ ചെയ്താലും അതിൽ നിന്ന് ചൂട് കാറ്റുകൾ വരിക. എപ്പോഴാണിത്? വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ. ഈ സമൂഹത്തിന്റെ അവസാന കാലഘട്ടത്തിലുള്ളവർ മുൻകഴിഞ്ഞു പോയ മഹാന്മാരെ, മുൻകഴിഞ്ഞു പോയ സലഫു സാലിഹീങ്ങളെ കുറ്റം പറയുന്ന, ചീത്ത പറയുന്ന ഒരു കാലം വന്നാൽ, പരസ്പരം ആക്ഷേപിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും തെറിയഭിഷേകം നടത്തുന്ന ഒരു കാലം വന്നാൽ, ഫഅലൈഹിമുദ്ദിമാർ, അവർക്ക് തകർച്ചയുണ്ട്, അവർക്ക് നാശമുണ്ട് എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വശരിബുൽ ഖുമൂർ, കള്ള് കുടിക്കാൻ തുടങ്ങിയാലും അള്ളാഹുവിന്റെ നാശം അവരിലേക്ക് കടന്നു വരും. വലബിസുൽ ഹരീർ, പട്ട് ധരിക്കാൻ തുടങ്ങിയാൽ, പെണ്ണുങ്ങളല്ലേ, ആണുങ്ങൾ പട്ട് ധരിക്കാൻ തുടങ്ങിയാൽ, ആണുങ്ങൾക്ക് പട്ട് നിഷിദ്ധമാണ്, അങ്ങനെ പട്ട് ധരിക്കാൻ നമ്മുടെ ആണുങ്ങൾ തുടങ്ങിയാൽ, ഇന്നുണ്ടോന്നറിയില്ല, തുടങ്ങിയോന്ന് എനിക്കറിയില്ല, അങ്ങനെ ഉണ്ടായാൽ അള്ളാഹുവിന്റെ അപകടങ്ങൾ നമ്മളെ പതിയിരിക്കുന്നുണ്ട്. പാട്ടുപാടുന്ന സ്ത്രീകൾ വർദ്ധിച്ചു വന്ന, പാട്ടുപാടുന്ന സ്ത്രീകൾ, പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികളൊക്കെ സ്കൂളിന്റെ കലോത്സവങ്ങളിലൊക്കെ സ്റ്റേജിൽ കയറി നൃത്തം വെക്കുക, സ്റ്റേജിൽ കയറി ഡാൻസ് ചെയ്യുക, പാട്ടുപാടുക, പട്ടുറുമാലിന് വേണ്ടി മക്കളെ പ്രത്യേകിച്ചിട്ട് അണിഞ്ഞ് ചമഞ്ഞൊരുക്കി ഉമ്മമാര് പറഞ്ഞേക്കുക. D4 ഡാൻസിനും മറ്റുള്ള എല്ലാ ഡാൻസിനും, നൃത്തങ്ങൾക്കും, സെലിബ്രിറ്റി ഷോകൾക്കും വേണ്ടി, റിയാലിറ്റി ഷോകൾക്ക് വേണ്ടി മക്കളെ സജ്ജരാക്കുന്ന ഉമ്മമാർ വന്നാൽ റസൂലുള്ളാഹി തങ്ങൾ പറയാൻ, വത്തഖദുൽ ഖിയാൻ, പാട്ടുപാടുന്ന സ്ത്രീകൾ അധികരിച്ചു. ഇങ്ങനെ പാട്ടുപാടി സ്റ്റേജിൽ കയറി നൃത്തം വെക്കുന്ന പെണ്ണുങ്ങൾ വർദ്ധിച്ചാൽ അള്ളാഹുവിന്റെ അപകടം പതിയിരിക്കുന്നുണ്ട്. നിങ്ങളെ അള്ളാഹുവിന്റെ അപകടം പിടികൂടാൻ സാധ്യതയുണ്ട്. സുഹർഖരതി നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചാൽ, ഹോമോസെക്ഷാലിറ്റി അനുവദിക്കുന്ന രാജ്യങ്ങൾ വരെയുണ്ട് അല്ലെ. അതിനുവേണ്ടി പ്ലക്കാർഡ് പിടിച്ച് പ്രൊട്ടസ്റ്റ് നടത്തുക, സമരം നടത്തുക, ഡെമോൺസ്ട്രേഷൻ, പ്രകടനങ്ങൾ നടത്തുക, പ്ലക്കാർഡ് പിടിച്ചിട്ട് ഹോമോസെക്ഷാലിറ്റി നാട്ടിൽ അനുവദനീയമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് റോട്ടിൽ ഇറങ്ങി പുരുഷന്മാരും ആണുങ്ങളൊക്കെ പുറത്തിറങ്ങി പ്ലക്കാർഡ് പിടിച്ച് സമരം വിളിക്കുക. ഇതൊക്കെ ഉണ്ടാകും. അങ്ങനെ പുരുഷനെ കല്യാണം കഴിക്കുക. വെനസ്വേലൻ പ്രസിഡന്റ് കല്യാണം കഴിച്ചത് ഒരു പുരുഷനെയാണ്, അദ്ദേഹം പുരുഷനാണ്, അദ്ദേഹം കല്യാണം കഴിച്ചത് മറ്റൊരു പുരുഷനെയാണ്. അതേപോലെ സ്ത്രീകളെ കല്യാണം കഴിക്കുക, ലെസ്ബിനിസം തുടങ്ങുക. അതേപോലെ അമേരിക്കയിലും പാശ്ചാത്യ രാജ്യങ്ങളിലും കണ്ടിരുന്ന ദുസ്വഭാവങ്ങളും ദുഷ്പ്രവർത്തികളും ദുശ്ചെയ്തികളൊക്കെ നമ്മുടെ നാട്ടിലും കാണാൻ തുടങ്ങിയാൽ അപകടങ്ങൾ പതിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വളരെ ശക്തമായി നമ്മൾക്ക് വാർണിംഗ് തരുന്നുണ്ട്, നമ്മളെ ഉണർത്തുന്നുണ്ട്. നമ്മൾ ബോധവാന്മാരായിരിക്കാം. എന്നിട്ട് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറയാൻ, ഹാറൂനിന് നൽകിയ ഒരു ഉപദേശമുണ്ട്. ഹാറൂനിനോട് അല്ലാഹു പറയുന്നുണ്ട്, അല്ലാഹുവിനെ മറക്കാൻ പാടില്ല. അള്ളാഹു നിങ്ങൾക്ക് നന്മ ചെയ്തതുപോലെ അള്ളാഹുവിന് തിരിച്ചും നമ്മൾ നന്മ ചെയ്യാം. അള്ളാഹു നമ്മൾക്ക് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ തിരിച്ചറിയാം. അത് തിരിച്ചറിയുകയും അള്ളാഹുവിന് തിരിച്ചങ്ങോട്ട് നമ്മൾ നന്മ ചെയ്യുകയും ചെയ്യണം. അള്ളാഹുവിന്റെ ഈ സൗകര്യങ്ങളും സുഖങ്ങളും ഒക്കെ തിന്മ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല, അതൊക്കെ നന്മയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് അള്ളാഹു നമ്മെ ഉണർത്തുകയാണ് ഹാറൂനിനോട് പറയുന്ന ആ ഒരു ഉപദേശത്തിലൂടെ. وابتغ فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبغ الفساد في الأرض إن الله لا يحب المفسدين. അല്ലാഹു പറയുന്നു പരിശുദ്ധമായ ഖുർആനിലൂടെ, വബ്തഗി ഫീമാ ആതാകല്ലാഹ്, അല്ലാഹു നമ്മൾക്ക് എന്തെങ്കിലും നൽകിയാൽ ആ നൽകിയതിലൂടെ നമ്മൾ ആഗ്രഹിക്കേണ്ടത് അദ്ദാറൽ ആഖിറ, അന്തിമ വിജയമാണ്, അവസാന കാലഘട്ടത്തിൽ വിജയമാണ്. അദ്ദാറൽ ആഖിറ,
പാരത്രിക വിജയമാണ്. അല്ലാഹു നമ്മൾക്ക് മൊബൈൽ ഫോണുകൾ നൽകുമ്പോൾ ഈ മൊബൈൽ ഫോൺ കൊണ്ട് നാളെ സ്വർഗം എങ്ങനെ വാങ്ങിക്കാമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാഹു ഒരു ബൈക്ക് വാങ്ങിച്ചു തന്നാൽ ഈ ബൈക്ക് കൊണ്ട് എങ്ങനെ സ്വർഗം വാങ്ങിക്കാമെന്നാണ് കരുതേണ്ടത്. അല്ലാഹു ഒരു വീട് തന്നാൽ ഈ വീടിലൂടെ എങ്ങനെ സ്വർഗം സമ്പാദിക്കാം. അല്ലാഹു സമ്പത്ത് തന്നാൽ, അല്ലാഹു ജോലി തന്നാൽ ഈ ജോലിയിലൂടെ, ഈ സമ്പത്തിലൂടെ, ഈ മക്കളിലൂടെ എങ്ങനെ നമ്മൾക്ക് സ്വർഗം സമ്പാദിക്കാൻ പറ്റുമെന്നാണ് ഓരോ ആളുകളും ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യേണ്ടത്. അല്ലാഹു നൽകിയ എല്ലാ സൗകര്യങ്ങളും, ആരോഗ്യം തന്നു, ഈ ആരോഗ്യം എന്തിനുപയോഗിക്കുക? സ്വർഗം ലഭിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. അദ്ദാറുൽ ആഖിറ. ولا تنس نصيبك من الدنيا. അല്ലാഹു നമ്മൾക്ക് ചെയ്തു തന്ന സുഖങ്ങളെയോ അല്ലാഹു നൽകി തന്ന സൗകര്യങ്ങളെയോ നമ്മൾ മറക്കാൻ പാടില്ല. ولا تنس نصيبك من الدنيا. ദുനിയാവിൽ അല്ലാഹു ചെയ്തു തന്ന സൗകര്യങ്ങളെയോ അനുഗ്രഹങ്ങളെയോ മറക്കാൻ പാടില്ല. وأحسن كما أحسن الله. അല്ലാഹു നിനക്ക് നന്മ ചെയ്തതുപോലെ നീ അല്ലാഹുവിന് തിരിച്ചും നന്മ ചെയ്യുക. അല്ലാഹു നമ്മൾക്ക് നന്മ ചെയ്തു തന്നതുപോലെ നമ്മൾ തിരിച്ച് അല്ലാഹുവിനും നന്മ ചെയ്യുക. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്. അല്ലേ, ഇതൊരു നന്മയാണ്. മൊബൈൽ ഫോൺ നന്മയാണ്. ഇത് അല്ലാഹു നമ്മൾക്ക് എന്തിനാ തന്നത്? നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനാണ്. പക്ഷേ ഭൂരിഭാഗം ആളുകളും വെറുതെ സമയം കൊല്ലുകയാണ്, വെറുതെ അനാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. അല്ലാഹു നിനക്ക് നന്മ ചെയ്തു. എന്റെ വീട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോയ പ്രവാസികളായ ആ ഒരു ഭർത്താക്കന്മാരുമായി നിരന്തരമായി കണ്ടു സംസാരിക്കാനുള്ള സൗകര്യം, അവർ അകലെയാണെങ്കിലും തൊട്ടടുത്തുള്ളതുപോലെയുള്ള അനുഭവങ്ങൾ, ഇത് അല്ലാഹു നൽകിയ ഒരു സൗകര്യമാണ്. പക്ഷേ ഇത് നമ്മൾ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. ഭാര്യ ഭർത്താക്കന്മാർ അനുവദിച്ചത് അവിഹിത ബന്ധത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ മകനോട് ഉമ്മ വിളിച്ചു, എന്തെങ്കിലും പച്ചക്കറി കൊണ്ടുവരാൻ പറഞ്ഞു. അത് വലിയൊരു ഉപകാരമാണ്, അല്ലേ? അല്ലെങ്കിൽ ഉമ്മ നടന്നു പോയി വാങ്ങിക്കണം. അതിന് പകരം മകനോട് പറഞ്ഞു, പൊന്നു മോനെ നീ വരുമ്പോൾ പച്ചക്കറി വാങ്ങിക്കുക. ഈ നന്മകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചാലോ അല്ലാഹുവിന്റെ അപകടങ്ങൾ പതിഞ്ഞിരിക്കുന്നുണ്ട്. എങ്ങനെയാ നന്മ ചെയ്യുക? പാട്ടുപാടുന്ന സ്ത്രീകളും മ്യൂസിക്കുകളും അധികരിച്ചാൽ അല്ലാഹുവിന്റെ അപകടങ്ങൾ നമ്മളിലേക്ക് കടന്നു വരും. ശക്തമായ തീക്കാറ്റുകൾ കടന്നു വരും, ഭൂകമ്പങ്ങൾ കടന്നു വരും, നിരന്തരമായ അല്ലാഹുവിന്റെ ഭയാനകമായ ശിക്ഷകൾ ഒന്നിനു പിറകെ ഒന്നായി നമ്മളിലേക്ക് കടന്നു വരും. എപ്പോ? ഇദാ ലഹറത്തിൽ മആസിഫു അലാ റൂസിഹിം. അവരുടെ തലയുടെ മുകളിൽ ഹെഡ്ഫോൺ വെച്ച് നടക്കുന്ന ചെറുപ്പക്കാരുണ്ടായാൽ. ഇതാരാ പറയുന്നത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരല്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബ് ഒരു ഹദീസ് പറഞ്ഞു, ഇദാ ലഹറത്തിൽ മആസിഫു അലാ റൂസിഹിം. അവരുടെ തലയിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, മ്യൂസിക്കിന്റെ സംഗീതത്തിന്റെ ഉപകരണങ്ങൾ അവരുടെ തലയിൽ നിങ്ങൾക്ക് കാണാൻ സാധിച്ചാൽ, അപ്പൊ നിങ്ങൾ കരുതിക്കൊള്ളണം, അല്ലാഹുവിന്റെ നിരന്തരമായ ശിക്ഷകൾ അവരിലേക്ക് കടന്നു വരുമെന്ന്. എന്താണ് മ്യൂസിക്കിന്റെ ഉപകരണം? എന്താ? ഹെഡ്ഫോൺ വെച്ച് മ്യൂസിക്കും കേട്ട് പാട്ടും കേട്ട് നടക്കുക. ട്രെയിനിൽ കയറിയ എല്ലാവരുടെ കയ്യിൽ ഒരു ഇയർഫോണാണ്, എല്ലാവരുടെ കയ്യിലും ഇയർഫോൺ. ബൈക്കിൽ പോകുന്ന ചെറുപ്പക്കാരന്റെ ചെവിയിലും തിരികെ കയറ്റിയ ഇയർഫോൺ. സ്കൂളിൽ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോഴും പെണ്ണുങ്ങളൊക്കെ ഹിജാബിന്റെ മുറയിൽ ഹെഡ്ഫോൺ. ഇങ്ങനെയൊക്കെ പാട്ട് കേൾക്കാതെ ചില ആളുകൾക്ക് ജീവിക്കാൻ കഴിയില്ല. ആ പാട്ട് കേൾക്കുന്ന ആളുകൾക്ക് ഖസ്വത്തുൽ ഖൽബുണ്ടാകും, ഹൃദയത്തിൽ കാഠിന്യമുണ്ടാകും എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഇതൊക്കെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചുകൂടെ? ഈ ഗാനങ്ങളും ഈ മ്യൂസിക്കുകളും ഈ സിനിമകളും സീരിയലുകളും റിയാലിറ്റി ഷോകളുടെയും കോമഡി ഷോകളുടെയും ഒക്കെ വീഡിയോകളൊക്കെ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് നമ്മൾ വലിച്ചെറിയ, ഡിലീറ്റ് ചെയ്യുക. എന്നിട്ടോ പരിശുദ്ധമായ ഖുർആനിന്റെ ആപ്പുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. പരിശുദ്ധമായ ഖുർആനിന്റെ ഓഡിയോകൾ, വീഡിയോകൾ, ഖുർആൻ ക്ലാസുകൾ, ഖുർആൻ തഫ്സീറിന്റെ ഖുർആൻ വ്യാഖ്യാനങ്ങൾ, ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് അതൊക്കെ കേൾക്കുമ്പോൾ അഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്. അല്ലാഹു നമ്മൾക്ക് നന്മ ചെയ്തതുപോലെ അല്ലാഹുവിന് തിരിച്ച് നന്മ ചെയ്യുന്നതിന്റെ ഭാഗമാണിത്. നാളെ സ്വർഗ്ഗലോകത്തെത്തുമ്പോ അല്ലാഹു 3 ആളുകളെ തിരിച്ചു വിളിക്കുമെന്ന് അല്ലാഹു എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ നിനക്ക് നിഅമത്തുകൾ തന്നിട്ടില്ല. ഫഅറഫഹു നിഅമ. നമ്മൾക്ക് ചെയ്തു തന്ന നിഅമത്തുകളെ അല്ലാഹു നമ്മൾക്ക് കാണിച്ചു തരും. എന്നിട്ട് അല്ലാഹു ചോദിക്കും, എനിക്ക് വേണ്ടി നീ എന്താണ് ചെയ്തത്? എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത്? ഈ മൊബൈൽ ഫോണിൽ നിഅമത്താണ്.
നമ്മുടെ ആരോഗ്യം നിഅമത്താണ്. പക്ഷെ എനിക്ക് വേണ്ടി നീ എന്തു ചെയ്തു? നമ്മൾക്ക് പറയാൻ പറ്റണം, പടച്ച റബ്ബേ, ഞാൻ ഒരുപാട് വാളുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് നന്മകൾ ഷെയർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സാരോപദേശങ്ങൾ, ദിക്റുകൾ, ഖുർആനിന്റെ ആയാത്തുകൾ, ഖുർആനിന്റെ ഓഡിയോകൾ ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് അല്ലാഹുവിനോട് നമ്മൾക്ക് പറയാൻ പറ്റണം. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. وأحسن كما أحسن الله إليك ولا تبغي الفساد في الأرض. ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കി നടക്കല്ല, ഭൂമിയിൽ ഫിത്ന ഉണ്ടാക്കി നടക്കല്ല. എങ്ങനെയാണ് ഫിത്ന ഉണ്ടാവുക? സോഷ്യൽ മീഡിയകളാണല്ലോ വിഷയം. എങ്ങനെയാണ് ഫിത്ന ഉണ്ടാവുക? സ്കൂളിൽ പോകുന്ന പെൺകുട്ടി ബസ്സിലാണെങ്കിൽ ബസ്സിന്റെ കണ്ടക്ടറിന് മെസ്സേജ് അയക്കുമ്പോൾ ഫിത്നയായി, ബസ്സിന്റെ ഡ്രൈവറിന് മെസ്സേജ് അയക്കാൻ തുടങ്ങുമ്പോൾ ഫിത്നയായി, ബസ് സ്റ്റാൻഡിൽ കാണുന്ന പൂവാലന്മാർക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങുമ്പോൾ ഫിത്നയായി. കല്യാണം കഴിഞ്ഞ ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് കല്യാണം കഴിയാത്തവനോ കഴിഞ്ഞവനോ അവിഹിത ബന്ധം പുലർത്തുമ്പോൾ പ്രശ്നമായി, ഫിത്നയായി. ഈ അടുത്തൊരു പോലീസുകാരൻ ബസിന്റെ ഡ്രൈവറെ മദ്യപിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിൽ തുരുതുരാ മെസ്സേജ് വരുന്നത്. നോക്കുമ്പോൾ ആരൊക്കെയാണ്? റൈഹാന, ഫാത്തിമ, ആയിഷ. ആരുടോ ഇതൊക്കെ? അദ്ദേഹം പറഞ്ഞു, ഇത് എന്റെ ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്കൂളിൽ പഠിക്കുന്ന പ്ലസ് 1 കുട്ടികൾ, പ്ലസ് 2 കുട്ടികൾ, എന്റെ ബസ്സിൽ യാത്ര ചെയ്യുന്ന കുട്ടികൾ. ആ പോലീസുകാരൻ ഒന്ന് മെസ്സേജ് തുറന്നു നോക്കി. റൈഹാന മെസ്സേജ് അയക്കുന്നു, അല്ല, ഇന്നെന്തേ ബസ്സിൽ യാത്ര ചെയ്യുമ്പോ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാത്തത്? കാസർഗോഡ് ഭാഗത്ത് നടന്നൊരു സംഭവമാണിത്. തമാശയല്ല, കളവ് പറയുകയല്ല, ഒരു പോലീസുകാരൻ പറഞ്ഞ സംഭവമാണത്. എന്തേ എന്നെ തിരിഞ്ഞു നോക്കാത്തത്? ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവറെ ബാക്കിൽ തിരിഞ്ഞു നോക്കണമല്ലോ. ബാക്കിയുള്ള ആളുകളുടെയും കഥ കഴിയുന്നില്ലാതെ എന്തെങ്കിലും നേട്ടമുണ്ടതുകൊണ്ട്. കുടിയന്മാരെന്ന് ഇവർക്ക് പ്രശ്നമില്ല. കുടിയന്മാരായാലും കുഴപ്പമില്ല, കഞ്ചാവ് അടിക്കുന്ന ആളായാലും കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല. ഒരു ആണായി കിട്ടിയാൽ മതി എന്ന രീതിയിലാണ് പെണ്ണുങ്ങളുടെ പോക്കൊക്കെ ഇപ്പോ. വേറൊരു പെണ്ണ് മെസ്സേജ് അയച്ചു, എന്റെ ഇന്നത്തെ വസ്ത്രം എങ്ങനെ? നിങ്ങൾ അഭിപ്രായം പറഞ്ഞില്ലല്ലോ. സത്യമാണിത് പറയുന്നത്, ഇത് കളവല്ല, ഇത് നുണയല്ല ഞാൻ പറയുന്നത്. നമ്മുടെ പെണ്ണുങ്ങൾ ഇങ്ങനെ വഴിപിഴക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു കണ്ടക്ടറെ കാണുമ്പോ, ഏതെങ്കിലും ഒരു ഡ്രൈവറെ കാണുമ്പോ, ഏതെങ്കിലും ഒരു കിളിയെ കാണുമ്പോ അവർക്ക് നമ്പറുകൾ കൈമാറി അവരോട് ചാറ്റ് ചെയ്യുന്നവരായി മാറാൻ പാടില്ല. അയാൾ പറഞ്ഞു, ആ ഡ്രൈവർ പോലീസുകാരനോട് പറഞ്ഞു, ബസ്സിലുള്ള ഭൂരിഭാഗം പെൺകുട്ടികളും എന്നോട് ചാറ്റ് ചെയ്യാറുണ്ട്, എല്ലാരോടും ഞാൻ തിരിച്ചും ചാറ്റ് ചെയ്യാറുണ്ട്. ഇതാണ് നമ്മുടെ മക്കൾ പഠിക്കാൻ വേണ്ടി സ്കൂളിൽ പോകുന്ന മക്കളുടെ കഥ അല്ലേ? ഒരു മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിന്റെ ആ പഠിക്കുന്ന ഒരു പെൺകുട്ടി പുറത്തുവിട്ട ഒരു ഡയറി കുറിപ്പ് വായിച്ചപ്പോഴാണ് അത്ഭുതപ്പെട്ടു പോയത്. മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഒരു മുസ്ലിം സ്ഥാപനത്തിൽ പഠിക്കുന്ന 100ൽ 90% പെൺകുട്ടികൾക്കും പ്രണയമുണ്ട്. അതിൽ 30% പ്രണയിക്കുന്നത് അമുസ്ലിമീങ്ങളെയാണ്, മുസ്ലിങ്ങളല്ല. എന്താണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്? ഇനിയും ഒരുപാട് ഒളിച്ചോട്ടങ്ങൾ ഇവിടെ നടക്കാനുണ്ട്. അന്യമതസ്ഥന്റെ കൂടെ ഒളിച്ചോട്ടം ഇവിടെ നടക്കാനുണ്ടെന്ന്. 30% ആളുകൾ പ്രണയിക്കുന്നത് അമുസ്ലിമീങ്ങളെയാണ്. എന്തേ കാരണം? ആരാണ് ഇവർക്ക് മൊബൈൽ ഫോൺ കൊടുത്തത്? ആരാണ് ഇവർക്ക് അതിന് സൗകര്യം കൊടുത്തത്? ഉമ്മമാർ, ഉമ്മയും ഉപ്പയും ഒരു മുറിയിൽ കിടക്കുമ്പോ, വലിയ അമ്പരച്ചുംബിയായ വീടുകളാണ് നമ്മൾക്ക് എല്ലാവർക്കും അല്ലെ? ആകെ ഉള്ളത് 2-3 മക്കൾ, 2-3 നിലയുള്ള മനോഹരമായ വീടുകൾ. എന്തോ ഒരു രസം വീടൊക്കെ കാണാൻ. 10,000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകൾ, കോടിക്കണക്കിന് ചെലവഴിച്ച വീടുകൾ. ഇന്നലെ ഒരു വീട്ടിൽ ഞാൻ പോയി, മാഷാ അല്ലാഹ്, എന്തോ ഒരു രസമുള്ള വീടെന്നറിയോ. നല്ലൊരു ദീനിബോധമുള്ള കുടുംബമാണ്, നല്ലൊരു മനോഹരമായ വീട്. എനിക്ക് കണ്ടിട്ട് പൂതി തോന്നിയിട്ടില്ല അങ്ങനൊരു വീട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് പൈസയും സമ്പത്തും ചെലവഴിച്ച് മനോഹരമായ വീടുകളൊക്കെ നിർമ്മിക്കുന്നു. ഉമ്മയും ഉപ്പയും ഒരു മുറിയിൽ കിടന്നുറങ്ങുന്നു. മകളുടെ കയ്യിൽ ഫോണുണ്ട്, വീട്ടിൽ വൈഫൈ സൗകര്യം. വൈഫൈ ഹാക്ക് ചെയ്യുന്ന ആളുകളുണ്ടെന്നാണ് പറയുന്നത് കേട്ടത്. ഉണ്ടങ്ങനെ വൈഫൈ ഹാക്ക് ചെയ്യുന്ന ആപ്പുകളൊക്കെ പ്ലേ സ്റ്റോറിൽ കാണും. എന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഏതെങ്കിലും അയൽവാസിയുടെ വീട്ടിന്റെ മുറ്റത്ത് ഇങ്ങനെ ആടിക്കളിക്കുന്നത് കാണുമ്പോൾ വിചാരിക്കും, എന്താണാവോ? പിന്നെ വയസ്സന്മാർക്ക് അറിയില്ലല്ലോ ഇതെന്ത് വൈഫൈ എന്തെന്നൊന്നും അറിയില്ലല്ലോ. വൈഫ് കേട്ടിട്ടുണ്ട്, വൈഫൈ എന്തെന്നറിയില്ല എന്ന ചിന്താഗതിയാണ്. പിന്നെ സംഭവം മക്കള് ചെല്ലുമ്പോഴാ, മക്കള് പറയുമ്പോഴാ സംഭവം മനസ്സിലാവുക, ഇത് വൈഫൈ അതിന്റെ പാസ്വേഡൊക്കെ മോഷ്ടിക്കാൻ വേണ്ടി വന്നതാണ്. പൊന്നു സഹോദരന്മാരെ, സമ്മതമില്ലാതെ വൈഫൈ എടുത്ത് നെറ്റ് എടുത്താൽ അള്ളാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി ഒരു തമാശയല്ല. അത് എവിടെയാണെങ്കിലും ശരി. ഹോട്ടലിന്റെ മുമ്പിൽ നിന്നിട്ട് വൈഫൈ എടുക്കുക. ഓപ്പൺ വൈഫൈ ഉണ്ടാവും ചില സ്ഥലങ്ങളിൽ. അവർ ഓപ്പൺ ആക്കി വെക്കുന്നത് ആർക്കും എടുക്കാൻ വേണ്ടിയിട്ടാണ്, കുഴപ്പമില്ല.
പക്ഷേ പാസ്വേഡ് ഉള്ള വൈഫൈകൾ ആരോടെങ്കിലും ചങ്ങാതിമാരോടൊക്കെ ചോദിച്ച് പാസ്വേഡുകൾ കരസ്ഥമാക്കി അവരുടെ സമ്മതമില്ലാതെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ പാസ്വേഡുകൾ ഹാക്ക് ചെയ്യുന്നത്, ഇതൊക്കെ പച്ച ഹറാമാണ്. ഒരു സംശയമില്ല, ഒരു സംശയത്തിലില്ല, അത് ഹറാമാണ്. മറ്റുള്ളവന്റെ സമ്പത്ത് മോഷ്ടിക്കുന്നത് പോലെ തന്നെയാണ്. അതുകൊണ്ട് ആ പണിക്കൊന്നും നിൽക്കരുത്. അള്ളാഹു നാളെ ചോദ്യം ചെയ്യുന്ന ഒരു കാലം വരാനുണ്ട്. ലാ തസൂലു ഖദമ ഇബ്ന ആദം, ആദമിന്റെ പുത്ര, നിന്റെ കാൽപാദങ്ങൾ അനക്കാൻ പറ്റൂല. ഹത്താ യുസ്അല അൻ ഖംസിൻ, 5 കാര്യങ്ങളെ കുറിച്ച് നിന്നോട് ചോദ്യം ചെയ്യാതെ. അൻ ഉംരിഹി ഫീമ അഫ്നാ, നിന്റെ വയസ്സിനെ കുറിച്ച് ചോദിക്കൂലേ? ഏതു മുതൽ നിന്റെ പ്രായപൂർത്തിയായത് മുതൽ നിന്റെ മരണം വരെയുള്ള ഓരോ നിമിഷത്തെ കുറിച്ചും ചോദിക്കും. എല്ലാത്തിനും സ്പഷ്ടമായ വ്യക്തമായ മറുപടി പറയാതെ രക്ഷയില്ല. രണ്ടാമത്തെ ചോദ്യം എന്ത്? വഅൻ ശബാബി, നിന്റെ യുവത്വത്തെ കുറിച്ച് ചോദിക്കും. 15 മുതൽ 40 വയസ്സ് വരെയുള്ള കാലയളവ് എന്തിനു വേണ്ടി ഉപയോഗിച്ചു? വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിട്ട് വന്ന് ഏതെങ്കിലും ഷോപ്പിന്റെ മറവിൽ നിന്ന് വൈഫൈ മോഷ്ടിച്ചതൊക്കെ പടച്ചറപ്പിനോട് പറയേണ്ടി വരും. തമാശയല്ല. അല്ലാഹുവിന്റെ കോടതിയിൽ ഇതിനൊക്കെ സമാധാനം പറയാൻ പറ്റുമോ? എങ്ങനെയാണ് നമ്മൾക്ക് ഇതിനൊക്കെ സമാധാനം പറയാൻ പറ്റുക? മറ്റൊരാളുടെ സമ്പത്ത് അപഹരിച്ചത് അയാളുടെ പൊരുത്തമില്ലാതെ, അയാളുടെ സമ്മതമില്ലാതെ നമ്മൾ അപഹരിച്ചാൽ നരകമാണ് വരാൻ പോകുന്നത്, നരകമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് ഒരു സഹാബിക്ക് അമ്പേൽക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒട്ടകത്തിൽ നിന്ന് സാമഗ്രികളെല്ലാം താഴേക്ക് വെച്ച് ഹബീബിന് ഇങ്ങനെ ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സഹാബിയുടെ ശരീരത്തിലേക്ക് എവിടെ നിന്നോ ഒരു അമ്പ് ഇങ്ങനെ തുളച്ചു കയറുന്നത്. സഹാബിയുടെ തന്നെ മരിച്ചു വീണു. മറ്റുള്ള സഹാബാക്കൾ പറയാൻ തുടങ്ങി, ഹനീഅൻ ലഹുൽ ജന്ന, ഹനീഅൻ ലഹുൽ ജന്ന, എന്തോരു ഭാഗ്യവാനാണ് അയാൾ, എന്തോരു ഭാഗ്യവാനാണ് അയാൾ, അയാൾക്ക് അല്ലാഹു സ്വർഗം നൽകിയല്ലോ, അയാളൊരു ഷഹീദാണല്ലോ. യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരവേ മുത്തു റസൂലുള്ളാഹി തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുന്ന വേളയിൽ ശത്രുവിന്റെ അമ്പേറ്റുകൊണ്ട് പിടഞ്ഞ് മരിക്കാൻ അവസരം കിട്ടിപ്പോയല്ലോ, ഭാഗ്യവാനല്ലേ, സ്വർഗത്തിലേക്കല്ലേ എന്ന് പറയുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ദേഷ്യപ്പെട്ടത്. നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഇയാൾ സ്വർഗത്തിലാണെന്ന്? അപ്പോഴാണ് മുത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഇന്ന ശംലതല്ലതി അഖദത് മിൻ ഖൈബർ, ഖൈബറിൽ നിന്ന് യുദ്ധം കഴിഞ്ഞ് ആളുകളൊക്കെ ഗനീമത്ത് സ്വത്തുമായി മടങ്ങി വരുമ്പോ അവിടെ വീണ് കിടക്കുന്ന ഒരു ഷാള്, ഒരു തട്ടം സമ്മതമില്ലാതെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊരുത്തമില്ലാതെ പൊതുഖജനാവിലേക്ക് പോകേണ്ട ഒരു തട്ടം സമ്മതമില്ലാതെ എടുക്കുകയും അയാൾ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന ശംലതല്ലതി അഖദത് മിൻ ഖൈബർ, അത് ആരും വില കൽപ്പിക്കുന്ന ഒരു വസ്തുവല്ല, ആരും മൂല്യം നൽകുന്ന ഒരു വസ്തുവല്ല, നെവർ മൈൻഡ് ചെയ്ത് വിട്ടുകളയുന്ന ഒരു വസ്തുവാണെങ്കിലും ബൈത്തുൽ മാലിലേക്ക് പോകേണ്ട സമ്പത്ത് സമ്മതമില്ലാതെ ഇയാൾ ഉപയോഗിച്ചത് കാരണം ലതസ്തഇലു അലൈഹി നാറാ, ഈ ഒരു തട്ടം അവന്റെ നാളെ ആഖിറത്തിൽ നരകത്തിൽ തീയായി ആളിക്കത്തുമെന്ന് മുത്തു റസൂലുള്ളാഹ്. ഏതെങ്കിലും ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി വൈഫൈ നമ്മൾ ഉപയോഗിച്ചത്, ആ വൈഫൈയും നാളെ ലതസ്തഇലു അലൈഹി നാറാ, നാളെ നരകത്തിൽ തീയായി ആളിക്കത്തുമെന്ന് മറക്കണ്ട. അപ്പോഴാണ് ഒരു സഹാബി വരുന്നത്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊക്കെ തമാശയാണെന്ന്, ഇതിലൊന്നും അർത്ഥമില്ലെന്ന് തോന്നുന്നുണ്ടോ? അപ്പോഴാണ് ഒരു സഹാബി വരുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഞാൻ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അവിടെ പൊട്ടിക്കിടക്കുന്ന ഒരു ചെരുപ്പ് ഞാൻ കാണാനിടയായി. എന്റെ ചെരുപ്പിന്റെ വാറും പൊട്ടിപ്പോയിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തുവെന്നറിയോ? ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഒരു ചെരുപ്പ്, തേഞ്ഞു പോയ ഒരു ചെരുപ്പ്, ആരും ഉപയോഗിക്കില്ലല്ലോ, ആ ചെരുപ്പിൽ നിന്ന് വാറ് ഞാൻ അടർത്തിയെടുക്കുകയും എന്നിട്ട് എന്റെ ചെരുപ്പിലേക്ക് തിരികെ കയറ്റുകയും ചെയ്തിട്ടുണ്ട് നബിയെ. എനിക്ക് അല്ലാഹു നരകം നൽകുമോ എന്ന് ചോദിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, നഅലതുൻ ശിറാകുൻ ഔ ശിറാകാനി മിനന്നാർ, ആ ചെരുപ്പിന്റെ വാറ് ഗനീമത്തിലേക്ക് പോകേണ്ടതാണ്, സമ്മതമില്ലാതെ എടുത്തത് കാരണം അതിന്റെ കാരണമായി നരകത്തിന്റെ ശിക്ഷ നീ അനുഭവിക്കേണ്ടി വരുമെന്ന് മുത്തു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മറ്റൊരാളുടെ സമ്പത്ത് അപഹരിക്കാൻ പാടില്ല. കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ എല്ലാം ഹറാമാണ് സമ്മതമില്ലാതെ.
പ്രത്യേകിച്ചിട്ട് എടുത്തു പറയുമ്പോ അവന്റെ അഭിമാനം ഹറാമാണ്. മറ്റൊരാളുടെ അഭിമാനത്തെ പിച്ചു ചീന്താൻ പാടില്ല, മറ്റൊരാളുടെ രഹസ്യങ്ങളെ ചോർത്താൻ പാടില്ല. ഇന്ന് പൊതുവേ ഒരു സ്വഭാവമുണ്ട്, ഫോൺ വിളിക്കുക, എന്നിട്ട് റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് അതിനെ മിസ്യൂസ് ചെയ്യുക. പൊതുവേ നടക്കുന്ന ഒരു സംഭവമാണ്. അതൊക്കെ അള്ളാഹുവിന്റെ ലോകത്തത് മാപ്പില്ലാത്ത, മാപ്പർഹിക്കാത്ത ശിക്ഷയാണത്. മറക്കാൻ പാടില്ല. എവിടെ പോയി സംസാരിക്കാനും പേടിയാണ്. എന്തെന്നറിയോ? പോക്കറ്റിൽ പേനയുണ്ട്, പക്ഷേ എഴുതുന്ന പേനയല്ല, അത് പെൻ ക്യാമറയാണ്. പെൻ ക്യാമറയാണ്. സംസാരിക്കുന്നു, എന്തൊക്കെയോ ചോദ്യങ്ങൾ ചോദിച്ച് പിന്നെ ഈ വീഡിയോകൾ സോഷ്യൽ മീഡിയകളിലൂടെ ഷെയർ ചെയ്യുന്ന എത്രയോ തോന്നിവാസികളുണ്ട്. ഫോൺ കോളുകൾ റെക്കോർഡ് ചെയ്ത് ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ആളുകളുണ്ട്. തന്റെ കാമുകിയുടെ ഫോട്ടോകൾ ആവശ്യപ്പെട്ടുകൊണ്ട് നഗ്നമായ ഫോട്ടോകൾ, ഹാഫ് നെയ്ക്കഡ് ആയിട്ടുള്ള ഫോട്ടോകൾ, അതേപോലെ വെബ് ക്യാമറകൾ, അതേപോലെ വീഡിയോ കോൺഫറൻസുകൾ, സെൽഫി വീഡിയോകളൊക്കെ ചോദിച്ചു വാങ്ങി അങ്ങോട്ടും തിരിച്ചയച്ച് എന്നിട്ട് വീഡിയോ വെച്ചുകൊണ്ട് ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ആളുകളുണ്ട്. എത്രയോ ആളുകൾ, എത്രയെത്ര പെണ്ണുങ്ങളാണ് അങ്ങനെ പെട്ടുപോയത്. ഒരു പ്രാവശ്യം ഒന്നൊരു ഫോട്ടോ അയച്ചു കൊടുത്തതിന്റെ പേരിൽ കാലാകാലം ഇവൻ വിളിക്കുന്ന സ്ഥലത്തേക്ക് പോകണം, ഇവൻ പറയുന്ന ചങ്ങാതിമാർക്ക് വഴങ്ങിക്കൊടുക്കണം, ഇവൻ മംഗലാപുരത്തേക്ക് വിളിക്കുമ്പോൾ അവിടേക്ക് എത്തണം, കൊച്ചിയിലേക്ക് വിളിക്കുമ്പോൾ അവിടേക്ക് എത്തണം. നീ വന്നില്ലെങ്കിലോ ഇതാ ഫോട്ടോ കാണുന്നുണ്ടല്ലോ, ഞാൻ ഇതാ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാൻ പോവാ, വാട്സപ്പിന്റെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാൻ പോവാ. ഇത് കേൾക്കുമ്പോഴേക്കും പെണ്ണ് പിന്നെ ഇവന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ തുടങ്ങി. ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ. പക്ഷെ അള്ളാഹു കാണുന്നുണ്ട് സഹോദരങ്ങളെ. നിങ്ങൾ എത്ര ബ്ലാക്ക്മെയിൽ ചെയ്താലും, എത്ര നമ്മൾ മറ്റുള്ളവന്റെ രഹസ്യങ്ങൾ ചികഞ്ഞന്വേഷിച്ചാലും, പ്രത്യേകിച്ചിട്ട് ചാനലുകാരാണ് ഈ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആവശ്യമില്ലാത്ത വാർത്തകൾക്ക് വേണ്ടി 24 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മറ്റുള്ളവന്റെ ഇല്ലാത്തതും ഉള്ളതുമായ രഹസ്യങ്ങളും പരസ്യങ്ങളും ചോർത്തിയെടുത്ത് സമൂഹത്തിൽ ഫിത്നയുണ്ടാക്കുന്ന മാധ്യമ പ്രവർത്തകരുണ്ട്. അവരും പഠിച്ചോ, മറ്റൊരാളുടെ അഭിമാനം നമ്മൾക്ക് പാടില്ല, അഭിമാനത്തെ നമ്മൾ ക്ഷതമേൽപ്പിക്കാൻ പാടില്ല, മറ്റൊരാളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല. വമാലുഹു, അവന്റെ സമ്പത്ത് അപഹരിക്കാൻ പാടില്ല. അതിൽപ്പെട്ടതാണ് ഈ വൈഫൈ ഒക്കെ. വമാലുഹു, അവന്റെ സമ്പത്ത് അപഹരിക്കാൻ പാടില്ല. നമ്മുടെ ചെറുപ്പക്കാരിയെടുത്ത് ഞാൻ വായിക്കാനിടയായി, കഞ്ചാവിന്റെ അഡിക്റ്റായ 2-3 ചെറുപ്പക്കാർ ഏതോ ഒരു വീട്ടിലേക്ക് കയറി ചെന്ന് ആ വീട്ടിലുള്ള ഉമ്മമാരെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി അവരിൽ നിന്ന് 10,000-ങ്ങളൊക്കെ പിടിച്ചെടുത്ത് കഞ്ചാവ് അടിക്കാൻ വേണ്ടി, മയക്കുമരുന്ന് ഉപയോഗിക്കാൻ വേണ്ടി കൊലപാതകങ്ങൾ നടത്തുക, ലഹരി ഉപയോഗിക്കാൻ വേണ്ടി കത്തിക്കൊണ്ട് ഭീഷണിപ്പെടുത്തി സമ്പത്ത് അപഹരിക്കുക. കഞ്ചാവ് അടിക്കുന്നത് തന്നെ ഹറാമാണ്. പിന്നെയല്ലേ അതിന്റെ പേരിൽ മോഷണം നടത്തുന്നത്, പിന്നെയല്ലേ അതിന്റെ പേരിൽ കൊലപാതകങ്ങൾ നടത്തുന്നത്. എങ്ങനെയാണ് ചെറുപ്പക്കാരാ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് നമ്മളൊക്കെ പോകുന്നത്? പോവണ്ടേ? മരിക്കേണ്ട തടിയല്ലേ ഇത്? ഇതൊക്കെ മരിച്ചു പോകൂലേ? ഈ സൗന്ദര്യം നശിക്കൂലേ? ഈ ആരോഗ്യം നശിക്കൂലേ? ഈ സമ്പത്തില്ലാതെ വരൂലേ? അള്ളാഹു ആ സമയത്ത് എന്ത് ചെയ്യും? നമ്മളൊക്കെ അള്ളാഹുവിന്റെ ഖബറിലേക്ക് പോവേണ്ടേ? ആശറയിൽ പോവേണ്ടേ? അള്ളാഹുവിന്റെ ഹിസാബിന്റെ മുമ്പിൽ നമ്മൾ വിനയാന്വിതരായി അള്ളാഹുവിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു കാലമുണ്ടല്ലോ. എന്താണ് മറുപടി പറയാ? വമാലുഹു, അവന്റെ സമ്പത്ത് അപഹരിക്കാൻ പാടില്ല. വദമുഹു, അവന്റെ രക്തം നമ്മൾക്ക് ഹറാമാ. മറ്റൊരാളെ അടിക്കാനോ ഇടിക്കാനോ തൊഴിക്കാനോ കുത്താനോ ഒന്നിനും പാടില്ല പൊന്നു സഹോദര. ഇതൊക്കെ ഹറാമാണ്. ഇതിന്റെ കീഴിലുള്ള സകലതും ഹറാമാ. 3 കാര്യം ഓർമ്മിക്കുക. അൽ മുസ്ലിമോ, ഒരു മുസ്ലിമിന് അലൽ മുസ്ലിമി ഹറാം, കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ എല്ലാം ഹറാമാണ്. ഇർളുഹു, അവന്റെ അഭിമാനം ഹറാം. സോഷ്യൽ മീഡിയകളിൽ പൊതുവെ നടക്കുന്നത് അഭിമാനത്തെ ചോദ്യം ചെയ്യല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ, ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. അല്ലാഹു പറയുന്നു പരിശുദ്ധ ഖുർആനിലൂടെ, ഇൻ ജാഅകും ഫാസിഖ്, നിങ്ങളിലേക്ക് ഒരു തെമ്മാടി കടന്നു വന്നാൽ, വിശ്വസിക്കാൻ പറ്റാത്ത, വിശ്വാസയോഗ്യമല്ലാത്ത ഒരു വാർത്തയുമായി ഒരാൾ കടന്നു വന്നാൽ, വാട്സപ്പിലുള്ള വാർത്തകൾ വിശ്വസിക്കാൻ പറ്റോ? ഇന്നൊരു വാർത്ത വായിക്കാൻ സാധിച്ചു, മരിക്കാത്ത പ്രവാസിയായ ഒരു ചെറുപ്പക്കാരൻ മരിച്ചു എന്ന്. ഇല്ലാത്ത നുണകൾ പടച്ചുവിടുക. ഇന്ന് വായിച്ചു, പ്രവാസിയായ ഒരു സഹോദരൻ ജോലി കഴിഞ്ഞ് റൂമിലേക്ക് പോകുമ്പോ തന്റെ മൊബൈൽ ഫോണിൽ 100ഓളം മിസ് കോളുകൾ. നാട്ടുകാരൊക്കെ പരിഭ്രാന്തരായി, ഉമ്മ പരിഭ്രാന്തരായി, ഉപ്പമാര് പരിഭ്രാന്തരായി, തലങ്ങും വിലങ്ങും ഫോൺ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് പ്രവാസിയായ ആ ചെറുപ്പക്കാരൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല.
അപ്പോഴേക്കും പേടി വർദ്ധിച്ചു, ഫോണൊന്ന് മറന്നുപോയതാ. സംഭവം എന്തെന്നറിയോ? ഇവന്റെ ഫോട്ടോ വെച്ചു, ഇവന്റെ പാസ്പോർട്ട് രേഖ വെച്ചു, എന്നിട്ട് വാട്സപ്പിലൂടെ പ്രചരിപ്പിച്ചു. ഇന്നാലിന്ന് ചെറുപ്പക്കാരൻ മരിച്ചുപോയി, പേര് ഞാൻ ഓർത്തെടുക്കുന്നില്ല. ഇന്നാലിന്ന് ചെറുപ്പക്കാരൻ മരിച്ചുപോയി. എന്ത് നേട്ടമാണ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് കൊണ്ട് ആ സഹോദരന് ലഭിക്കുന്നത്? എന്ത് ഉപകാരമാണ് ലഭിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് ഈ തോന്നിവാസങ്ങൾ ചെയ്യുന്നത്? ഇതിനു വേണ്ടിയാണോ ഈ വാട്സപ്പ് ഉപയോഗിക്കേണ്ടത്? ഇതിനു വേണ്ടിയാണോ നമ്മൾ ഈ സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കേണ്ടത്? ഇങ്ങനെയൊക്കെ കള്ളങ്ങൾ പ്രചരിപ്പിക്കാനാണോ? മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞുവല്ലോ, ഉസീകും യാ സഹാബി, നിങ്ങളെ ഞാൻ ഉപദേശിക്കുകയാണ്. സുമ്മല്ലദീന യലൂനഹും, അല്ലാഹുവിന്റെ സ്വഹാബാക്കളെ ബഹുമാനിക്കണം, താബിഈങ്ങളെ ബഹുമാനിക്കണം, താബിഈങ്ങളെ ബഹുമാനിക്കണം. സുമ്മ യഫ്ശുൽ കദിബു, പിന്നെ കളവ് വ്യാപിക്കാൻ തുടങ്ങും. കളവ് പറയാൻ ഒരു മടിയുണ്ടാവൂല, ഒരു മടിയുമില്ലാതെ വായ തുറന്നാൽ കള്ളമേ പറയൂ. ഇദാ ഹദ്ദസ കദബ, വായ തുറന്നാൽ കള്ളം പറയാ. വഇദാ ബഅദ ഖലഫ, ഒരു വാഗ്ദാനം ചെയ്താൽ ലംഘിക്കാ. വഇദാ ഉതുമിന ഖാന, സൂക്ഷിക്കാൻ ഒരു വസ്തു ഏൽപ്പിച്ചാൽ അവിടെ വിശ്വാസവഞ്ചന നടത്താ. ഇത് ആരുടെ ലക്ഷണമാണെന്നറിയോ? ആയത്തുൽ മുനാഫിഖ്, മുനാഫിക്കിന്റെ ലക്ഷണങ്ങളാണെന്ന് മുത്ത് റസൂലുള്ളാഹ്. ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്ന് നമ്മളിലുണ്ടോ? നുണ പറയുന്ന ആളുകളാണോ? വാട്സപ്പിലൂടെ നുണകൾ പ്രചരിപ്പിക്കുന്ന ആളുകളാണോ? നിങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റൊരാൾ നിങ്ങളുടെ പേഴ്സണലി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലൂടെയൊക്കെ അയച്ചു തന്നൊരു മെസ്സേജ് സത്യമാണെന്നറിയാതെ നിങ്ങൾ ഫോർവേഡ് ചെയ്താൽ നിങ്ങളും നുണകളെ പ്രചരിപ്പിച്ചവരാണ്. കഴിയെങ്കിലും ഉപയോഗിച്ചാൽ മതി. ദയവച്ച് ഇതില്ലെങ്കിൽ മൊബൈൽ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അവിടെ വെച്ചേക്കും. നന്മയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഉപയോഗിക്കുക. ഇത് വലിയ പ്രശ്നമാണ്. നിങ്ങൾക്കറിയാലോ, നമ്മൾ ഏതെങ്കിലും ഒരു ആളോട് ചാറ്റ് ചെയ്താൽ നിങ്ങളത് ഡിലീറ്റ് ചെയ്തു, നിങ്ങൾ ഫോർമാറ്റ് ചെയ്തു എങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ മാഞ്ഞു പോയി എന്ന് വിചാരിച്ചോ? ഒരിക്കലുമില്ല. ഇനി എന്തെങ്കിലും ഒരു കേസ് വരുമ്പോൾ സൈബർ സെല്ലിൽ പോവും. നിങ്ങളുടെ നമ്പറിലുള്ള സകലമായ ചാറ്റിങ്ങും പേജ് കണക്ക് നമ്മൾക്ക് അപ്ഡേറ്റ് ചെയ്യുവാനും അത് തിരിച്ചെടുക്കാനും നമ്മൾക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു കാര്യം, ഒരു ഇല്ലാത്ത വാർത്ത നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മായ്ക്കാൻ പറ്റൂല. ഖിയാമത്ത് നാൾ വരെ അതിന്റെ ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരും. തമാശയല്ല. ഖബറിൽ ചെന്നാൽ നമ്മൾ പടച്ചുവിട്ടൊരു നുണ അത് എത്ര ആൾ കാണുന്നുണ്ട്, എത്ര പേര് ലൈക്ക് അടിക്കുന്നുണ്ട്, എത്ര പേര് ഷെയർ ചെയ്യുന്നുണ്ട്, എത്ര പേര് കമന്റ് ചെയ്യുന്നുണ്ട്, എത്ര പേര് വ്യൂവേഴ്സ് ഇതിനുണ്ട്, അതിനൊക്കെ ശിക്ഷ കിട്ടും ഖബറിലെത്തും. അതുകൊണ്ട് എന്തിനാണ് വേണ്ടാത്ത മണിക്ക് നിൽക്കുന്നത്? ചെയ്ത നന്മ വരെ കിട്ടുന്നുറപ്പില്ല, പിന്നെയല്ലേ ചെയ്യാത്ത തിന്മകളൊക്കെ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു പണിക്കാരൻ നിൽക്കല്ല. അല്ലാഹു നേരത്തെ പറഞ്ഞു, ഇദാ ഹദ്ദസ കദബ, വായ തുറന്നാൽ നുണ പറയാ, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കുക. അതേപോലെ സൂക്ഷിക്കാൻ ഒരു വസ്തു ഏൽപ്പിച്ചാൽ വിശ്വാസവഞ്ചന നടത്തുക. ഉപ്പമാരെ മക്കൾ വഞ്ചിക്കുക, മക്കളെ ഉപ്പമാരെ വഞ്ചിക്കുക, പരസ്പരം ചങ്ങാതിമാരെ വഞ്ചിക്കുക, ശത്രുക്കളെ വഞ്ചിക്കുക, ഇങ്ങനെ വഞ്ചനകൾ നടത്തുന്നതൊക്കെ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നു, മുനാഫിഖീങ്ങൾ ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ താഴെ തട്ടിലാണെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു ലക്ഷണങ്ങൾ കവറല്ല, ഇൻഷാ അല്ലാഹ് കവർ വരുന്നുണ്ട്. എല്ലാവരും അത് വാങ്ങിക്കുകയും നാളെ വരുമ്പോൾ നല്ലൊരു തുകയുമായി നിങ്ങളത് 10 രൂപ കൊടുത്താൽ ഒരു കവറിന് തന്നെ 10 രൂപ ഉണ്ടാവേ. അത് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചിട്ട് ഒരു കവറിന് തന്നെ 2-3 രൂപയ്ക്ക് ചെലവുണ്ടാവും. അപ്പോൾ ഒരു ആയിരങ്ങളൊക്കെ ഇട്ട് നമ്മൾ സഹകരിക്കുക. സ്റ്റേജിനും മൈക്കിനൊക്കെ ഒരുപാട് ചെലവുണ്ടാകും. ചെറുപ്പക്കാർ പ്രത്യേകം കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ പരിപാടിയാണെന്നൊക്കെ പറഞ്ഞു. എനിക്ക് വളരെ വിഷമമുണ്ട്. തൃപ്തികരമായ രീതിയിൽ നിങ്ങളെ അഭിമുഖീകരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈർ ചെയ്യട്ടെ. അപ്പൊ കവറിന്റെ കാര്യം നമ്മൾ എന്ത് ചെയ്യാം? പ്രത്യേകം പരിഗണിക്കുക. ഒരു വീട്ടില് ഒരു കവർ എന്ന നിലക്ക് കൊണ്ടുപോയി, ഇത് എന്റെ ഭർത്താവ് കൊണ്ടുവന്നല്ലോ, ഞാൻ കൊടുക്കേണ്ട ആവശ്യമില്ല, കവർ ചുറ്റി അവിടെ ഇടണ്ട. ഭർത്താവിന്റെ കൊടുത്തോട്ടെ, നിങ്ങൾ നിങ്ങളെ വക കൊടുക്കി, മക്കളുടെ വകയും കൊടുക്ക്. എല്ലാരും കൂടി 1000, 500, 10,000 ഇട്ട് എല്ലാ വീട്ടിൽ നിന്ന് തന്നെ നല്ലൊരു തുകയാക്കി എല്ലാവരും മക്കളൊക്കെ കവർ വാങ്ങിച്ചോ. അവർ വാങ്ങിച്ചിട്ടേ സ്കൂളിൽ ലെറ്റർ ചെയ്ത് കൊടുക്കാനല്ല അധ്യാപകന്, നാളെ വരുമ്പോ കൊണ്ടുവരണം എന്നത്. 1000 ഇട്ട് കൊണ്ടുവരണം. ഉപ്പാട് ചോദിച്ചാൽ മതി. മക്കള് ഇവിടെ ചോദിക്കുക, ഉപ്പ ഒരു കവർ കിട്ടിയിട്ടുണ്ട്, 100-500 തരണം എന്ന് ചോദിക്കുക. അതിലിട്ടാ ഇൻഷാ അല്ലാഹ് ഒട്ടിക്കുക. വരുമ്പോ ചോക്ലേറ്റ് ഒന്നും വാങ്ങല്ലേ, ഇങ്ങോട്ട് എത്തിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ അങ്ങനെ ചെയ്യാൻ അല്ലാഹു സ്വീകരിക്കട്ടെ. ഞാൻ നിർത്താൻ പോവാണ്. നിങ്ങളിലേക്ക് വിശ്വാസയോഗ്യമല്ലാത്ത ഒരാൾ കടന്നു വന്നാൽ ബിനബഇൻ, ഒരു വാർത്തയുമായി. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക. ഉള്ള ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ദിക്റുക അഖാക,
നിന്റെ ബിമാ യക്റഹു, നിന്റെ സഹോദരൻ വെറുക്കുന്ന ഒന്ന് പറയലാണ് ഗീബത്ത് എന്ന് പറഞ്ഞ. നിന്റെ സഹോദരൻ ഇല്ലാത്ത സമയങ്ങൾ, അവന്റെ മുമ്പിലല്ല, അവന്റെ ഗൈബത്തിൽ, അവൻ ഇല്ലാത്ത സമയങ്ങളിൽ അവൻ വെറുക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ അത് ഗീബത്താണ്. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, സഹാബാക്കൾ ചോദിച്ചു, ഇൻ കാന ഫീ, ആ പറയുന്ന കാര്യം അയാളിൽ ഉണ്ടെങ്കിലോ, അയാൾ ചെയ്തതാണ് പറയുന്നതെങ്കിലോ അത് ഗീബത്താണ്, ചെയ്യാത്തതാണെങ്കിലോ അത് ആരോപണമാണ്, അത് ആരോപണമാണ്. മുസ്ലിമായ മുഅ്മിനത്തായ പെണ്ണുങ്ങളൊക്കെ ആരോപിച്ചാൽ ഹദ്ദടിക്കാനുണ്ട്, അള്ളാഹുവിന്റെ ശിക്ഷകൾ ലഭിക്കേണ്ടി വരും. അതുകൊണ്ട് ഇല്ലാത്ത പെണ്ണിനെ കുറിച്ചോ ആണിനെ കുറിച്ചോ രാഷ്ട്രീയ നേതാക്കളെ കുറിച്ചോ സംഘടന നേതാക്കളെ കുറിച്ചോ ചങ്ങാതിമാരെ കുറിച്ചോ ഇല്ലാത്ത വാർത്തകൾ ദയവ് ചെയ്ത് പ്രചരിപ്പിക്കരുത്. എല്ലാവരും വിഷയത്തിൽ ശ്രദ്ധിക്കാം. വാട്സപ്പ് ഉണ്ട്, 3G നെറ്റ് ഉണ്ട്. ഒന്നിങ്ങനെ ഷെയർ ചെയ്യുമ്പോഴേക്കും പച്ചട്ടിക്ക് 25 വീണ് കഴിഞ്ഞു. അത്ര സ്പീഡാണ് നെറ്റ് അല്ലേ? 4G 3G ഒക്കെ ഉണ്ട്. വീഡിയോ 5 MB അല്ല 50 MB ഉണ്ടെങ്കിലും വളരെ സ്പീഡിൽ അങ്ങനെ പോവാണ്. യൂട്യൂബൊക്കെ ബഫറിംഗ് ഇല്ലാതെ കറങ്ങി കാണാൻ നമ്മൾക്ക്. ഇതൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. എന്തെങ്കിലും ഒരു വാർത്ത നിങ്ങളുടെ പേഴ്സണലി നിങ്ങൾക്ക് വന്നാൽ നിങ്ങളതിനെ ഡയഗ്നോസ് ചെയ്യണം, നിങ്ങളതിനെ സൂക്ഷ്മ പരിശോധന നടത്തണമെന്ന് മുത്ത് റസൂലുള്ളാഹി തങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. ഫതബയ്യനു, നിങ്ങളതിനെ സൂക്ഷ്മമായ പരിശോധന നടത്തണം. അങ്ങനെ പരിശോധന നടത്താതെ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോഴേക്കും മറ്റുള്ളവരത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അയൽവാസിയെ, കുടുംബക്കാരെ, ചങ്ങാതിമാരെ, മുസ്ലിമീങ്ങളായ മറ്റുള്ള സഹോദരങ്ങൾക്കൊക്കെ അതിന്റെ സൈഡ് എഫക്റ്റും അതിന്റെ ദൂഷ്യഫലങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ഒരു മാനനഷ്ട കേസ് കൊടുത്തു. പിന്നെയാണ് പോലീസുകാരൻ വീട്ടിലേക്ക് വന്നൊരു കോളിംഗ് ബെല്ലടിക്കുന്നത്. സുബഹിക്ക് കണ്ണൊക്കെ തിരുമ്മിങ്ങനെ ഡോർ തുറക്കുമ്പോ പോലീസുകാരാ, നിങ്ങൾ 5-6 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത് അയച്ചുപോയൊരു മെസ്സേജ് ഇന്നിങ്ങനെ കോടതിയിൽ ചർച്ചയായി, നിന്നെ കൊണ്ടുപോകണമെന്ന ഓർഡർ വന്നു. രാവിലെ പ്രഭാതത്തിൽ കണ്ണും തിരുമ്മിക്കൊണ്ട് പുറത്തേക്ക് വരുന്ന നിന്റെ കയ്യാമം വെച്ചുകൊണ്ട് പോലീസുകാര് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു വാട്സപ്പിന്റെ ഒരു മെസ്സേജിന്റെ പേരിൽ കൊലപാതകങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. കുടുംബക്കാർ തമ്മിൽ കലഹിക്കാൻ സാധ്യതയുണ്ട്. ഭാര്യയും ഭർത്താവും അകന്നു നിൽക്കേണ്ടി വരും, ഉപ്പയും ഉമ്മയും അകന്നു നിൽക്കേണ്ടി വരും. ഇത് ഹബീബ് പഠിപ്പിച്ചതാണ് പരിശുദ്ധ ഖുർആനിലൂടെ. ഒരു വിശ്വാസയോഗ്യനല്ലാത്ത ഒരാൾ, വാട്സപ്പ് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ അല്ലെ? തീരെ വിശ്വസിക്കാൻ പറ്റാത്തൊരു സാധനമാണ് വാട്സപ്പ്. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഇല്ലാത്തതേ പറയൂ, ഉള്ളതുണ്ടാകും അല്പം. 150% ഇല്ലാത്തത്. എത്ര 15 വർഷം മുമ്പുള്ള വാർത്തയൊക്കെ ഇന്ന് വല്ലാത്ത ഇന്നലെ നടന്ന സംഭവം പോലെ നമ്മൾ വിപുലീകരിച്ച് ആളുകൾക്ക് കാണിച്ചു കൊടുത്തു. എടുത്തിട്ട് വാർത്ത വായിച്ചു. വൈകുന്നേരം റോഡിന്റെ സൈഡിലൂടെ സൈക്കിളിലൂടെ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ഒരു ലോറി വന്നിട്ടിടിച്ചു. അയാൾ മരിച്ചില്ല. എന്നിട്ട് അയാളുടെ ശരീരത്തിൽ ഒരു ബൈക്ക് കയറി, എന്നിട്ട് മരിച്ചില്ല. എന്നിട്ട് അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെയുള്ള വെന്റിലേറ്റർ, ആ ഒരു മെഷീൻ ശരീരത്തിലേക്ക് വീണ് മരിച്ചു എന്നൊരു വാർത്ത ഞാൻ 2-3 വർഷം മുമ്പ് ഞാൻ വായിച്ചതാണ് ആ വാർത്ത. പക്ഷേ 2-3 ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. അന്ന് അതേ പിക്ചർ, അതേ ഇമേജ് ഇന്നും പ്രചരിക്കുകയാണ്. അപ്പൊ എപ്പോഴോ ഉള്ള വാർത്തകളൊക്കെ ഇന്നും പടച്ചുവിടാം. നിങ്ങൾ ചെയ്ത വാർത്തകൾ നിങ്ങൾക്ക് തന്നെ പാരയായി വന്നേക്കാം. നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ മാനനഷ്ട കേസ് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും മാനനഷ്ട കേസ് കൊടുത്താൽ പൊന്നു സഹോദരങ്ങളെ, അറിയാതെ ചിന്തിക്കാതെ സോഷ്യൽ മീഡിയകളിൽ അപ്ലോഡ് ചെയ്തതൊക്കെ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ഇത് ഖുർആൻ പറയാണ്. എനിക്ക് തോന്നാൻ ഈ ആയത്തൊക്കെ പ്രത്യേകിച്ചിട്ട് ഇന്നത്തെ സോഷ്യൽ മീഡിയയെ കുറിച്ച് സൂചിപ്പിക്കുകയാണെന്ന്. ഒരു വാർത്തയുമായി വന്നാൽ ഫതബയ്യനു, നിങ്ങൾ പരിശോധിക്കണം. പരിശോധിക്കുക സത്യമാണോ നുണയാണോ എന്ന്. നുണയാണെങ്കിൽ പിന്നെ അത് ഒഴിവാക്കുക. സത്യമാണെങ്കിലോ, ഞാനിത് അപ്ലോഡ് ചെയ്താൽ മറ്റൊരാൾക്ക് വിഷമം വരുമോ, മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാകുമോ, മറ്റൊരാൾക്ക് വെറുപ്പ് തോന്നുമോ, മറ്റൊരാൾക്ക് അനിഷ്ടം തോന്നുമോ എന്ന് നമ്മൾ വീണ്ടും പരിശോധിക്കുക. എന്നിട്ട് മറ്റൊരാൾക്ക് വെറുപ്പുള്ള കാര്യമാണെങ്കിൽ അത് വീണ്ടും അപ്ലോഡ് ചെയ്യാതെ മാറ്റിവെക്കുക. നമ്മൾ കാരണം മറ്റൊരാൾക്ക് വിഷമം ഉണ്ടാവാൻ പാടില്ല. ഫതബയ്യനു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ.
അപ്പൊ ഈ വിഷയങ്ങളിലൊക്കെ നമ്മൾ പ്രത്യേകം ബോധവാന്മാരായി മാറുക. നല്ല സദസ്സാണ്, വളരെ തൃപ്തിയുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പെൺകുട്ടികളൊക്കെ ഈ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. മൊബൈൽ ഫോണുകളൊക്കെ ഉപയോഗിക്കുന്നത് ഒരുപാട് കുറക്കുക. ഉമ്മമാരോട് ഒരു ഉപദേശം പറയാനുള്ളത്, ഉപ്പമാരോടും നിങ്ങളൊന്നും ചെയ്യണം. മക്കളോടുള്ള ബാധ്യത ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. അറ്റ്ലീസ്റ്റ് ചുരുങ്ങിയത് നമ്മുടെ മക്കളുടെ ബാഗെങ്കിലും ചെക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മൾക്കുണ്ടാവുക. നിങ്ങൾ പറയുന്നുണ്ടാകും, ഞാൻ എൻ്റെ മക്കൾക്ക് ഫോണൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അതേ പോലീസുകാരൻ വേറൊരു വാർത്ത കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയാണ്, പോലീസ് സ്റ്റേഷനിലേക്ക് നാട്ടുകാരൊക്കെ പഞ്ഞി കിട്ടിട്ട് ഒരു ചെറുപ്പക്കാരനെത്തി. എന്ത് പ്രശ്നം എന്നറിയോ? നാട്ടുകാരൊക്കെ കൂടി വളഞ്ഞു അടി കൊടുത്തു എന്നിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി. പോലീസ് ചോദിച്ചു, എന്താണ് പ്രശ്നം? അയാളുടെ മൊബൈൽ വാങ്ങിച്ചു. ഒരു പെണ്ണ് മെസ്സേജ് അയച്ചു, കം ടു മൈ ഹോം, എന്റെ വീട്ടിൽ വാങ്ങി. പാവൻ ചെറുപ്പക്കാരൻ മെസ്സേജ് കിട്ടുമ്പോഴേക്കും പോയി. എവിടേക്ക്? വീട്ടിലേക്ക് പോയി. പിന്നെ സദാചാര ഗുണ്ടകളുണ്ടല്ലോ അല്ലെ, സദാചാര ഗുണ്ടകൾ എല്ലാ നാട്ടിലുണ്ടാവും പിടിക്കാൻ വേണ്ടി. ഇവരൊക്കെ ആളെല്ലാരും കണക്ക് തന്നെയാണ്. പക്ഷെ മറ്റൊരാൾ ചെയ്യുമ്പോൾ അസൂയ അല്ലെ. നമ്മൾക്ക് കിട്ടാത്ത മുന്തിരി എപ്പോഴും പുളിക്കുമല്ലോ. അങ്ങനെ ചില സദാചാര ഗുണ്ടകൾ പിടിച്ചു, പഞ്ഞി കിട്ടു, എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അപ്പോ മെസ്സേജ് നോക്കി പെണ്ണിനെ വിളിച്ചു, പെണ്ണിന്റെ ഫാദറിനെ വിളിച്ചു, ഉപ്പയെ വിളിച്ചു. സംഭവങ്ങളൊക്കെ പറഞ്ഞു, എന്റെ പെണ്ണിന് മൊബൈൽ ഞാൻ കൊടുത്തിട്ടില്ല, എന്റെ പെണ്ണിന്റെ കയ്യിൽ മൊബൈൽ ഉണ്ടാവൂല. ഇല്ല, പോലീസുകാരനോട് ബെറ്റൊക്കെയാണ്, ഇല്ല എന്റെ പെണ്ണിന്റെ കയ്യിൽ മൊബൈലില്ല, ഞാൻ കൊടുത്തിട്ടില്ല, അത്രയും ദീനിയായ പെണ്ണാണ്. ഓക്കെ, എന്നാ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. കാമുകന്റെ ഫോണിൽ വിളിച്ചു, പെണ്ണ് അറ്റൻഡ് ചെയ്തു. ചോദിച്ചു, എനിക്കാരാ ഫോൺ തന്നത്? ഈ കാമുകൻ കൊടുത്ത ഫോണാണ്. നിങ്ങൾ ഫോൺ കൊടുക്കേണ്ട ആവശ്യമില്ല. ചുരിദാറൊക്കെ വാങ്ങിച്ചു കൊടുക്കുക നിങ്ങളാണ്. പെരുന്നാളിനൊക്കെ ചുരിദാർ വാങ്ങിച്ചു കൊടുക്കുക നിങ്ങൾ തന്നെ. ഭക്ഷണം കൊടുക്കുന്നത് നിങ്ങളാണ്. പുസ്തകം വാങ്ങിച്ചു കൊടുക്കുന്ന നിങ്ങൾ, ബാഗ് വാങ്ങിച്ചു കൊടുക്കുന്ന നിങ്ങൾ. പക്ഷെ ഫോൺ വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങൾ ആവശ്യമില്ല. ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങൾ ആവശ്യമില്ല. കാഡ്ബറീസ് വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങൾ ആവശ്യമില്ല. അതിനൊക്കെ പുറത്ത് ഇഷ്ടംപോലെ ആളുകളുണ്ട്. നിങ്ങൾ തിരിച്ചറിയണം ഇതൊക്കെ. അതുകൊണ്ട് സ്കൂളിൽ നിന്ന് വൈകുന്നേരങ്ങളിൽ വെല്ലടിച്ചു ആ പർദയും ഹിജാബിന്റെ മറവിലൊക്കെ നല്ല സൂഫികളെ പോലെ അഭിനയിച്ചു വരുന്ന മക്കളുണ്ട്. അവരുടെ ബാഗ് ഒന്ന് ചെക്ക് ചെയ്യാം. നോക്കണം, എല്ലാ ദിവസവും ചെക്ക് ചെയ്യണം. അവരുറങ്ങുന്ന സ്ഥലം, അവരുടെ തലയണയുടെ അടി, അവരുടെ ബെഡിന്റെ താഴെ, അവരുടെ ഷെൽഫുകൾ, അവരുടെ അലമാരകൾ, അവരുടെ റൂമുകൾ. നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ചാർജ് ചെയ്തവർ സംസാരിക്കുന്നുണ്ട്. എത്രയോ സംഭവങ്ങളുണ്ട്. ഇനി ആൺമക്കളുടെ ബാഗും ഒന്ന് ചെക്ക് ചെയ്യുക. പുസ്തകങ്ങളാണോ അല്ല കഞ്ചാവിന്റെ പാക്കറ്റാണോ അവിടെ ഉള്ളത്? മാഷല്ല, ഇതൊക്കെ സ്കൂളിനെ ബേസ് ചെയ്ത്, സ്കൂളിനെ കേന്ദ്രീകരിച്ചിട്ട് മയക്കുമരുന്നിന്റെ മാഫിയകൾ പ്രവർത്തിക്കാൻ, നമ്മുടെ മക്കളെ ബുദ്ധി നശിപ്പിക്കാൻ, നമ്മുടെ മക്കളെ ബുദ്ധി മരവിപ്പിക്കാൻ വേണ്ടി പ്രത്യേകിച്ചിട്ട് ചെറിയ ചെറിയ മക്കളെയൊക്കെ മയക്കുമരുന്നിന്റെ അഡിക്റ്റ് ആക്കി മാറ്റുക. എന്നിട്ട് ഇതിന്റെ അഡിക്റ്റ് ആയാലോ പിന്നെ അത് കിട്ടാതിരിക്കാൻ പറ്റൂല. അത് കിട്ടാൻ പൈസ ഇല്ലേ, ഏതെങ്കിലും എവിടെന്നെങ്കിലും മോഷ്ടിക്കാൻ കിട്ടിയില്ലേ, കൊല്ല. ഇപ്പൊ എടുത്തിട്ട് വായിച്ചു, 10ഓളം ആളുകളെ തലയ്ക്കടിച്ചു കൊന്ന ഒരാൾ ഇപ്പെടുത്ത് പിടിക്കേണ്ടായി. നിങ്ങൾ വായിച്ചോന്ന് അറിയില്ല. 10ഓളം ആളുകളെ ഏതോ ഒരു സിനിമ സ്റ്റൈലിൽ തലയ്ക്കടിച്ചു കൊല്ലുക. എന്തിനു കൊന്നറിയോ? അതും വഴിയാത്രക്കാരായ ഏതെങ്കിലും പീഡികത്തിണ്ണയിൽ ഉറങ്ങുന്ന ആളോട് പൈസ കടം ചോദിക്കും. പൈസ ഉണ്ടോ എന്ന് ചോദിക്കും. കൊടുത്തില്ലേ? കൊടുത്തിട്ടൊന്നും ചെയ്യില്ല. നേരെ തിരിച്ചു വരും. എന്നിട്ട് വലിയൊരു ഇത്ര വെയിറ്റുള്ള കല്ലുമായി പോകും, അയാളുടെ തലയിലേക്ക് ഇടും. എന്നിട്ട് അയാളുടെ കയ്യിലുള്ള സമ്പത്തൊക്കെ മോഷ്ടിക്കും, തിരിച്ചു പോകും. ഇത് പീഡികത്തിണ്ണയിൽ ഉറങ്ങുന്ന ആളായതുകൊണ്ട് ആരും ആ കേസിന്റെ പിന്നിൽ പോവില്ല. അങ്ങനെ ഒരാൾ പിടിച്ചു നോക്കുമ്പോൾ 10ഓളം ആളുകൾ കൊന്നിട്ടുണ്ട്. എന്തിനെന്നറിയോ? കഞ്ചാവും മയക്കുമരുന്നും കള്ളും കുടിക്കാൻ വേണ്ടി ഇവരിൽ നിന്ന് പൈസ വാങ്ങാൻ വേണ്ടിയിട്ട് 10 എണ്ണത്തിന് കൊന്നു. ഇഷ്ടം പോലെ നടക്കാൻ. അതുകൊണ്ട് ബോധവാന്മാരായി, ബോധമുള്ള ആളുകളായി നമ്മളൊക്കെ വളരുക. മക്കളൊക്കെ പ്രത്യേകിച്ചിട്ട് വളരുക. ഈ വാലൊക്കെ പിന്നെ നമ്മൾ എന്താക്കുക, മനസ്സിൽ മാറ്റമുള്ള വാലാക്കി മാറ്റി ജീവിതത്തിൽ പകർത്താനുള്ളൊരു വാൽ. വെറുതെ വാല് നടന്നിട്ട് പോവാ, വെറുതെ വാല് കേട്ടു, സംഘാടകർ വാല് വെച്ചു. സംഘാടകർക്ക് അടുത്ത വർഷം കമ്മിറ്റിക്ക് പറയാം, നിങ്ങൾ എന്ത് പ്രവർത്തിച്ചു? നിങ്ങൾ 3 ദിവസം വാല് വെച്ചില്ലേ? നമ്മളെ വേദനയാണല്ലോ ആളുകൾ കൂടുതൽ വന്നത് അല്ലെ, നിങ്ങളെ വേദനയാണല്ലോ പിരിവ് കൂടുതൽ കിട്ടിയത്. അതൊന്നുമല്ല, അതിനുവേണ്ടി വാലാരും വെക്കും വേണ്ട. ആർക്കെങ്കിലും ഒരാൾക്കൊരു മാറ്റം വേണം. അള്ളാഹു നമ്മൾക്ക് മാറ്റം നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ മാറ്റം നൽകുമാറാവട്ടെ. പെണ്ണുങ്ങളോട് പറയാണ്, ഒരു ഹറാമ് ചെയ്താൽ അതിൽ നിന്ന് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാം. ഖുർആൻ ചോദിക്കുന്നുണ്ട്, അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് നന്മയിലേക്ക് കടന്നു വരാനുള്ള സമയം ആയിട്ടില്ലേ ചെറുപ്പക്കാരാ? അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള സമയം ആയിട്ടില്ലേ ചെറുപ്പക്കാരി? എന്നാണ് ഈ തോന്നിവാസങ്ങളൊക്കെ നിർത്തിവെക്കുന്നത്? എന്നാണ് ഈ താന്തോന്നികളായി ജീവിക്കുന്ന വേണ്ടാത്ത പ്രവർത്തനങ്ങളൊക്കെ മാറ്റിവെക്കുന്നത്? ഹൽ തൻതളിറൂന ഇല്ലാ ഫഖറൻ മുൻസിയ. നിങ്ങൾക്ക് ദാരിദ്ര്യം വരണമെന്ന് ആഗ്രഹമുണ്ടോ? ദരിദ്രരായാലേ നന്നാവൂ എന്ന് തോന്നുന്നുണ്ടോ?
ഔ ഗിനൻ മുത്ഗിയാ, അല്ലെങ്കിൽ അല്ലാഹു ഐശ്വര്യം നൽകണമെന്ന് ആഗ്രഹമുണ്ടോ? മുതലാളിമാരായാലേ നന്നാകുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഖിയാമത്ത് നാളിനെയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? ഫസ്സാഅതു അദ്ഹാ, അത് ഏറ്റവും ഭയാനകമായ ശിക്ഷയാണ്. അതല്ല അവിദ്ദജ്ജാൽ, നിങ്ങൾ ദജ്ജാലിനെയാണോ കാത്തിരിക്കുന്നത്? ഫശർറു ഗായിബിൻ തലർ, നിങ്ങൾ കാത്തിരിക്കുന്നതിൽ ഏറ്റവും അപകടം പിടിച്ച ഡേഞ്ചറസ് ആയിട്ടുള്ള ആ ഒരു കാത്തിരിക്കുന്ന ആളാണ് ദജ്ജാൽ എന്ന് മുത്ത് റസൂലുള്ളാഹ്. അല്ലെങ്കിൽ വാർദ്ധക്യത്തിലെത്തട്ടെ, എന്റെ മുടിയൊക്കെ നരക്കട്ടെ, എന്റെ മുഖമൊക്കെ ചുളിയട്ടെ, എന്റെ പല്ലൊക്കെ കൊഴിഞ്ഞു പോവട്ടെ, ആ ഒരു സമയത്ത് ഞാൻ നന്നാവാമെന്നാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? അലം യഇനിലില്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നന്നാവാനുള്ള സമയമായിട്ടില്ലേ? ഒരൊറ്റൊരു സംഭവം കൂടി ഞാൻ എന്റെ വാക്ക് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കട്ടെ. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ്, അദ്ദേഹം ലോകം കണ്ട വലിയൊരു കള്ളനായിരുന്നു. അദ്ദേഹം. വഴിയാത്രക്കാരെ തടഞ്ഞു നിർത്തുകയും അവരുടെ കയ്യിലുള്ള സകലമാന വസ്തുക്കളെയും കിഡ്നാപ്പ് ചെയ്യുന്ന, മോഷ്ടിക്കുന്ന ഒരു കൊള്ളത്തലവനായിരുന്നു ഫുളൈൽ ഇബ്നു ഇയാദ്. ഒരു ദിവസം തന്റെ കള്ളന്മാർക്കും ഉണ്ടാകുമല്ലോ വികാരവും വിവേകവും അല്ലെ വിചാരവുമൊക്കെ ആഗ്രഹങ്ങളൊക്കെ. ഒരു ദിവസം തന്റെ കാമുകിയുടെ വീട്ടിലേക്ക് മതിൽ ചാടി കടന്നു പോകുകയാണ്. നാട്ടുകാരായ ആളുകൾ എവിടെയെങ്കിലും ദൂരേക്ക് യാത്ര ചെയ്യുമ്പോ ഫുളൈൽ ഇബ്നു ഇയാദുള്ള സ്ഥലത്തിലൂടെ രാത്രി യാത്ര ചെയ്യാറില്ല. തൊട്ടുമുമ്പിൽ അവർ പാർക്ക് ചെയ്യുന്നു, ടെന്റ് ചെയ്യുന്നു, അവിടെ താമസിക്കുന്നു. എന്നിട്ട് രാവിലെയാണ് യാത്ര ചെയ്യുക. രാത്രി പോയി കഴിഞ്ഞാൽ ഫുളൈലും കൂട്ടരും ആക്രമിക്കുമല്ലോ. ഒരു ദിവസം ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന കൊള്ളത്തലവൻ തന്റെ കാമുകിയുടെ വീട്ടിലേക്ക് മതിൽ ചാടാൻ വേണ്ടി നിൽക്കുകയാ. മതിൽ ചാടുമ്പോഴാണ് വീടിന്റെ അകത്തളങ്ങളിൽ നിന്നൊരായത്ത് കേട്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. തന്റെ കാമുകിയുടെ വീട്ടിലേക്ക് മതിൽ ചാടി കിടക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു. അലം യഅനി, സമയം ആയിട്ടില്ലേ? ഇല്ലദീന ആമനൂ, സത്യവിശ്വാസികളായ ആളുകൾക്ക് സമയമായിട്ടില്ലേ? അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് നന്നാവാനുള്ള സമയമായിട്ടില്ലേ? എത്ര കാലങ്ങളാണ് മോഷണങ്ങൾ നടത്തുക? എത്ര കാലമാണ് പ്രണയിച്ച് നടക്കുക? എത്ര കാലമാണ് മറ്റുള്ളവരോട് രാത്രി ഉറങ്ങാതെ ഓൺലൈനായി ചാറ്റ് ചെയ്ത് നടക്കുന്നത്? പൊന്നു സഹോദരി, ഉറങ്ങിക്കൂടെ? പൊന്നു ചെറുപ്പക്കാരാ, ഒരു 12 മണിക്ക് മുമ്പെങ്കിലും ഉറങ്ങിക്കൂടെ? 1 മണിക്കും 2 മണിക്കുമൊക്കെ ഓൺലൈനായി നീ ചാറ്റിംഗ് നടത്തുന്നുണ്ടല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം നിനക്ക് ലഭിക്കുമെന്ന് തോന്നുന്നുണ്ടോ? വലാ ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ. അല്ലാഹു തആല പറയുന്നു, സ്വതക കൊണ്ട് കൽപ്പിച്ച, നന്മ കൊണ്ട് കൽപ്പിച്ച വർത്തമാനങ്ങളല്ലാത്ത മറ്റുള്ള എല്ലാ വർത്തമാനങ്ങളും വൃഥാവിലാണ്, അത് നഷ്ടത്തിലാണ്. സ്വന്തം ചങ്ങാതിമാരോട് സംസാരിച്ച നല്ല സംസാരമാണ്, കുഴപ്പമില്ല, അതുവരെ ഖൈറില്ല. പിന്നെ മറ്റുള്ള അന്യ പെണ്ണിനോട് സംസാരിച്ചതിൽ ഖൈറുണ്ടാവോ? അത് ഹറാമല്ലേ? ഓരോ ഹറാമുകളും കുറിക്കപ്പെടൂലേ? ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖ. സ്വതക്ക കൊണ്ട് കൽപ്പിക്കാനോ നന്മ കൽപ്പിക്കാനോ തിന്മ തടയാനോ ഉള്ള വർത്തമാനങ്ങളല്ലാത്ത എല്ലാ വർത്തമാനങ്ങളും നാളെ നഷ്ടത്തിലാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോ അന്യ സ്ത്രീകളോടോ അന്യ പുരുഷന്മാരോടോ ഉള്ള നമ്മുടെ ചാറ്റിങ്ങുകൾ, നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ ചാറ്റിങ്ങുകൾ, നമ്മുടെ വെബ് ക്യാമുകൾ ഉപയോഗിച്ചുള്ള ചാറ്റിങ്ങുകൾ, വീഡിയോ കോൺഫറൻസുകൾ, എങ്ങനെയാണ് അള്ളാഹുവിന്റെ കോടതിയിൽ മറുപടി പറയാൻ നമ്മൾക്ക് പറ്റുന്നത്? അലം യഅനി, സമയമായിട്ടില്ലേ? അൻ തഖ്ശഅ ഖുലൂബഹും, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് നിർത്താനുള്ള സമയമായിട്ടില്ലേ? കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളുകൾ ആ കഞ്ചാവെല്ലാം നിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ വഴിയിലേക്ക് മടങ്ങാനുള്ള സമയമായിട്ടില്ലേ? മ്യൂസിക്കുകൾ ഉപയോഗിക്കുന്നവർ ഹെഡ്ഫോണുകൾ വലിച്ചെറിയുകയോ അല്ലെങ്കിൽ ആ ഹെഡ്ഫോണിലൂടെ ഖുർആനിന്റെ മധുരിതമായ ശബ്ദം കേൾക്കാനുള്ള സമയമായിട്ടില്ലേ? സിനിമ കാണുന്ന ആളുകൾക്ക് സിനിമകൾ വലിച്ചെറിഞ്ഞ ആളുകൾ കേൾക്കാനുള്ള സമയമായിട്ടില്ലേ? സിനിമാറ്റിക് ഡയലോഗുകൾ തന്റെ വായിലൂടെ പറഞ്ഞു നടക്കുന്ന
നടക്കുന്നവർക്ക് അത് വലിച്ചെറിഞ്ഞ് ഖുർആനിന്റെ ആയത്തുകൾ ഓതി നടക്കാനുള്ള സമയമായിട്ടില്ലേ? സിനിമ റിയാലിറ്റി ഷോകൾ കാണുന്നവർക്ക് ഖുർആനിന്റെ മത്സരങ്ങൾ കാണാനുള്ള സമയമായിട്ടില്ലേ? ആരെയാണ് കാത്തിരിക്കുന്നത്? അങ്ങനെ വീടിന്റെ അകത്തളങ്ങളിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് നന്നാവാനുള്ള സമയമായിട്ടില്ലേ? ഇത് കേൾക്കുമ്പോഴാണ് തന്റെ കാമുകിയുടെ വീട്ടിലേക്ക് വ്യഭിചരിക്കാൻ വേണ്ടി കടന്നുപോയ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മനസ്സിലൊരു മാറ്റം വരുന്നത്. നമ്മൾക്കും വരണം മാറ്റം. അല്ലാഹുവിന്റെ ചോദ്യം നമ്മളോടുമുണ്ട് സഹോദരങ്ങളെ, ഈ പറയുന്ന എന്നോടുണ്ട്, ഇത് കേൾക്കുന്ന എല്ലാ സഹോദര സഹോദരികളോടുണ്ട്. നമ്മളോടൊക്കെ അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങൾ എന്നാണ് നന്നാവുന്നത്? നമ്മുടെ മാതാപിതാക്കൾ ചോദിക്കാറില്ലേ? നമ്മുടെ ഉസ്താദുമാര് ചോദിക്കാറില്ലേ? നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഗുരുവര്യന്മാര് ചോദിക്കാറില്ലേ? എന്തടോ നിനക്ക് നന്നാവാനുള്ള സമയമായിട്ടില്ലേ എന്ന് ചോദിക്കാറില്ലേ? അതേപോലെ ഏതെങ്കിലും ഒരു പ്രിൻസിപ്പാളോ എച്ച്എമ്മോ തന്റെ കയ്യിൽ വടി പിടിച്ചുകൊണ്ട് ചോദിക്കുമ്പോ, സാറേ ഞാൻ ഇന്നു മുതൽ നന്നാവാം. പോലീസുകാരൻ ഹെൽമറ്റ് ധരിക്കാത്തതിന്റെ പേരിൽ 100 രൂപ ഫൈന് കൊടുക്കുമ്പോൾ അവൻ പറയുന്നു, സാറേ ഇന്നു മുതൽ ഞാൻ ഹെൽമറ്റ് ധരിച്ചോളാം. സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിന്റെ പേരിൽ ആയിരങ്ങൾ ഫൈൻ ചെയ്യുമ്പോ അവൻ പറയുന്നു, സാറേ ഞാൻ ഇന്നു മുതൽ ധരിക്കാമെന്ന്. എന്നാൽ അള്ളാഹു ചോദിക്കുകയാണ്, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് നാട്ടുകാരെ പേടിച്ചിട്ടല്ല, ഉസ്താദുമാരെ പേടിച്ചിട്ടല്ല, പോലീസുകാരെ പേടിച്ചിട്ടല്ല, കുടുംബങ്ങളെ പേടിച്ചിട്ടല്ല, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഞാനിതാ നന്നാവുകയാണ്, ഞാനിതാ എല്ലാ തോന്നിവാസങ്ങളും നിർത്തിവെക്കുകയാണ്, ഞാനിതാ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും മാറി നിൽക്കുകയാണ്. ബലായാ റബ്ബി വഖദ് ആൻ. പടച്ചറബ്ബേ എനിക്കിതാ സമയമായിട്ടുണ്ട്, ഞാൻ നന്നാവുകയാണെന്ന് ആ സമയത്ത് ആ നാട്ടിലുള്ള ഏറ്റവും വലിയ കൊള്ളക്കാരൻ അള്ളാഹുവിനോട് പറയുകയും തന്റെ കാമുകിയുടെ വീട്ടിലേക്ക് മതിൽ കടന്ന് ചാടിക്കടക്കാൻ ശ്രമിക്കുന്ന തന്റെ കാല് പിറകോട്ട് വലിച്ചു. എന്നിട്ട് ഓടിപ്പോയി ഈ മരുഭൂമിയുടെ ആരും കാണാത്ത ഭാഗത്തേക്ക്. അപ്പോഴുണ്ട് ചില ആളുകൾ അവിടെ ടെന്റിൽ പാർക്കുന്നത്, ചില ആളുകൾ ടെന്റിൽ അവിടെ താമസിക്കുന്നത്. അവർ സംസാരിക്കുന്നത് മഹാനായ ഫുളൈൽ തങ്ങൾ കേട്ടു. എന്താണ് സംസാരം എന്നറിയോ? ഞങ്ങൾ ഇന്നിവിടെ താമസിക്കാം, രാത്രി യാത്ര ചെയ്യുന്നത് വേണ്ട, നമ്മൾക്ക് രാവിലെ പോകാലോ, ഇപ്പൊ പോയാലോ അവിടെ ഫുളൈൽ ഇബ്നു ഇയാദ് ഉണ്ടല്ലോ, അവൻ ആക്രമിക്കൂലേ, നമ്മുടെ സമ്പത്ത് അപഹരിക്കൂലേ? അപ്പോഴാണ് ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ ചിന്തിക്കുന്നത്, യാ അല്ലാഹ്, പടച്ചറബ്ബേ, മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ ആളുകൾ യാത്ര ചെയ്യാൻ പോലും കഴിയാതെ എന്നെ ഭയന്നുകൊണ്ട് എവിടെയെങ്കിലും താമസിക്കുകയോ, ഞാൻ മറ്റുള്ളവരുടെ സമ്പത്ത് അപഹരിച്ച് നടക്കുകയോ? വഖദ് ആൻ, ബലാ യാ റബ്ബി വഖദ് ആൻ, പടച്ചറബ്ബേ ഞാനിതാ നന്നാവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ എല്ലാ തിന്മകളും വലിച്ചെറിഞ്ഞുകൊണ്ട് ഹറമിലേക്ക് ചെന്നു. ഒരുപാട് വർഷക്കാലം ഹറമിൽ ഖിദ്മത്ത് ചെയ്തു. ഇന്ന് ലോകം കണ്ടാൽ അറിയപ്പെടുന്ന, ലോകത്തിൽ പേര് കേട്ടാൽ അറിയപ്പെടുന്ന, ലോക പ്രശസ്തനായ സൂഫി വിദ്യനും പണ്ഡിതനുമായി മാറി മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ്. അതേപോലെ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവട്ടെ. അതിന് സ്വന്തം എല്ലാവരും തീരുമാനിക്കണം. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അല്ലാഹു ഒരാളെയും നന്നാക്കൂല, സ്വന്തമായി തീരുമാനമെടുക്കണം ഞാൻ നന്നാവണമെന്ന്. ഉസ്താദുമാരെ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട്, ഒച്ച വെച്ചുകൊണ്ട്, അട്ടഹസിച്ചുകൊണ്ട് വാദ് പറഞ്ഞതുകൊണ്ട് നന്നാവാൻ പോകുന്നില്ല. ഉസ്താദുമാരുടെ ശബ്ദം പോയി എന്നല്ലാതെ ഒരു നേട്ടവും വരാൻ പോകുന്നില്ല. ഈ വാദിന് വരുന്ന ആളുകളുടെ മനസ്സിലൊരാഗ്രഹം വേണം, ഉസ്താദുമാരുടെ വാദിന്റെ ശൈലി എങ്ങനെ, ഉസ്താദുമാരുടെ വാഗ്വാദങ്ങൾ എങ്ങനെ, ഉസ്താദിന്റെ പദപ്രയോഗങ്ങൾ എങ്ങനെ എന്ന് കാണാൻ, ഉസ്താദ് എങ്ങനെ എന്നൊക്കെ കാണാൻ വേണ്ടിയാണോ വരുന്നത്? അല്ല, എന്റെ ജീവിതത്തിൽ ഉസ്താദ് പറയുന്ന ഒരു വാദ് കൊണ്ട് എനിക്ക് മാറ്റം വരണമെന്ന താല്പര്യത്തോടെ, നന്നാവണമെന്ന ആഗ്രഹത്തോടെ ആരാണ് കടന്നു വരുന്നത്? അങ്ങനെ കടന്നു വന്ന ആളുകൾക്ക്, അങ്ങനെ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അല്ലാഹു മാറ്റം നൽകുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വന്തമായി മാറണമെന്ന് താല്പര്യമില്ലാത്ത ആളുകളെ അല്ലാഹു മാറ്റുകയേയില്ല. മാതാപിതാക്കൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല, ഉസ്താദുമാര് കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. ആദ്യം എല്ലാവർക്കും സ്വന്തമായി തോന്നണം ഞാൻ മാറണമെന്ന്. അങ്ങനെ ഒരു കുട്ടി തോന്നിവാസങ്ങളിലേക്ക് നിരന്തരമായി ചെല്ലുന്നുണ്ട്, ഉപ്പമാർ ഉപദേശിക്കുന്നുണ്ട്, നന്നാവുന്നില്ലെങ്കിൽ പെട്ടെന്നൊരു കൗൺസിലറെയോ ഒരു സൈക്കാട്രിസ്റ്റിനെയോ കാണിക്കണം, എന്നിട്ട് അവന് നന്നാവാനുള്ളൊരു
മനസ്സുണ്ടാക്കി കൊടുക്കണം. സ്വന്തമായി നന്നാവണമെന്ന് ആഗ്രഹിച്ചാലേ അള്ളാഹു മാറ്റം നൽകുകയുള്ളൂ. അള്ളാഹു പറയുന്നുണ്ട്, ഹബീബ് പറയുന്നുണ്ട്, പരിശുദ്ധ റസൂലുള്ളാഹ്. എന്താണ് ഹബീബിന്റെ വാക്കിന്റെ സാരമെന്നറിയോ? തുഅറലുൽ ഫിതനു അലൽ ഖുലൂബ്, മനുഷ്യന്മാരുടെ ഹൃദയങ്ങളിലേക്ക് ഫിത്നകൾ ഒന്നിനു പുറകെ ഒന്നായി നിരന്തരമായി കടന്നു വരും. ഏതുപോലെ കൽ ഹസീരി ഊദൻ ഊദാ, നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലുള്ള, പള്ളിയുടെ അകത്തളങ്ങളിലുള്ള പായകളുണ്ടല്ലോ, ആ പായകളുടെ സ്ട്രോകൾ ഒന്നിനു പിറകെ ഒന്നായി കൂടിച്ചേർന്ന് നിൽക്കുന്നത് പോലെ, അട്ടിയട്ടിയായി വെച്ചതുപോലെ, ഒരു ഫിത്ന കഴിയുമ്പോൾ മറ്റൊരു ഫിത്ന, അത് കഴിയുമ്പോൾ മറ്റൊരു ഫിത്ന, അങ്ങനെ നിരന്തരമായി തുടർച്ചയായ ഫിത്നകൾ നമ്മുടെ മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ ആളുകളെ പിന്തുടർന്നു കൊണ്ടേയിരിക്കുമെന്ന് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫമൻ ഉശ്രിബഹാ, ഫിത്നകൾ നടക്കുമ്പോൾ ഇതൊക്കെ രസമാണല്ലോ. രാത്രിയിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ തന്റെ കാമുകനോട് ചാറ്റ് ചെയ്യുന്നത് എന്തോ ഒരു സുഖമാണല്ലോ. അല്ലെങ്കിൽ 3Gയുടെയോ 4Gയുടെയോ സ്മാർട്ട് ഫോണുകളും ഇന്റർനെറ്റും ഉപയോഗിച്ച് ഫോൺ വീഡിയോകളോ മറ്റുള്ള സൈറ്റുകളിലേക്കൊക്കെ കടന്നു പോകാൻ വല്ലാത്ത രസമാണല്ലോ. മ്യൂസിക്കുകൾ കേൾക്കാൻ രസമാണല്ലോ. IPL നടക്കുമ്പോൾ നാട്ടുകാർക്ക് വെള്ളം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, മുതലാളിമാർ തടിച്ചു കുഴക്കട്ടെ എന്ന താല്പര്യത്തോടെ ഗവൺമെന്റ് കളിക്കാനുള്ള അവസരം നൽകുമ്പോ നാട്ടുകാരായ ആളുകൾ കളി കണ്ടിരിക്കുകയാണെങ്കിൽ, അതിനോട് താല്പര്യം വരികയാണെങ്കിൽ, ഏതെങ്കിലും ഒരു സിനിമ ഇറങ്ങുമ്പോഴേക്കും ചെറുപ്പക്കാരൊക്കെ കൂട്ടമായി വണ്ടിയിലേക്ക് എണ്ണടിച്ചു. അപ്പൊ പൈസ ഇല്ലാത്തവൻ 500ന്റെ അത്ര പൈസ കൊടുത്തുകൊണ്ട് ഡീസൽ അടിക്കാനും പെട്രോൾ അടിക്കാനും ഒരു മടിയില്ല. ബക്കറ്റ് വരുമ്പോൾ 100 കൊടുക്കാനാണല്ലോ മടി. അങ്ങനെ സിനിമയിലേക്ക് പോകാനും ആളുകൾ തുടങ്ങും. അതൊക്കെ ഒരു രസമായി തോന്നാൻ തുടങ്ങിയാൽ അവന്റെ ഹൃദയങ്ങളിൽ അല്ലാഹു കറുത്ത പുള്ളിയിട്ട് തരുമെന്ന് മുത്തു റസൂലുള്ളാഹ്. തോന്നിവാസങ്ങളും ഫിത്നകളും നാട്ടിൽ നടക്കുന്ന ആഭാസങ്ങളൊക്കെ ഇത് രസമാണല്ലോ, ഇത് നടക്കണം. നമ്മുടെ പെൺകുട്ടികൾ ഔറത്ത് മറക്കാതെ പുറത്തിറങ്ങണം. അപ്പോഴല്ലേ അവരുടെ സൗന്ദര്യം ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റൂ. അവർ ശരീരം മറക്കാൻ പാടില്ല. അവർ ലഗീനിട്ടുകൊണ്ട് പുറത്തിറങ്ങണം. അവർ സ്കിൻ ഫിറ്റ് ജീനിട്ടുകൊണ്ട് പുറത്തിറങ്ങണം. അവർ ബനിയൻ ക്ലോത്ത് ടീഷർട്ടും കുപ്പായങ്ങളും പർദ്ദയും ഇട്ട് പുറത്തിറങ്ങണം. എങ്കിലല്ലേ അവരുടെ സൗന്ദര്യങ്ങൾ ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റൂ. ഇതൊക്കെ കാണുമ്പോൾ ഒരു രസം തോന്നുകയാണോ? ഇതൊക്കെ കാണുമ്പോൾ ആസ്വാദനം തോന്നുകയാണോ? ഫമൻ ഉശ്രിബഹാ, ഇതൊക്കെ കാണുമ്പോൾ ആസ്വാദനങ്ങൾ കാണാൻ തുടങ്ങിയാൽ ആ താല്പര്യമുള്ള ആളുകളുടെ ഹൃദയങ്ങളിൽ അല്ലാഹു കറുത്ത പുള്ളിയിട്ട് തരും. വമൻ അൻകറഹാ, ഇങ്ങനെ തോന്നിവാസികളായ ആളുകൾ ഔറത്ത് മറക്കാതെ പെണ്ണുങ്ങൾ പുറത്തിറങ്ങുമ്പോൾ പൊന്നുമോളെ അകത്തേക്ക് പോകണം, ഔറത്ത് മറക്കാതെ പുറത്തിറങ്ങല്ല, ലഗീനിട്ടുകൊണ്ട് പുറത്തിറങ്ങല്ല, ജീൻസ് ഇട്ടുകൊണ്ട് പുറത്തിറങ്ങല്ല, ടീഷർട്ട് ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങല്ല, പർദ്ദ ധരിക്കാതെ പുറത്തിറങ്ങല്ല, ഇങ്ങനെ പറയുന്ന ആളുകളാണെങ്കിൽ, സിനിമയ്ക്ക് പോകുന്ന ചങ്ങാതിമാരെ സിനിമയിൽ നിന്ന് തടയുന്ന ചെറുപ്പക്കാരാണെങ്കിൽ, മ്യൂസിക്കുകൾ കേൾക്കുന്നതിന് പകരം ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുന്ന ചെറുപ്പക്കാരാണെങ്കിൽ, അവിഹിത ബന്ധങ്ങൾ പുലർത്തുന്ന ആളുകൾ ഉപദേശിച്ച് നന്നാക്കുന്ന ആളുകളാണെങ്കിൽ, ആരെങ്കിലും തന്റെ അടുത്തേക്ക് കാമക്കണ്ണുമായി, വികാരങ്ങളുടെ വാക്കുകളുമായി, തോന്നിവാസത്തിന്റെ വാക്കുമായി, പ്രണയത്തിന്റെ വാക്കുമായി കടന്നു വരുമ്പോ, ഇന്നി അഖാഫുല്ലാഹ്, എന്റെ അടുത്തേക്ക് വരല്ല, ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു, എനിക്ക് അള്ളാഹുവിനെ പേടിയാണ്, ഞാൻ നാളെ മരിച്ചു കിടക്കുമ്പോ എന്നെ രക്ഷപ്പെടുത്താൻ നീ വരുമോ? എന്റെ ഖബറിലേക്ക് നീ വരുമോ? എന്റെ മഹ്ശറയിലേക്ക് നീ വരുമോ? ഞാൻ നാളെ നരകത്തിലേക്ക് പോകാൻ കാരണമായാൽ എന്നെ രക്ഷപ്പെടുത്താൻ നിനക്ക് സാധിക്കുമോ എന്ന് തന്റെ അടുത്തേക്ക് നമ്പറുകളുമായി കടന്നു വരുന്ന ചെറുപ്പക്കാരനോട് ചോദിക്കാൻ ചങ്കൂറ്റം കാണിക്കുന്ന പെൺകുട്ടികൾ, അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ട് പ്രണയത്തിന്റെ അഭ്യർത്ഥനയുമായി വരുന്ന സഹപാഠികളോട്, വിദ്യാർത്ഥിനികളോട് തിരിച്ചങ്ങോട്ട് ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് അല്ലാഹുവിനെ പേടിയാണെന്ന് പറയുന്ന ചെറുപ്പക്കാരുണ്ടായാൽ, ഫമൻ അൻകറഹാ നുക്തത ഫീ ഖൽബിഹി നുക്തതുൻ ബൈളാ, അവന്റെ ഹൃദയങ്ങൾ അല്ലാഹു പ്രകാശിപ്പിക്കുമെന്ന് മുത്തു റസൂലുള്ളാഹ്. 2 ഹൃദയങ്ങളാണ് അവിടെ ഉണ്ടാവുക. ഒന്ന് അബിയളു മിത്ല സ്വഫാ, നല്ല സംശുദ്ധമായ സ്ഫടികം പോലെ വെളുത്ത ഹൃദയമുണ്ടാകും. മറ്റേ ഹൃദയം കറുത്ത ഹൃദയമായിരിക്കും. ഈ 2 ഹൃദയമുള്ള ആളുകളായിരിക്കും മനുഷ്യന്മാർ. 2 വിഭാഗങ്ങളാണ്. ഒന്നുകിൽ അവരുടെ ഹൃദയം വെളുത്ത സ്ഫടികം പോലെയുണ്ട്, അല്ലെങ്കിൽ കറുകറുത്ത കാരിരുമ്പിന്റെ കറുപ്പുള്ള ഹൃദയമായിരിക്കും. പക്ഷേ ഈ ഹൃദയം കറുത്തുപോയ ആളുകൾ, ഹൃദയം കറുത്തുപോയ ആളുകൾ ലാ യഅരിഫു മഅറൂഫാ, അവർക്ക് നന്മ ഏത് എന്ന് തിരിച്ചറിയൂല. വലാ യുൻകിറു മുൻകറാ, അവർക്ക് തിന്മ ഏത് എന്ന് തിരിച്ചറിയൂല. വഅദിന് വന്നു, വഅദ് കേട്ടു, മാറ്റമുണ്ടാവൂല. ലാ യഅരിഫു മഅറൂഫാ. പൊന്നു സഹോദരങ്ങളെ, നാട്ടുകാരെ, വഅദ് കഴിഞ്ഞു പോകുമ്പോ ഈ വഅദ് കൊണ്ട് ജീവിതത്തിൽ ഒരു മാറ്റവും നമ്മൾക്ക് വരുന്നില്ലേ എങ്കിൽ ഉടനെ ചിന്തിച്ചോളണം, എന്റെ ഹൃദയം കറുത്തുപോയിട്ടുണ്ട്, എന്റെ ഹൃദയം കറുത്തുപോയിട്ടുണ്ട്. മഹാന
മഹാനായ ശാഫിഈ ഇമാം ചോദിച്ചൊരു വാക്കുണ്ടല്ലോ, ശകൗതു ഇലാ വകീഇൻ സൂഅ ഹിഫ്ളി ഫഅർശദനി ഇലാ തർക്കിൽ മആസി. മഹാനായ ശാഫിഈ ഇമാം തന്റെ ഉസ്താദിന്റെ അടുത്തേക്ക് ചെന്നുവല്ലോ, ഉസ്താദേ പഠിച്ചാലും 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 ബൈഹാട്ടാവുന്നില്ല, എത്ര ശ്രമിച്ചാലും മനപ്പാടമാവുന്നില്ല, എനിക്ക് ഹിഫ്ളിന്റെ എന്തോ ഒരു പ്രശ്നമുണ്ട്. ആരാണ് ശാഫിഈ ഇമാം എന്നറിയോ? 10 ലക്ഷത്തോളം ഹദീസുകൾ മനപ്പാടമാക്കിയ ആളാണ്. നമ്മൾക്കൊരു ഹദീസ് പോലും സനദടക്കം മനപ്പാടമില്ല. നോക്കണം, നമ്മൾ ഒരു ഹദീസ് പോലും സനദടക്കം മനപ്പാടമില്ലാത്ത നമ്മളുടെ കഥയുണ്ട്. 10 ലക്ഷം ഹദീസുകൾ സനദടക്കം മനപ്പാടമുള്ള മഹാനായ ശാഫിഈ ഇമാം തന്റെ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ എനിക്ക് ബൈഹാട്ടാവുന്നില്ല, എനിക്ക് മനപ്പാടമാക്കാൻ പറ്റുന്നില്ല. തന്റെ 6ാമത്തെ വയസ്സിൽ പരിശുദ്ധമായ ഖുർആൻ മനപ്പാടമാക്കിയ നമ്മുടെ കുട്ടികളൊക്കെ ട്രൗസർ ഇട്ട് നടക്കുന്ന ഒരു കാലുണ്ടല്ലോ, ആ സമയത്ത് 6ാമത്തെ വയസ്സിൽ ഖുർആൻ മനപ്പാടമാക്കിയ ശാഫിഈ ഇമാമാണ് പറയുന്നത്, ശകൗതു ഇലാ വകീഇൻ സൂഅ ഹിഫ്ളി ഫഅർശദനി ഇലാ തർക്കിൽ മആസി. ശാഫിഈ തെറ്റുകൾ ഒഴിവാക്കണേ, തിന്മകളെ വർജിക്കണേ. തെറ്റിൽ നിന്ന് മാറി നിന്നാലേ ഹിഫ്ള് ചെയ്യാൻ പറ്റൂ, മനപ്പാടമാക്കാൻ പറ്റൂ. എല്ലാ വിഷയത്തിലും A+ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, നിരന്തരമായി പഠിക്കുന്നുണ്ട്. എത്ര പഠിച്ചാലും മനപ്പാടമാകുന്നില്ല. മദ്രസയുടെ സിലബസുകളിൽ വാഖിയയും അർറഹ്മാനും യാസീനും മനപ്പാടമാക്കാൻ കൊടുക്കുമ്പോ മക്കൾക്ക് എത്ര പഠിച്ചാലും മനപ്പാടമാവുന്നില്ല. എന്തേ കാരണമെന്നറിയോ? സിനിമ കാണുന്നത് കൊണ്ടാണ്, സീരിയൽ കാണുന്നത് കൊണ്ടാണ്, ഹറാമ് കാണുന്നത് കൊണ്ടാണ്, ഹറാമ് സംസാരിക്കുന്നത് കൊണ്ടാണ്. ഫഅർശദനി ഇലാ തർക്കിൽ മആസി, തെറ്റുകൾ ഒഴിവാക്കാൻ എന്നോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖാ. ഇൽമു എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ പ്രകാശമാ. ഇൽമു എന്ന് പറഞ്ഞാൽ, അറിവ് എന്ന് പറഞ്ഞാൽ, വിജ്ഞാനം എന്ന് പറഞ്ഞാൽ നൂറുല്ലാഹ്, അത് അല്ലാഹുവിന്റെ പ്രകാശമാ. വനൂറുല്ലാഹി ലാ യുഅതാ ലിആസി. അല്ലാഹുവിന്റെ പ്രകാശം ദോഷികൾക്ക് നൽകപ്പെടൂല, അല്ലാഹുവിന്റെ പ്രകാശം ദോഷികൾക്ക് ലഭിക്കൂല. വാഴ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ ഈ വാഴ കൊണ്ടൊരു നേട്ടവും ഉണ്ടായിട്ടില്ല, ഒരു മാറ്റവും വരുന്നില്ല. ഇതൊക്കെ ഉസ്താദ് വെറുതെ വിടുകയാണ്. പ്രണയിനികൾ പ്രണയത്തിന്റെ മായാലോകത്ത് വഞ്ചനയുടെ ചതിയിലകപ്പെട്ടു പോയ ചെറുപ്പക്കാരികൾക്കോ അത് നിർത്താൻ തോന്നുന്നില്ലെങ്കിൽ, വാഴ കേൾക്കുമ്പോൾ പോലും മാറ്റം വരുന്നില്ലെങ്കിൽ ഉടനെ ചിന്തിക്കണം, എന്റെ ഹൃദയം കറുത്തുപോയിട്ടുണ്ട്. ലാ യഅരിഫു മഅറൂഫാ, എനിക്കെത്ര വാഴ പറഞ്ഞാലും ഞാൻ നന്നാവൂല. ആദ്യം തൗബ ചെയ്ത് എനിക്ക് എന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. വലാ യുൻകിറു മുൻകറാ, എത്ര തെറ്റ് കണ്ടാലും അത് തെറ്റാണെന്ന് എനിക്ക് തോന്നൂല. തെറ്റുകളൊക്കെ ശരിയായി തോന്നും, നന്മകളൊക്കെ തെറ്റായി തോന്നും. കാരണം എന്റെ ഹൃദയം കൊടുത്തതാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. ആരാണ് മുഅ്മിനീങ്ങളെന്നും കൂടി നമ്മൾ പഠിക്കുക. ഇന്നമൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ ആരാണ്? ഇദാ ദുകിറല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെടുമ്പോ, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കുമ്പോ, ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും, അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ ഹൃദയങ്ങൾ ഇങ്ങനെ വിറക്കണം. വഇദാ തുലിയത് അലൈഹിം സാദതുഹും ഈമാനാ, ആയത്തുകൾ ഓതി കേൾപ്പിക്കുമ്പോ, പരിശുദ്ധ ഹബീബിന്റെ ഹദീസുകൾ ഒന്നൊന്നായി പുലർന്നുകൊണ്ടിരിക്കുന്ന പ്രവാചകന്റെ പ്രവചനങ്ങൾ ഇവിടെ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോ, ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, എന്റെ ഈമാൻ വർദ്ധിക്കണം. ഇത് വർദ്ധിച്ചില്ലേ, നമ്മുടെ ഈമാനിന് എന്തോ കോട്ടം സംഭവിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് പൊന്നു സഹോദരങ്ങളെ, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. അള്ളാഹു നമ്മൾക്ക് പുറത്തു തരുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങൾ കഴുകി നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുമാറാവട്ടെ. കറുകറുത്ത ഹൃദയമായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ ഹൃദയങ്ങളൊക്കെ. അള്ളാഹുവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാ. എന്തെങ്കിലും പറയണ്ട? ഉണ്ടോ? വായിക്കാനുണ്ടോ? ഉണ്ടോ? ഷരീഫ് ഖാന്റെ ഉപ്പ മരിച്ചെന്ന് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിടം സ്വർഗീയമാക്കി കൊടുക്കുമാറാവട്ടെ. യാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അസുഖങ്ങൾ മാറാൻ ദുആ ചെയ്യാൻ സഹോദരി മരിച്ചു പോയ പേടും ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ ഇൻഷാ അല്ലാഹ്. അല്ലാഹു എല്ലാവരുടെയും ഒരുപാട് ആളുകൾ വസീയത്ത് ചെയ്തിട്ടുണ്ട്. ഒക്കെ വായിച്ചില്ലെങ്കിലും വായിച്ചാലും അല്ലാഹുവിന് അതറിയാൻ. ഇസ്തിഖാമ പറഞ്ഞവരുണ്ടല്ലോ.
അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്താണ്. അള്ളാഹു നമ്മൾക്ക് ഖൈർ ചെയ്യട്ടെ. ഇവിടെ പ്രവാസികളായ ആളുകൾക്ക് ഇത് വീക്ഷിക്കുന്നുണ്ടാകും. അള്ളാഹു അവർക്ക് സ്വർഗീയ സുഖങ്ങൾ നൽകട്ടെ. അള്ളാഹു അവരുടെ ജോലിയിൽ ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു അവരുടെ കുടുംബങ്ങളിൽ ബർക്കത്ത് ചെയ്യട്ടെ. ഇതിനുവേണ്ടി പ്രവർത്തിച്ച നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ അള്ളാഹു അർശിന്റെ തണൽ നൽകട്ടെ. ഒരുമിച്ച് കൂടിയ ആളുകൾക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹീമായ റബ്ബേ, നീ ഞങ്ങൾക്ക് നാഫിയായ ഇൽമും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നീ ഞങ്ങൾക്ക് നൽകണയല്ല. പടച്ച റബ്ബേ, നീ ഞങ്ങൾക്ക് പുറത്തു തരണയല്ല. കറുത്തുപോയ ഹൃദയങ്ങൾ നീ ശുദ്ധീകരിക്കണയല്ല. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ മാ സലഫ മിൻ ദുനൂബിനാ വഅസിംനാ ഫീമാ ബഖിയ മിൻ അഅമാലിനാ. അല്ലാഹുവേ ഞങ്ങളുടെ കഴിഞ്ഞു പോയ സകലമാന തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണയല്ല. ഹറാമുകൾ ഒരുപാട് ചെയ്തു പോയിട്ടുണ്ട് ജീവിതത്തിൽ. കണ്ണുകൾ കൊണ്ട് ചെയ്തത്, ചെവി കൊണ്ട് ചെയ്തത്, കാലുകൊണ്ട് ചെയ്തത്, കൈകൾ കൊണ്ട് ചെയ്തത്. പടച്ച റബ്ബേ, നിന്നോട് ഞങ്ങൾ ചോദിക്കുകയാണല്ലോ, നീ ഞങ്ങൾക്ക് പുറത്തു തരണയല്ല. നിന്റെ ഉത്തരം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു റബ്ബേ. ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങൾ ചോദിച്ചോ, ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് നിന്റെ വാഗ്ദാനം നീ ഭംഗിയായി പൂർത്തീകരിക്കുന്ന ആളാണല്ലോ. അതുകൊണ്ട് റബ്ബേ, ഞങ്ങളുടെ കഴിഞ്ഞു പോയ സകലമാന വൻദോഷങ്ങൾ നീ പുറത്തു തരണയല്ല. ഇനിയുള്ള കാലം തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ നീ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകണയല്ല. ഞങ്ങളെല്ലാവരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും ഭാര്യ സന്താനങ്ങളെയും മാതാപിതാക്കളെയും മുസ്ലിമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണയല്ല. അല്ലാഹുമ്മ യസ്സിർ അസീറനാ. പടച്ചവനെ, ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ എളുപ്പമാക്കണയല്ല. വഫജ്ജിജ് ഹുമൂമനാ വക്ഷിഫ് ഖുറൂബനാ. അല്ലാഹുവേ, ഞങ്ങളുടെ വിഷമങ്ങൾ അകറ്റണയല്ല. ഞങ്ങളുടെ പ്രാരാബ്ധങ്ങളെ നീ നീക്കിത്തരണയല്ല. അല്ലാഹുമ്മ അദ്ദി ദുയൂനനാ. ഞങ്ങളുടെ കടങ്ങളെ കൊടുത്തു വീട്ടാനുള്ള തൗഫീഖ് നൽകണയല്ല. അല്ലാഹുമ്മ ദുഫഅ ബലിയാതിനാ. അല്ലാഹുവേ, അപകടങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണയല്ല. വഖദ് ഹാജാതിനാ വശ്ഫി അംറാദനാ. അല്ലാഹുവേ, ഹലാലായ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റി തരണയല്ല. ഞങ്ങളുടെ അസുഖങ്ങൾക്ക് നീ ശിഫ നൽകണയല്ല. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് നീ റഹ്മത്ത് ചെയ്യണയല്ല. അല്ലാഹുമ്മ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. പടച്ച റബ്ബേ, കൺകുളിർമയുള്ള മക്കളെ നൽകണയല്ല. നൽകിയ മക്കളെ നീ കൺകുളിർമയുള്ളവരാക്കണയല്ല. പടച്ച റബ്ബേ, സ്വാലിഹത്തായ ഭാര്യമാരാക്കണയല്ല. സ്വാലിഹീങ്ങളായ ഭർത്താക്കന്മാരാക്കണയല്ല. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവേ, നീ ഞങ്ങളെ മുത്തഖീങ്ങളുടെ നേതാക്കളാക്കി മാറ്റണയല്ല. റബ്ബനാ ഹബ് ലനാ മിൻ ലദുൻക ദുല്ലിയതൻ തയ്യിബതൻ ഇന്നക സമീഉദ് ദുആ. അല്ലാഹുവേ, പടച്ച റബ്ബേ, മക്കളില്ലാത്ത ആളുകൾക്ക് മക്കൾ നൽകണയല്ല. കല്യാണ പ്രായമെത്തിയ ചെറുപ്പക്കാരുണ്ട്, അവർക്ക് കുഫുവത്തതായ ഇണകൾ നൽകണയല്ല. കല്യാണ പ്രായമെത്തിയ ചെറുപ്പക്കാരികളുണ്ട്, അവർക്ക് സ്വാലിഹീങ്ങളായ ഭർത്താക്കന്മാരെ നീ നൽകണേ റബ്ബേ. അർഹമുർ റഹീമായ റബ്ബേ, പടച്ച റബ്ബേ, ഇതിനു വേണ്ടി ആരൊക്കെയാണോ പ്രവർത്തിച്ചത്, ആരൊക്കെയാണോ സാമ്പത്തിക, ശാരീരിക, മാനസിക സഹായങ്ങൾ നൽകി സഹകരിച്ചത്, അല്ലാഹുവേ, അവർക്കൊക്കെ നീ അർശിന്റെ തണൽ നൽകണയല്ല. അവരുടെ ജീവിതത്തിൽ നീ ബർക്കത്ത് ചെയ്യണയല്ല. അവർക്ക് ഇസ്സത്ത് നൽകണയല്ല. പടച്ചവനെ, ഭക്ഷണം നൽകിയ വീട്ടുകാർ, അവർക്ക് നീ സ്വർഗീയ ഭക്ഷണം നൽകണയല്ല. പടച്ച റബ്ബേ, ഈ നാട്ടിൽ നിന്ന് മരിച്ചുപോയ ആളുകളുടെ കബറിടങ്ങളെ നീ സ്വർഗീയമാക്കണയല്ല. പടച്ചവനെ, സോഷ്യൽ മീഡിയകളിലൂടെ നമ്മുടെ അറിവില്ലായ്മ മൂലം, നമ്മൾക്ക് വിവരമില്ലായ്മ മൂലം പഴയ കാലങ്ങളിലോ ഇപ്പോഴോ റീസെന്റ് ആയിട്ടോ കഴിഞ്ഞ കാലങ്ങളിലോ എന്തെങ്കിലും ഇല്ലാത്ത നുണകളോ അപവാദങ്ങളോ പ്രചരണങ്ങളോ നമ്മൾ പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബേ, നീ ഞങ്ങൾക്ക് മാപ്പ് ചെയ്യണയല്ല. ഇനിയുള്ള കാലം ഏത് സോഷ്യൽ മീഡിയകളിലൂടെയോ നാവിലൂടെയോ ഒക്കെ തെറ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ മാറി നിൽക്കാൻ സന്നദ്ധരാണ് റബ്ബേ. ഞങ്ങൾ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണല്ല. ഇനിയുള്ള കാലം തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ ഞങ്ങൾ തൽപരരാണ് റബ്ബേ. നീ ഞങ്ങൾക്ക് അതിന് തൗഫീഖ് നൽകണയല്ല. അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണയല്ല. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണയല്ല. ആക്സിഡന്റ് പോലെയുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണയല്ല. അല്ലാഹുവേ, മാരകമായ രോഗങ്ങൾ നീ ഞങ്ങൾക്ക് നൽകല്ലേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളെ സ്നേഹിക്കുന്ന എത്രയോ ആളുകളുണ്ട് കേരളത്തിനകത്തും പുറത്തും നാടുനീളെ. എത്രയോ ആളുകൾ, നല്ലവരായ ആളുകൾ, അവരെ കുറിച്ച് ഓർക്കുമ്പോ കണ്ണു നിറയുകയാണ് റബ്ബേ. പടച്ചവനെ, സ്വന്തം മക്കളെക്കാളും ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ഇടയ്ക്കിടെ വിളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എത്രയോ ആളുകൾ, അവരാകെ ആഗ്രഹിക്കുന്നത് ദുആആണല്ലാ. അല്ലാഹുവേ, അവർക്കൊക്കെ നീ ഖൈർ ചെയ്യണയല്ല. അവരുടെ ബിസിനസ്സിൽ ബറക്കത്ത് ചെയ്യണയല്ല. അവരുടെ ജോലിയിൽ ബറക്കത്ത് ചെയ്യണയല്ല. അവരുടെ കുടുംബങ്ങളിൽ ബറക്കത്ത് ചെയ്യണയല്ല. അല്ലാഹു ഇവിടെ സ്നേഹിച്ചതുപോലെ
നല്ല ഒരു അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നവർക്ക് നാളെ അർശിന്റെ തണലുണ്ടെന്ന് പറഞ്ഞുവല്ലോ. അതേപോലെ ഐനൽ മുതഹാബ്ബൂന ഫിയ, എന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നവരെവിടെ എന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ മാർഗത്തിലാണല്ലോ ഈ സ്നേഹങ്ങൾ. എന്നിൽ നിന്ന് അവരോ അവരിൽ നിന്ന് ഞാനോ നമ്മളോ ഒന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. പടച്ച റബ്ബേ, നാളെ ആഖിറത്തിൽ അർശിന്റെ തണൽ ലഭിക്കാൻ ഈ ഒരു സ്നേഹം നീ കാരണമാക്കണേ അല്ലാ. പടച്ച റബ്ബേ, ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരാളെയും നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ. ഹുമുൽ ഖൗമു ലാ യശ്ഖാ ജലീസുഹും, അവിടെ ഇരുന്ന ഒരാളും പരാജയപ്പെടൂല എന്ന് മുത്തുനബി പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കുന്നു റബ്ബേ. നീ ഞങ്ങൾ ആരെയും പരാജയത്തിൽ പെടുത്തല്ലേ അല്ലാ. ഖൂമൂ മഗ്ഫൂറൻ ലക്കും, എല്ലാവരും എണീറ്റ് പോയിക്കോളൂ, നിങ്ങളുടെ ചെറുദോഷങ്ങൾ പുറത്തു തന്നു എന്ന ഹദീസ് ഉണ്ടല്ലോ, അതും ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഞങ്ങളുടെ ബാക്കിയുള്ള സകലമാന വൻദോഷങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗഫിർ ലനാ മാ സലഫ മിൻ ദുനൂബിനാ വഅസിംനാ ഫീമാ ബഖിയ മിൻ അഅമാലിനാ വതവഫനാ മുസ്ലിമീൻ. പടച്ച റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. വിദേശത്തുള്ള സഹോദരങ്ങളുണ്ട്, സഹോദരികളുണ്ട്, കുടുംബക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, ചങ്ങാതിമാരുണ്ട്, വിദേശത്ത് ജോലിയുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. പടച്ചവനെ, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ നീക്കി കൊടുക്കണേ അല്ലാ. അവരുടെയൊക്കെ ജോലിയിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഓൺലൈൻ വ്യൂവേഴ്സ് ഉണ്ട് പടച്ചവനെ, അവർക്കും നീ ഖൈർ ചെയ്യണേ അല്ലാ. അവിടെ സംഭാവന ചെയ്തതൊക്കെ നീ സ്വീകരിക്കണേ റബ്ബേ. അവരുടെയൊക്കെ അസുഖങ്ങളും ഹലാല അസുഖങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. ഹലാലായ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പടച്ചവനെ, ഞങ്ങളെ എല്ലാവരെയും നരകത്തിൽ നിന്ന് നീ കാക്കണേ അല്ലാ. സ്വർഗ്ഗലോകത്തേക്ക് നീ ഞങ്ങളെ കൊണ്ടുപോകണേ അല്ലാ. വദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ. പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിലോ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ വല്ല കുറവുകളും തെറ്റുകുറ്റങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഫമിന്നീ വമിനശ് ശൈത്താൻ, അത് എന്നിൽ നിന്നും പിശാചിൽ നിന്നുമാണ് റബ്ബേ. നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. പടച്ച റബ്ബേ, എന്തെങ്കിലും നന്മകൾ നാവിൽ നിന്നോ ശരീരത്തിൽ നിന്നോ പ്രവർത്തനങ്ങളിൽ നിന്നോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ഫളലാണ് റബ്ബേ, നിന്റെ ഔദാര്യമാണല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം, ഉംറ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉംറ ഒരുപാട് തവണ ചെയ്യാൻ, ഹജ്ജ് ഒരുപാട് തവണ ചെയ്യാൻ, പരിശുദ്ധ റൗദയിൽ ചെന്ന് ഒരുപാട് തവണ സന്ദർശിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. കടങ്ങളുള്ളവർക്ക് ഭംഗിയായി കൊടുത്തു വീട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ, ഉപകാരമില്ലാത്ത ഇൽമ് നീ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. വമിൻ ഖൽബിൻ ലാ യഖ്ശ, നിന്നെ പേടിക്കാത്ത ഹൃദയം നീ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. വമിൻ ഐനിൻ ലാ തദ്മ, കണ്ണുനീര് വരാത്ത കണ്ണ് നൽകല്ലേ അല്ലാ. വമിൻ ദുആഇൻ ലാ യുസ്തജാബു ലാ, ചോദിച്ചാൽ ഉത്തരമില്ലാത്ത ദുആ ഞങ്ങൾക്ക് വേണ്ട റബ്ബേ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക, പടച്ചവനെ, നീ തന്ന നിഅമത്തിനെ നീ തിരിച്ചെടുക്കല്ലേ അല്ലാ. നീ തന്ന നിഅമത്തിനെ നീ തിരിച്ചെടുക്കല്ലേ റബ്ബേ. നീ തന്ന ശബ്ദമോ ആരോഗ്യമോ സൗന്ദര്യമോ സമ്പത്തോ മക്കളോ ഭാര്യയോ വാഹനങ്ങളോ വീടുകളോ ഒന്നും നീ തിരിച്ചെടുക്കല്ലേ റബ്ബേ. അല്ലാഹുമ്മ ലാ തഖ്തുൽനാ ബിഗളബിക, നിന്റെ ദേഷ്യം കാരണം നീ ഞങ്ങളെ കൊന്നുകളയല്ലേ അല്ലാ. അല്ലാഹുമ്മ അഗ്നിനാ ബിഹലാലിക അൻ ഹറാമിക, ഹറാം ചെയ്യാതെ ഹലാലിലൂടെ ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ ബിഫദ്ലിഹി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.